മാത്രമല്ല അവർ ഡിക്ലെയർ ടു നാഷണൽ പാർക്ക് ആക്കി എന്ത് ചെയ്തു, ഡിക്ലെയർ ചെയ്തു. അങ്ങനെ വന്ന നിയമങ്ങളാണ്. ഇതും മടിച്ചു വെച്ചോണം. ഇത് പരിസ്ഥിതി പ്രശ്നമാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 2002 ജൈവ വൈവിധ്യ നിയമം വന്നു. 2006 പട്ടികവർഗ്ഗക്കാരുടെയും മറ്റ് പരമ്പരാഗത വനനിവാസികളുടെ അവകാശം തിരിച്ചറിയൽ നിയമം കൊണ്ടുവന്നു. 2013 നിയമം എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അതേ സമയത്ത് ഒരു കർഷക പ്രസ്ഥാനമുണ്ട്. അന്ന് ഇപ്പം ഈ അടുത്ത് നടന്നതാണ്. അപ്പം ഈ അടുത്ത് നടന്നുകൊണ്ട് ചിലപ്പം നിങ്ങൾക്ക് പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾക്കാൾ കൂടുതൽ കർഷക പ്രസ്ഥാനം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 1980 അഗ്രികൾച്ചർ സെക്ടറിൽ ഒരു എക്കണോമിക് പോളിസി കൊണ്ട് ആകെ പ്രശ്നം ഉണ്ടായി. ആ എക്കണോമിക് പോളിസി വന്നോട് അവർ അഗ്രികൾച്ചർ സൈഡിൽ ഡൈവേഴ്സ്ലി അഫക്റ്റഡ് ഓഫ് പ്രൊഡക്ഷനും ഫുഡ് സെക്യൂരിറ്റിക്കൊക്കെ പ്രശ്നം വന്നു. അതിനെതിരെ എന്ത് ചെയ്തു, ഭാരതീയ കിസാൻ യൂണിയൻ എന്ന് പറഞ്ഞ പാർട്ടി കൃത്യമായിട്ട് നടത്തിയതാണ്. ആ ഭാരതീയ കിസാൻ യൂണിയൻ നേതൃത്വത്തിൽ സമരങ്ങൾ 1920-21 എന്ത് ചെയ്തു, കൃത്യമായിട്ട് നടക്കുകയും അവർക്ക് എന്ത് ചെയ്തു, ഡിമാൻഡുകൾ എന്ത് ചെയ്തു, അംഗീകരിച്ചു, മനസ്സിലാക്കി വെക്കുക. പിന്നെ ആസാം മൂവ്മെന്റ് ഉണ്ട്. ആസാം മൂവ്മെന്റ് ആസാമിൽ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി നടന്നതാണ്, മനസ്സിലാക്കി വെക്കുക. നടത്തിയ ടീമിന്റെ പേര് പഠിച്ചേക്കുക, ഓൾ ആസാം സ്റ്റുഡൻസ് യൂണിയൻ. ചിലപ്പോൾ ഒരു പെട്ടിക്കോൾ നിന്നിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതെന്ത് ചെയ്യാൻ എൻ്റെ മക്കള് മനസ്സിലാക്കി വെക്കുക. കർഷക പ്രസ്ഥാനമാണ് ചോദിച്ചത്, നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് മോഡൽ എക്സാമിന് വേണമെങ്കിൽ പബ്ലിക്കിന് വരാം. മോഡലിന് കർഷക പ്രസ്ഥാനം ചോദിച്ചു പബ്ലിക്കിന് വരാതിരിക്കൊന്നുമില്ല, മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യാൻ മനസ്സിലാക്കിയേക്കുക. പിന്നെ ഓട്ടോണമികളായിട്ട് കുറച്ചെണ്ണം വന്നിട്ടുണ്ട്. ജാർഖണ്ഡ്, തെലങ്കാന മൂവ്മെന്റ്. ചിലപ്പോൾ ഇതൊക്കെ ഈ അടുത്ത് വന്ന സാധനങ്ങളാണ്. 2014, 2012 വന്നത്. അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ എൻ്റെ മക്കൾ പഠിച്ചു വെക്കണം. ഇത് ജസ്റ്റ് അറിഞ്ഞു വെക്കുക. എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, വായിച്ചു പോവുക. ഇനി ചോദിച്ചാൽ ഈ ചാപ്റ്ററിന് ചോദിക്കുകയാണെങ്കിൽ ടഫായിട്ട് വരാനുള്ള സാധനമാണ് വിഘടനവാദ പ്രസ്ഥാനം. നോക്കിയോളി, ഈ വിഘടനവാദ പ്രസ്ഥാനമാണ് സിഖ് മതം. ഇത് ഞാൻ ഇവിടെ പോയിന്റ് ചെയ്തട്ടോ. വിഘടനവാദ പ്രസ്ഥാനമായിട്ട് നിങ്ങൾ അറിയേണ്ട സാധനം. ഇത് സിഖ് മതക്കാർ നടത്തിയതാണ്. മതക്കാരിലെ തീവ്ര വിഭാഗക്കാർ നടത്തിയാണ്. ഇത് നടന്നത് പഞ്ചാബിലാണ്. ഇവരെ എതിർക്കാൻ വേണ്ടി നടന്ന ഓപ്പറേഷൻ ഏതാണ്, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. ഇതിന് സമാപ്തി ഉണ്ടാക്കിയത് രാജീവ് ഗാന്ധിയാണ്. ഇത്ര കാര്യങ്ങൾ നമുക്ക് കിട്ടല്ലോ. സിഖ് മതമാണ്. പഞ്ചാബിൽ നടന്നത് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ആണ്. ഈ പ്രസ്ഥാനം ഇല്ലാണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയത് ഇന്ദിരാഗാന്ധി വെടിവെച്ച് കൊന്ന ഈ സമരമാണ് രാജീവ് ഗാന്ധിയാണ്. ഇത്ര കാര്യം കിട്ടല്ലോ. ഇനി നമുക്ക് നോക്കത്. These movements are those that have started with the aim of separating central region from India, forming independent state. അഥവാ ചില പ്രദേശങ്ങൾ ഇന്ത്യയിൽ നിന്ന് വേർപ്പെടുത്തി സ്വതന്ത്ര രാജ്യം രൂപീകരിക്കുന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രസ്ഥാനമാണ് എന്ത്, സെപ്പറേറ്റ് ലിസ്റ്റ് അല്ലെങ്കിൽ മൂവ്മെന്റുകൾ. അതിൽ പ്രധാനപ്പെട്ടതാണ് ഖലിസ്ഥാൻ മൂവ്മെന്റ്. നോക്കിയോ കേട്ടോ. അപ്പം ഇത് സോറി കേട്ടോ, ഞാനിത് ഖലിസ്ഥാൻ മൂവ്മെന്റിനാണ് ഉദ്ദേശിച്ചത്. എനിക്ക് മാറിയതാണ്. ഞാൻ അങ്ങോട്ട് പോകാം. ഖലിസ്ഥാൻ മൂവ്മെന്റ് പഞ്ചാരേ നോക്കിയോട്ടോ. ഖലിസ്ഥാൻ മൂവ്മെന്റ് ഉണ്ടായതാണ്. പഞ്ചാബ് വിത്ത് ഡിമാൻഡ് ഫോർ സെപ്പറേറ്റ് നാഷണൽ റൂൾ ഖലിസ്ഥാൻ ഫോർ സിഖ് പീപ്പിൾ. അത് സിഖ് ജനതയ്ക്ക് ഖലിസ്ഥാൻ എന്ന പേരിൽ ഒരു പ്രത്യേക രാഷ്ട്രം വേണമെന്ന ആവശ്യമായി പഞ്ചാബിലാണ് ഖലിസ്ഥാൻ പ്രസ്ഥാനം ഉയർന്നു വന്നത്. ദിസ് മൂവ്മെന്റ് വാസ് ലെഡഡ് ബൈ ദ എക്സ്ട്രീമിസ്റ്റ് ഫങ്ഷൻസ് ഓഫ് സിഖ് കമ്മ്യൂണിറ്റി. സിഖ് സമൂഹത്തിലെ ഒരു തീവ്ര വിഭാഗമാണ് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. അതിൽ എന്ത് ചെയ്തു, ഇവർ സെപ്പറേറ്റ് നാഷൻ എന്ന ഗോളിൽ എന്ത് ചെയ്തു, പ്രവർത്തിച്ചു. ഈ മില്ലേറ്റ്സ് ഒക്കെ അവിടെ നിന്നിരുന്നത് ഗോൾഡൻ ടെമ്പിൾ എന്ന അമൃത്സറിലാണ് ഇവരൊക്കെ ഒളിച്ചിരുന്നത്. സോ ഇൻ 1985 സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്തു, ഈ ആൾക്കാരെ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോൾഡൻ ടെമ്പിളിലേക്ക് ഒരു ഓപ്പറേഷൻ നടത്തി. ആ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. ഏത് വർഷം മക്കളെ, വർഷം കമ്പനി 1984 മനസ്സിലാക്കിയേക്ക. ഫോളോയിങ് ദീസ് പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി വാസ് അസാസിനേറ്റഡ് ബൈ 2 ഹെർ സിഖ് ബോഡി ഗാർഡ്സ്. അവരുടെ ഇന്ദിരാഗാന്ധിയുടെ ബോഡിഗാർഡ് അംഗരക്ഷകർ എന്ത് ചെയ്തു, ഇവർ വധിച്ചു. ആഫ്റ്റർ ദി ഇന്ദിരാഗാന്ധി അസാസിനേഷൻ ആന്റി സിഖ് റിയോട്ട് ബ്രോക്ക് വേരിയസ് പാർട്ട് ഓഫ് ഇൻ കൺട്രി. ആന്റി എന്ത് ചെയ്തു, പല സ്ഥലങ്ങൾ നടത്തിയിരുന്നു. മെനി ഇന്നസെന്റ് സിഖ് വർ കിൽഡ് ഇൻ ദിസ് റിയോട്ട്. പല കലാപം നിരവധി സിഖുകാർ എന്ത് ചെയ്തു, മരണപ്പെട്ടു. ആഫ്റ്റർ രാജീവ് ഗാന്ധി ആൻഡ് എന്ത് ചെയ്തു, ഹർചൽ സിംഗ് ലോങ്വാൽ എന്ത് ചെയ്തു, സൈൻ ചെയ്തു 1985. അങ്ങനെ എന്ത് ചെയ്തു, ഇതിന് മാറ്റം കൊണ്ടുവന്നത് എൻ്റെ മക്കൾ മനസ്സിലാക്കി വെക്കാം. ഈ ഒരു കാര്യം തീരെ ഈ ചാപ്റ്റർ നമ്മൾ ഒരിക്കലും ഇത് ചോദ്യമൊക്കെ വരുമോ നിങ്ങൾ ചോദിക്കല്ലോ. അങ്ങനെ വരാൻ ചാൻസ് ഉള്ളതാണ് ജമ്മു കാശ്മീരിൽ വിഘടനവാദ പ്രസ്ഥാനം. കാരണം ഈ ആർട്ടിക്കിൾ 370 ഇപ്പം ഇങ്ങനെ നന്നായിട്ട് ചർച്ച വരുന്നതാണ്. സോ ഇതും കൂടി എൻ്റെ മക്കളൊന്ന് പഠിച്ചിട്ട് പോകണം കേട്ടോ. ജമ്മു കാശ്മീർ വിഘടന പ്രസ്ഥാനം നോക്കിക്കോളി. ദ സ്റ്റേറ്റ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ വാസ് എ സ്റ്റേറ്റ് ദാറ്റ് വാസ് ഗ്രാൻഡഡ് സ്പെഷ്യൽ റൈറ്റ് അണ്ടർ ദ ആർട്ടിക്കിൾ 370 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. അഥവാ എന്ത് ചെയ്തു, ഭരണഘടന ആർട്ടിക്കിൾ 370 പ്രകാരം പ്രത്യേക അവകാശങ്ങൾ ലഭിച്ച സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ സംസ്ഥാനം. ഈ സെപ്പറേറ്റലിസ്റ്റ് മൂവ്മെന്റ് ഇൻ ജമ്മു കാശ്മീർ വാർ വർക്കിംഗ് വിത്ത് ദ എയിം ഓഫ് എയ്തർ ഡിവൈഡിംഗ് കാശ്മീർ ഫ്രം ഇന്ത്യ ആൻഡ് മേക്കിംഗ് ഇറ്റ് ഇൻഡിപെൻഡന്റ് നാഷണൽസ് ഓർ ജോയിൻ പാകിസ്ഥാൻ. ജമ്മു കാശ്മീർ വിഘടനവാദ പ്രസ്ഥാനങ്ങൾ കാശ്മീർ ഇന്ത്യയിൽ നിന്ന് വിഭജിച്ച് സ്വതന്ത്ര രാഷ്ട്രമാക്കുക അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ചേരുന്ന ലക്ഷ്യത്തെ പ്രവർത്തിക്കുന്നതാണ് ഈ ജമ്മു കാശ്മീർ വിഘടന പ്രസ്ഥാനം. ദ ആംഡ് ഇഞ്ചുറീസ് ദ ക്യാരിഡ് ഹാവ് റൈസ്ഡ് ദ മേജർ ത്രെറ്റ് ഓഫ് സെക്യൂരിറ്റി
സെക്യൂരിറ്റി, യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് കൺട്രി. അവർ നടത്തുന്ന സായുധ കലാപങ്ങൾ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും ഐക്യത്തിനും അകരുന്ന വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട് മനസ്സിലാക്കി. അപ്പം എന്ത് ചെയ്തു, ദ സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്തു, ഇൻ 2019 ദ സെൻട്രൽ ഗവൺമെന്റ് റിവോക്ക് ദ സ്പെഷ്യൽ റൈറ്റ് ഗ്രാൻഡ് ജമ്മു ആൻഡ് കാശ്മീർ. അന്ന് ജമ്മു കാശ്മീരിന് കൊടുത്ത സ്പെഷ്യൽ റൈറ്റ് ഉണ്ടല്ലോ ആർട്ടിക്കൽ 370, അതെന്ത് ചെയ്തെടുത്തു, ഒഴിവാക്കി. ആർട്ടിക്കിൾ 370 പാസ് ജമ്മു കാശ്മീർ റെക്കഗ്നൈസേഷൻ ആക്ട് അത് ഒഴിവാക്കുകയും അവർക്ക് സ്പെഷ്യൽ റൈറ്റ് ഉണ്ടായിരുന്ന ആ ഒരു സ്റ്റേറ്റിന്റെ അതും ഒഴിവാക്കി. എന്നിട്ട് എന്ത് ചെയ്തു, ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക് എന്ന രീതിയിൽ എന്ത് ചെയ്തു, ടു യൂണിയൻ ടെറിട്ടറി ആക്കി മാറ്റി. In 2024, peaceful election were held in Jammu Kashmir Legislative Assembly. Omar Abdullah, the Jammu Kashmir National Conference leader, formed government chief minister ഒക്കെ എന്ത് ചെയ്തു, ഉണ്ടാക്കി മാറ്റി. സോ ഇത്ര എണ്ണത്തിൽ ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികളുണ്ട്, ആ വെല്ലുവിളികളാണ് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു വെക്കണം. ഒന്ന് കമ്മ്യൂണലിസം ഉണ്ട്, അടുത്താണ് ഇത് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് ഉണ്ട്, കറപ്ഷൻസ് ഉണ്ട്, ക്രിമിനലൈസേഷൻ പോളിസി ഉണ്ട്, ഡിഫക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ ജനാധിപത്യത്തിൽ വെല്ലുവിളികൾ ഉണ്ടാകുക. അതിൽ ഒന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടാണ് കമ്മ്യൂണിസം, വർഗീയത. വാട്ട് ഈസ് കമ്മ്യൂണലിസം എന്ന് ചോദിച്ചാൽ എൻ്റെ മക്കൾ മനസ്സിലാക്കി വെക്കുക, ഇത് എൻ്റെ മക്കൾ പഠിച്ചു വെക്കുക. കമ്മ്യൂണിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ് ദ ഐഡിയാസ് ഓഫ് ഡിവൈഡിങ് പീപ്പിൾ ഓൺ ദ ബേസിസ് ഓഫ് റിലീജിയൻ ആൻഡ് ക്രിയേറ്റിംഗ് സോഷ്യൽ കോൺഫ്ലിക്ട്സ്. വാട്ട് ഈസ് കമ്മ്യൂണിസം? ഒരു ഐഡിയ ആണ്, ഡിവൈഡ് ചെയ്യുക ആരെ, പീപ്പിൾസിനെ ബേസ് ഓഫ് എന്തിൻ്റെ രീതിയിൽ, റിലീജിയൻ്റെയും അതുപോലെ ക്രിയേറ്റിംഗ് സോഷ്യൽ കോൺഫ്ലിക്ട്സും, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുകയും സാമൂഹിക സംഘർഷം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് കമ്മ്യൂണിസം. ഈ കമ്മ്യൂണൽ ഡിവൈഡ് എന്ത് ചെയ്യും, undermines our constitutional values like secularism, social justice, posing threat of the nation unity and integrity. മതേതരത്വം, സാമൂഹിക നീതി തുടങ്ങിയ നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങളെ ദുർബലപ്പെടുത്തുന്ന വർഗീയ വിഭജനം രാജ്യത്തിന്റെ ഐക്യത്തിനും ഐക്യത്തിനും ഭീഷണിയാണ്. കളി ടെൻഷൻസ് ഇൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് റിലേഷൻസ്. അതേപോലെ അടുത്ത പ്രശ്നങ്ങൾ സ്റ്റേറ്റും സെൻട്രലുള്ള റിലേഷൻസ് വലിയ പ്രശ്നമാണ്. അതിലെന്ത് ചെയ്യും, സ്റ്റേറ്റും സെൻട്രലും ഡിവൈഡ് ചെയ്തെങ്കിലും മോർ പവർ ആർക്കാണ്, സെൻട്രലിനാണ്. ഇറ്റ് ആൾസോ എൻഷുർ ദ എന്ത് ചെയ്യുന്നു, സെൻട്രൽ ഗവൺമെന്റ് സം മാറ്റേഴ്സ്, ചില കാര്യങ്ങൾ കേന്ദ്രം മുൻതൂക്കം ഉറപ്പാക്കും. അതെന്ത് ചെയ്യാറുണ്ട്, ചില പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട് മനസ്സിലാക്കിയേക്കാം, സംസ്ഥാന ബന്ധങ്ങൾ. ഇനി അതിൽ തന്നെ ഗവർണറുടെ പങ്ക് എന്താണ് മക്കൾ മനസ്സിലാക്കിയേക്കണം. ഗവർണർ ലെജിസ്ലേറ്റീവ് പവർ ഉണ്ട്, എക്സിക്യൂട്ടീവ് പവർ ഉണ്ട്. അത് ജസ്റ്റ് എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ടൊന്നും എന്ത് ചെയ്യണം, വായിച്ചേച്ച് എന്ത് ചെയ്യണം, എൻ്റെ മക്കൾ പോകണം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ, അഴിമതി നടത്തുന്നത് എന്താണ്, ഇതേപോലെ എന്താണ് ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളാണ് നെപ്പോട്ടിസം കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. ഇലക്ട്രൽ ബോണ്ട് ജസ്റ്റ് അറിഞ്ഞു വെക്കുക. പിന്നെ ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ്, ക്രിമിനൽ വർക്കറിന് എന്ത് ചെയ്യാറുണ്ട്, നടത്താറുണ്ട്, എന്താണ് വലിയ ഇഷ്യൂസ് ആണ് ചെയ്യുന്നത് മക്കൾ മനസ്സിലാക്കി വെക്കുക. കൂറുമാറ്റം എന്ത് ചെയ്യുക, ഒന്ന് അറിഞ്ഞു വെക്കുക കേട്ടോ മക്കൾ, ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. ഈ കൂറുമാറ്റത്തൊക്കെ ഇത്രയേ ഉള്ളൂ. പാർട്ടി സ്ഥാനാർത്ഥി മത്സരിച്ച് ജയിച്ച ശേഷം മറ്റ് തെരഞ്ഞെടുക്കപ്പെടുന്നത് വേറെ ആ പാർട്ടി ഉപയോഗിച്ച് മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നതിനാണ് കൂറുമാറ്റം എന്ന് പറയുക. ഇത് സമയത്ത് വോട്ടർ തങ്ങളുടെ പ്രതിനിധികൾക്ക് അർപ്പിച്ച വിശ്വാസത്തിന്റെ സാഹചര്യം പലപ്പോഴും വഞ്ചിക്കുന്നുണ്ട്. അതൊക്കെ ജനാധിപത്യത്തിലെ വെല്ലുവിളികൾ എന്ത് ചെയ്യുക, എൻ്റെ മക്കളെ അറിഞ്ഞു വെക്കുക. ഇനി അടുത്തതാണ് ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥ അറിയാം. 3 മാർക്ക് ഈ ചാപ്റ്ററിന് ചോദിക്കുക. അതിൽ എൻ്റെ മക്കൾ അറിഞ്ഞു വെക്കേണ്ട സാധനമാണ് ഈ ജനാധിപത്യത്തിൽ, അല്ലെങ്കിൽ ഈ ഹെർബർട്ട് സ്പെൻസർ ആണ് ആദ്യമായിട്ട് സോഷ്യലിസ്റ്റിൽ എന്ത് ചെയ്തത്, ലിവിങ് ഓർഗാനിസമായിട്ട് കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഇതാട്ടോ എന്താണ് സാമൂഹിക വ്യവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആദ്യമായിട്ട് ഹെർബർട്ട് സ്പെൻസറെ കൊണ്ടുവന്നത്. ഹെർബർട്ട് സ്പെൻസറാണ് സമൂഹം ഈസിക്കൽ ടു സാമൂഹിക ജീവിതം, സൊസൈറ്റി ഈക്വൽ ടു സോഷ്യൽ ഓർഗനൈസേഷൻ ആണ്. ഇത് ആരൊക്കെയാണ് സാമൂഹ്യ വ്യവസ്ഥ, ഏതുമായിട്ട് സാമൂഹിക ജീവി ഏതൊക്കെ സമൂഹങ്ങളുടെ ഇതായിട്ട് ഉൾപ്പെടുന്നുണ്ട്, ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷന്, കുടുംബം, വിദ്യാഭ്യാസം, സാമ്പത്തികം, മതം, സർക്കാരൊക്കെ ആയിട്ട് ബന്ധമുണ്ട്. ഇതിലൂടെയാണ് സമൂഹത്തിൽ എന്തുണ്ടാകുന്നത്, കൃത്യമായിട്ട് സ്റ്റെബിലിറ്റിയും ഓർഡറും ഗ്രോത്തും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ വാട്ട് ഈസ് സോഷ്യൽ സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെർബർട്ട് സ്പെൻസർ ആണ് അതിനെക്കുറിച്ച് ആദ്യമായിട്ട് പറഞ്ഞത്. സോഷ്യൽ ഓർഗാനിസമായിട്ട് എന്ത് ചെയ്തത്, കണക്ട് ചെയ്ത് പറഞ്ഞത്. ഈ കാര്യങ്ങൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥയിൽ കൃത്യമായിട്ട് കൊണ്ടുവന്നത് ആരാണ്, നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് GS ഗുരി ആണ്. എന്ത് ചെയ്യുക, എൻ്റെ മക്കൾ മനസ്സിലാക്കി വെക്കുക. ഇനി ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥയുടെ സവിശേഷതകൾ എന്തൊക്കെ പഠിച്ചോളി. ഒന്നെന്താണ്, ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം ഹാസ് ഇവോൾവ്ഡ് ത്രൂ ദ ഹിസ്റ്ററി ആൻഡ് കൾച്ചറൽ റീജിയൻ. ചരിത്രവും സാംസ്കാരികവും മതപരമായ സംവിധാനങ്ങളുടെ ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥ രൂപപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ഡൈവേഴ്സിറ്റി ഓഫ് കാസ്റ്റ് ആൻഡ് റിലീജിയൻ, ലാംഗ്വേജ് ആൻഡ് ട്രൈബ് ആൻഡ് കൾച്ചർ ഫോം ഇസ് ബാക്ക് ബോൺ. ജാതി, മതം, ഭാഷ, ഗോത്രം, സംസ്കാരം എന്നിവ വൈവിധ്യമാണ് ഇന്ത്യയുടെ നട്ടെല്ല്. നോക്കിയാലോ, ഇന്ത്യയുടെ ജാതികളുടെ വ്യവസ്ഥകളാണ് ഇത്രയും പ്രത്യേകത. എന്ത് ചരിത്രം, സംസ്കാരം, മതങ്ങളിലൂടെയാണ് ഇന്ത്യ സവിശേഷത ഉണ്ടെങ്കിലും വൈവിധ്യം ചേർന്നത് ഈ 4 കാര്യങ്ങളാണ്. ഈ 4 കാര്യത്തിൽ ഏതെങ്കിലും ഒന്നാണ് എൻ്റെ മക്കൾക്ക് എക്സാം ചോദിക്കാം. നോക്കിക്കോളി, എൻ്റെ മക്കൾ ഉറപ്പിച്ചോളി, ഈ പ്രാവശ്യം എൻ്റെ മക്കൾ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഒന്നെങ്കിൽ മതം ചോദിക്കും, മതം ഈസ് ഇമ്പോർട്ടൻറ്റ്, അല്ലെങ്കിൽ ഗോത്ര സമൂഹങ്ങൾ. എൻ്റെ മനസ്സ് പറയുന്നു ഗോത്ര സമൂഹങ്ങൾ എൻ്റെ മക്കൾ കൃത്യമായിട്ട് പഠിച്ചു പോവാം. നോക്കളി, ജാതി വ്യവസ്ഥ എടുക്കുകയാണ്. ജാതി വ്യവസ്ഥകൾ എടുക്കുകയാണെങ്കിൽ നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥകളുടെ പ്രധാന സവിശേഷതകൾ എങ്ങനെ, ഇന്ത്യയിൽ ജാതി വ്യവസ്ഥകൾ മൊത്തം ഈ 4-5 കാറ്റഗറികളായിട്ട് ഡിവൈഡ് ചെയ്തിന്. സോഷ്യൽ ഹയറാർക്കി ഉണ്ട്, ഡിവിഷൻ ഓഫ് ലേബേഴ്സ് ഉണ്ട്, സോഷ്യൽ കൺട്രോൾ ആൻഡ് ഓർഡേഴ്സ് ഉണ്ട്, റെസ്ട്രിക്ഷൻ ഓൺ മാരേജ് ആൻഡ് ഇൻഇക്വാലിറ്റി ആൻഡ് മാർജിനലൈസേഷൻ എന്ന് പറഞ്ഞ ഓർഡറിൽ ഇതിന് മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് എൻ്റെ മക്കൾ പഠിച്ചു വെക്കുക. ഇങ്ങനെ അത് മൊത്തമായിട്ട് ഇവിടെ നിന്ന് ഷോർട്ടാക്കി തരാം. നോക്കളി, ഇന്ത്യയിൽ ജാതി വ്യവസ്ഥയുടെ പ്രത്യേകത
സോഷ്യൽ ഹൈറാർക്കി, അതേപോലെ എന്ത് ഇതാക്കിയിട്ടുണ്ട്, തൊഴിൽ വിഭജനം ഉണ്ട്, അതായത് സ്വഗണ എൻഡോഗമി വിഭാഗങ്ങളെ പറ്റുമായിരുന്നുള്ളൂ. സോഷ്യൽ കൺട്രോളുകൾ ഉണ്ടായിരുന്നു, അന്ന് ജാതിവ്യവസ്ഥകളുണ്ടായി, അസമത്വം ഉണ്ടായി. നിങ്ങൾ ഇത് ചോദിക്കാം, കാസ്റ്റ് സിസ്റ്റം ചോദിക്കുകയാണെങ്കിൽ ഈ പോയിന്റ് ഇല്ലേ, ഈ പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്ത് വലിച്ചു നീട്ടി അടിപൊളിയാക്കിയാൽ മതി. ഇതിൻ്റെ എഫക്റ്റുകൾ എന്തെയ്യുന്നു, കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ നോ സോഷ്യൽ മൊബിലിറ്റി ഉണ്ട്, സാമൂഹിക ചലനാത്മകത കൃത്യമായിട്ടില്ലേ, അൺടച്ചബിലിറ്റി എന്ന് പറഞ്ഞ സാധനം അവിടെ കൊണ്ടുവന്ന് നിയമം കൊണ്ട് അത് നിരോധിച്ചു. പിന്നെ സോഷ്യൽ റിഫോംസ് ആൻഡ് മൂവ്മെന്റ്സ്, സാമൂഹിക നവോത്ഥാന പ്രസ്ഥാനങ്ങളും, അതേപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ എൻഷുർ ഈക്വാലിറ്റി, ഭരണഘടന സമത്വം എന്ത് ചെയ്തിരുന്നു ഈ കാസ്റ്റ് സിസ്റ്റത്തിലൂടെ ഉണ്ടായിരുന്നു എന്ത് ചെയ്യുക എൻ്റെ മക്കൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞാൽ കാസ്റ്റ് സിസ്റ്റം കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസലാണ് ട്രൈബൽ, ഗോത്രവർഗം. മക്കളെ ഗോത്രവർഗം എൻ്റെ മക്കളെ കൃത്യമായിട്ട് നോക്കണം. ട്രൈബൽ സൊസൈറ്റിയിൽ പല പല മാറ്റങ്ങളുണ്ട്. ആ ട്രൈബൽ സൊസൈറ്റിൻ്റെ മൊത്തം മാറ്റങ്ങൾ ഞാൻ ഒന്നിലേക്ക് ആക്കി നോക്കട്ടെ. പഠിച്ചേക്കുക, ജനസംഖ്യയിൽ 8.6% 2011 എന്താണ് ഈ ഗോത്ര സമൂഹക്കാരാണ്. ഇവരെപ്പോൾ എന്താണ് ക്ലോസ് ടു നാച്ചുറാണ്, സസ്റ്റൈനബിൾ ലൈഫ് വർക്ക് ഉണ്ടായിരുന്നു, പ്രൊട്ടക്റ്റ് ഫോറസ്റ്റ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി കൃത്യമായിട്ട് കൊണ്ടുവന്നിരുന്നു. ഇവർ ലാംഗ്വേജിലാട്ടെ, കസ്റ്റംസിലാട്ടെ, ആർട്ട് ആൻഡ് കൾച്ചറിലാട്ടെ സ്ട്രഗിൾ അഗെയിൻസ്റ്റ് ഇനിക്വാലിറ്റി, വന്യജൈവ വൈവിധ്യ സംരക്ഷണം, തനത് ഭാഷാചാരങ്ങളും അസമത്തിനെതിരെ പോരാട്ടങ്ങളൊക്കെ ആ കാലത്ത് ഗോത്ര സമൂഹങ്ങൾ ചെയ്തിരുന്നു. എൻ്റെ മക്കള് ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാത്തിലും ഒരു 3 പോയിന്റ് ഏത് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ മക്കൾക്ക് എഴുതാൻ പറ്റിയ രീതിയിൽ 3 പോയിന്റുകൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചേച്ച് വെക്കുക, സെറ്റാക്കിയിട്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, മാറ്റണം. ചിലപ്പം എൻ്റെ മക്കൾ ഇതും കൂടി ഒന്ന് അറിഞ്ഞേക്കാം, എന്താണ് ദേശീയോദ്ഗ്രഥനം. ഈ ചാപ്റ്ററുകളിൽ ദേശീയോദ്ഗ്രഥനങ്ങൾ പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും നാച്ചുറൽസ് യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി ഉണ്ട്, നാനാത്വത്തിൽ ഏകത്വം വളർത്തിയിട്ടുണ്ട്, മാത്രമല്ല സാമൂഹിക ഐക്യം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നു, മാത്രമല്ല ദേശീയ സ്വത്വം വികസിപ്പിച്ചിട്ടുണ്ട്, ഡെവലപ്പ് നാഷണൽ ഐഡന്റിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്, സാമൂഹിക വികസനത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, ജനാധിപത്യ ഭരണക്രമത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, ശക്തിപ്പെടുത്തിയിട്ടുണ്ട്, ബൗദ്ധത നേടുന്ന വെല്ലുവിളികളെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യുക, എൻ്റെ മക്കൾ മനസ്സിലാക്കിയിട്ട് വെക്കാം. സോ ദിസ് ഓൾസോ ദിസ് ചാപ്റ്റർ. ഈ ചാപ്റ്റർ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞു. ഞാൻ വേഗത്തിലൊന്ന് ഓടിച്ചു പോയത്, നമ്മൾ 12 മണിക്കൂറിലേക്ക് എത്താനായി. സോ അടുത്തതായിട്ട് ഞാൻ JC സാറോട് വിളിച്ച് കഴിയാണ്. അപ്പം ഇനി നമുക്ക് വെറും 2 ചാപ്റ്റർ കൂടിയുള്ളൂ. ആ 2 ചാപ്റ്ററുകൾ കഴിഞ്ഞാൽ കംപ്ലീറ്റഡ് ആയി. സോ നമുക്ക് എങ്ങനെ JC സാറെ വിളിക്കാം. അപ്പം ഈ ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞ സാധനങ്ങൾ നന്നായിട്ട് നോക്കണേ. ഒന്നിൻ്റെ മക്കൾ പഠിച്ചു വെക്കണ്ടേ ഈ ചാപ്റ്ററിന് കേട്ടോ, ഒന്ന് നോക്കിക്കോളേ. ഈ ചാപ്റ്റർ നമ്മൾ ഒരു വട്ടം വൃത്തിയിലെടുത്തതാട്ടോ. നിങ്ങൾ ജസ്റ്റ് ഈ ചാപ്റ്റർ എന്താ അടിച്ചു വയ്ക്കാൻ മതി, ദ ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം ബൈ സൈലം അമീൻ സാർ അടിച്ചു വയ്ക്കാൻ കിട്ടും. ഓക്കെ, നോക്കിക്കോളേ. ഇത് നിങ്ങൾ ആദ്യം അറിഞ്ഞു വെക്കേണ്ടതാണ് എന്താണ് സാമൂഹ്യ വ്യവസ്ഥ. ഞാൻ പറഞ്ഞല്ലോ, അത് ചോദിക്കും മാറ്റി സാമൂഹ്യ വ്യവസ്ഥ. അതിൽ ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥയുടെ പ്രത്യേകത ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയേക്കുക. അതിൽ ഇത്രയും കാര്യങ്ങളുണ്ട്. അതിൽ ഗോത്രവും മതം നന്നായിട്ട് നോക്കി വെക്കുക. ഏതെങ്കിലും ഒന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഗോത്രം മതം എന്ത് ചെയ്യാൻ മക്കൾ നന്നായിട്ട് വെച്ചേക്കാം. ഇന്ത്യൻ ജാതി വ്യവസ്ഥ നിങ്ങൾക്ക് അറിയാലോ. ഇന്ത്യൻ ജാതി വ്യവസ്ഥ ഞാൻ പക്കാ ഷോർട്ടാക്കി തന്നു. ഇന്ത്യൻ ജാതി വ്യവസ്ഥയിൽ എൻ്റെ മക്കൾ അറിഞ്ഞു വെക്കേണ്ടത് പോയിന്റ് വരുമ്പോൾ കാസ്റ്റ് സിസ്റ്റത്തിൽ ഈ പോയിന്റ് വെച്ചിട്ട് നിങ്ങളായിട്ട് എന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി. എക്സ്പാൻഡ് ചെയ്തിട്ട് എൻ്റെ മക്കൾ കൃത്യമായിട്ട് എഴുതി വെച്ചാൽ മതി. ഓക്കെ, സോ 8 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ 12 മണിക്കൂർ കഴിയും. 12 മണിക്കൂർ കഴിഞ്ഞ് എൻ്റെ മക്കളെ എല്ലാവരുടെ കത്തിച്ച് ഫയർ ഇടണം. സോ എൻ്റെ ലാസ്റ്റത്തെ സോഷ്യൽ സയൻസ് ക്ലാസ് നാളത്തും കൂടി ഉണ്ട്. ഇന്ന് മാത്രമല്ല നാളെ കൂടി ഉണ്ടല്ലോ. അവിടെ എന്ത് കംപ്ലീറ്റഡ് ആവുമെന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക് യു സോ മച്ച്, ലവ് യു ഓൾ. അപ്പോൾ അടിപൊളിയായിട്ട് എൻ്റെ മക്കളെ പഠിക്കുക, നല്ല മക്കളാവുക. സോ അടുത്തതായിട്ട് ഞാൻ JC സാർ ഇങ്ങോട്ടേക്ക് വിളിക്കുകയാണ്. സോ മക്കളെ നിങ്ങൾക്ക് എല്ലാ നോട്ടും തരും കേട്ടോ. ഇവിടെ നമ്മൾ ഷോർട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ നോട്ട് ഫുൾ ഉണ്ടാവും. ആ നോട്ട് മൊത്തം എന്ത് ചെയ്യുക, എൻ്റെ മക്കൾ നോക്കിയിട്ട് പഠിക്കാം കേട്ടോ. ലൈക്ക് ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച്. സോ JC സാറിൻ്റെ ലാസ്റ്റ് ചാപ്റ്റർ. ഓക്കെ JC സാർ കമോൺ. आ गया दिल को रागे JC सर आ गया. JC സർ വരൂ. എന്താ വരാത്തെ? ഇവിടെ കേറിക്കൂടി നിങ്ങൾ കാണാനല്ല ലുക്ക് ഉണ്ട്. വാ 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 കേറി JC സർ. യെസ് മക്കളെ റെഡി ഓക്കെ ആണോ, സെറ്റ് ആണോ, റെഡി ഓക്കെ ആണോ, സെറ്റ് ആണോ, ഓക്കെ ആണോ, സെറ്റ് ആണോ, റെഡി നമുക്ക് തുടങ്ങിയാലോ. യെസ് ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? യെസ് റെഡി.
യെസ് മക്കളെ, ഓക്കെ റെഡി. സെറ്റ് 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 ഇപ്പോൾ റെഡി ആക്കട്ടോ. ലൈക്ക് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ. ലൈക്ക് ചെയ്യാത്ത കുഞ്ഞുങ്ങളൊക്കെ തന്നെ ലൈക്ക് ചെയ്യാട്ടോ. യെസ് മക്കളെ, ലൈക്ക് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതാ നമ്മൾ തുടങ്ങി, നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. യെസ്, ഇവിടെ നോക്കണേ. ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, റെഡി. യെസ്. ഓക്കെ റെഡി. സെറ്റ് അല്ല മക്കളെ? ഓക്കെ റെഡി, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെഡി. സ്റ്റാർട്ട് ചെയ്യാം. യെസ്, ഓക്കെ. സെറ്റ്. സോ സെറ്റ് അല്ലേ? യെസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? യെസ്, റെഡി. ഒറ്റ മിനിറ്റ് മക്കളെ, ഒറ്റ മിനിറ്റ്. സോ യെസ്, റെഡി. ഓക്കെ റെഡി, സെറ്റ് അല്ലേ? അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒരു ചെറിയൊരു വാരം ഉണ്ടാവണേ. റെഡി. ഓക്കെ റെഡി. സോ നമുക്ക് നോക്കാം. സോ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ദ ഗ്ലിംബസസ് ഓഫ് ഫ്രീ ഇന്ത്യ, അല്ലെങ്കിൽ സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. മക്കൾ ശ്രദ്ധിക്കണേ, അത്യാവശ്യം നല്ല ഒരു പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. നിങ്ങൾ നോക്കിയാൽ മതി. പ്രധാനമായിട്ട് നമുക്ക് എക്സാമിനകത്ത് കുറച്ച് മാർക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അത്യാവശ്യം ഒരു നല്ലൊരു മാർക്കിന് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇപ്പം പറയുകയാണെങ്കിൽ ദേ പിടിച്ചോ നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ ഒറ്റ മിനിറ്റ് മക്കളെ, ഒറ്റ മിനിറ്റ് കേട്ടോ. നമുക്ക് മൊത്തത്തിലുള്ള മാർക്കുമായി ബന്ധപ്പെട്ട ഒരു സാധനം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. യെസ്, മക്കൾസെ നോക്കിക്കോളൂ. ഈ ഒരു ചാപ്റ്ററിന് നമുക്ക് വരുന്ന യെസ് റെഡിയാണ്. നമുക്ക് ഇതിൽ വരുന്നത് മൊത്തം 4 മാർക്കാണ്. 4 മാർക്കിൽ ഇതേപോലെ തന്നെ 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനും അതേപോലെ തന്നെ 1 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനും കേട്ടോ. അപ്പോൾ നോക്കണം, 4 മാർക്കാണ് ടോട്ടൽ നമുക്ക് കിട്ടുന്നത്. ഇതിനകത്ത് ടോട്ടലുള്ള മാർക്ക് എന്ന് പറയുന്നത് 4 ആ 4 എണ്ണത്തിൽ 1 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനും അതേപോലെ തന്നെ വരുന്നത് പിന്നെ ഒരു 3 മാർക്കിൻ്റെ കേട്ടോ. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത്, അങ്ങനെയാണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം, ഇതിനകത്ത് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇതോ നോക്കിക്കോ മക്കളെ, ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ. ഒന്ന്, ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ് നമ്മൾ പഠിച്ചു വെച്ചോണം. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന് പറയുന്ന ഒരു പോർഷൻ നമ്മൾ പഠിച്ചു വെച്ചോണം. പിന്നെ റീ ഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ് ഓൺ എ ലിംഗ്വിസ്റ്റിക് ബേസിസ്, ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന എന്ന് പറയുന്ന ഒരു ഭാഗം പഠിച്ചു വെച്ചോണം. അതുപോലെ എഡ്യൂക്കേഷൻ കമ്മീഷൻസ്, വിദ്യാഭ്യാസ കമ്മീഷനുകളെ കുറിച്ച് എന്ത് ചെയ്യണം, പഠിച്ചു വെച്ചോണം. സ്പേസ് റിസർച്ച് അല്ലെങ്കിൽ ബഹിരാകാശ ഗവേഷണത്തിനെ കുറിച്ച് പഠിച്ചു വെച്ചോണം. അതേപോലെ ഇന്ത്യാസ് ഫോറിൻ പോളിസി, വിദേശ നയത്തിനെ കുറിച്ച് പഠിക്കണം. പിന്നെ കേരള ലാൻഡ് റിഫോംസിൽ ഒന്ന് കേരള ലാൻഡ് റിഫോംസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ,
ഈ രണ്ടെണ്ണം. കാരണം ഇതിനകത്ത് ഹെൽത്ത് കെയർ കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ഹെൽത്ത് കെയർ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചു, ഇത് മോഡലിൽ ഹെൽത്ത് കെയർ ചോദിച്ചു. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും, ഒന്നുകിൽ ഇതുപോലെ തന്നെ ഇനി എഡ്യൂക്കേഷൻ ചോദിക്കാം, എഡ്യൂക്കേഷനിലുള്ള കേരളത്തിൻ്റെ ഇമ്പോർട്ടൻസ് ചോദിക്കാം, അച്ചീവ്മെൻറ്റ്സുകൾ ചോദിക്കാം, അല്ലെങ്കിൽ നേട്ടങ്ങൾ ചോദിക്കാം. അതല്ലെങ്കിൽ ലാൻഡ് റിഫോംസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാം കേട്ടോ. ഇപ്പോൾ വേറൊരു കാര്യം കൂടി നമുക്ക് പറയാനുണ്ട്, ഹെൽത്ത് കെയർ വേണമെങ്കിൽ ഈ രണ്ടാമതും ചോദിക്കാം, അതിനൊക്കെ സാധ്യതകളുണ്ട്. പറഞ്ഞല്ലോ, മോഡലിൽ ചോദിച്ച ചോദ്യം മെയിൻ എക്സാമിന് ചോദിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അതന്നെ ചോദിക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പ്രധാനമായിട്ട് ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ് തന്നെ എന്ത് ചെയ്യാം നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ത്യ ഇതേപോലെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആവുകയല്ലേ. എല്ലാവർക്കും അറിയാം ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആവുന്നു. ആ ഇൻഡിപെൻഡൻ്റ് ആയിരുന്ന സമയത്ത് പ്രധാനമായിട്ട് ബ്രിട്ടീഷേഴ്സ് ഇതേപോലെ തന്നെ ഇന്ത്യയെ ഡിവൈഡ് ചെയ്ത് പോവുകയാണ്. സോ അന്ന് ഏറ്റവും മെയിനായിട്ട് ഡിവൈഡ് ചെയ്ത ആളുടെ, ഇന്ത്യയുടെ ബോർഡർ ഇതുപോലെ തന്നെ വരച്ചിട്ടുള്ള ആളുടെ പേരാണ് റാഡ്ക്ലിഫ് എന്ന് പറയുന്നത് അല്ലേ. എല്ലാവർക്കും അറിയാം റാഡ്ക്ലിഫ് ആണ് അന്നത്തെ നമ്മുടെ ബൗണ്ടറി എന്ത് ചെയ്തിട്ടുണ്ട്, ഇതുപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ. നിങ്ങൾ നോക്ക്, ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആയ സമയത്ത് മെയിനായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ മൈഗ്രേഷൻ, ഇതേപോലെ തന്നെ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അതേപോലെ തന്നെ ഇന്ത്യയിലേക്കും, കൂടാതെ ബംഗ്ലാദേശ്, അതായത് ഇന്ന് കാണുന്ന ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ വെസ്റ്റ് പാകിസ്ഥാനാണ്. അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈസ്റ്റ് പാകിസ്ഥാനാണ്. ഈസ്റ്റ് പാകിസ്ഥാൻ അന്ന് ഇന്ത്യ ഡിവൈഡ് ചെയ്ത സമയത്ത്, ഇതുപോലെ തന്നെ ഇന്ത്യയും പാകിസ്ഥാനും ഡിവൈഡ് ചെയ്ത സമയത്ത് ഈ ഒരു ഭാഗം ഇതുപോലെ തന്നെ പാകിസ്ഥാന് കൊടുത്താണ് അല്ലേ. നമ്മൾ ഇന്ന് കാണുന്ന ഈ ഒരു പോർഷൻ ഇതേപോലെ എന്താണ് പാകിസ്ഥാന് കൊടുത്താണ്. അത് വെസ്റ്റ് പാകിസ്ഥാൻ, അതാണ് ഇത് വെസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ്. അതേപോലെ തന്നെ ഇപ്പുറത്തെ ഭാഗത്താണ് ഇത് ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് അല്ലേ. രണ്ട് പ്രധാനപ്പെട്ട പോർഷൻസ് കൊടുത്താണ്. അപ്പോൾ ഇത് പിന്നീട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് പിന്നീട് സ്വതന്ത്രമായി, ഈസ്റ്റേൺ പാകിസ്ഥാൻ പിന്നീട് സ്വതന്ത്രമായി നമ്മുടെ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യമായി മാറുകയാണ് അല്ലേ. അപ്പോൾ ഈ വെസ്റ്റേൺ പാകിസ്ഥാനിൽ നിന്നും മാറിയിട്ട് ഇവരെന്ത് ചെയ്യാണ്, ഒറ്റയ്ക്ക് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, വൈ വാസ് ദർ ഈസ് നോ മാക്സ് എക്സോഡസ് ഇൻ ബംഗാൾ ലൈക്ക് വാട്ട് ഹാപ്പൻഡ് ഇൻ പഞ്ചാബ് ഡ്യൂറിംഗ് ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. മകളെ, ഇന്ത്യ പാകിസ്ഥാൻ വിഭജന സമയത്ത് പഞ്ചാബിൽ സംഭവിച്ചതുപോലുള്ള ഒരു കൂട്ടപലായനം ബംഗാളിൽ ഉണ്ടാകാതിരുന്നതിന്റെ കാരണം എന്താണ്? അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്ന ഇന്ത്യയും പാകിസ്ഥാനും ഡിവൈഡ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും, ഇതേപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും, അതായത് ഇന്ത്യയിൽ നിന്ന് കുറെ ആൾക്കാർ പാകിസ്ഥാനിലേക്കും, പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കൂട്ടമായിട്ടുള്ള പലായനം എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. അതായത് ഭയങ്കരമായിട്ട് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മൈഗ്രേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, നടത്തുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്, നടത്തുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടും നടത്തുന്നുണ്ട്, അവിടുന്ന് ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. അപ്പോൾ മക്കളെ, അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു മൈഗ്രേഷൻ അതായത് ഇവിടെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ കൂട്ടക്കൊലകൾ നടക്കുന്നുണ്ട്, മസാക്കേഴ്സ് നടക്കുന്നുണ്ട്, വർഗീയ കലാപങ്ങൾ നടക്കുന്നുണ്ട്, റൈറ്റ്സുകൾ അല്ലെങ്കിൽ മസാക്കേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. സോ അങ്ങനെ ഒരു സംഭവം ആക്ച്വലി എവിടെ ഇല്ലായിരുന്നു, ഈ പറഞ്ഞ ഈസ്റ്റ് പാകിസ്ഥാൻ അല്ലെങ്കിൽ കിഴക്കൻ പാകിസ്ഥാനിൽ അങ്ങനെയൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ റീസൺ എന്തായിരിക്കാം, നമുക്ക് അതാണ് ചോദിച്ചത്, എന്തുകൊണ്ട് ഈസ്റ്റ് പാകിസ്ഥാനിൽ ഉണ്ടാവുന്നില്ല. അപ്പോൾ മക്കൾ മനസ്സിലാക്കേണ്ടത്, ഇന്നത്തെ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ അവിടെ സംസാരിക്കുന്ന ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ബംഗാളിയാണ്. അപ്പോൾ നിങ്ങൾ നോക്കുന്നത്, ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മുടെ ബംഗാൾ എന്ന് പറയുന്ന സ്ഥലം ഉണ്ടല്ലോ. അപ്പോൾ ഇത് ഒക്കെ കൂടി അന്നൊരു ബംഗാൾ എന്നുള്ളൊരു സ്വത്വമാണ് എന്ത് ചെയ്തത്, മെയിനായിട്ട് കൊണ്ടുപോയിട്ട്. അതായത് ഈ കൊൽക്കത്ത നിങ്ങൾ കാണുന്നില്ലേ, കൊൽക്കത്തയൊക്കെ ബംഗാളാണ്. അപ്പോൾ ഈ ഒരു പ്രദേശം മൊത്തം പഴയ ബംഗാൾ കേട്ടോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെയൊക്കെ ആൾക്കാർ തമ്മിൽ സംസാരിക്കുന്ന ഭാഷ എന്ന് പറഞ്ഞാൽ ബംഗാളിയാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ശരിക്കും നോക്കിയാൽ, ഇപ്പോൾ നമ്മുടെ ബംഗ്ലാദേശിലുള്ള ആളുകളും നിലവിലിപ്പോഴുള്ള ബംഗാളിലുള്ള ആൾക്കാരും അവർ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, അവരൊക്കെ ഒരേപോലെ തന്നെ എന്താണ് ഉള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കണം, എന്തുകൊണ്ട് ഇതുപോലെ തന്നെ ഈ ഒരു ബംഗ്ലാദേശിനകത്ത് അല്ലെങ്കിൽ നിലവിലെ ഈസ്റ്റേൺ പാകിസ്ഥാൻ അല്ലെ, പഴയ ഈസ്റ്റേൺ പാകിസ്ഥാനകത്ത് എന്തുകൊണ്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായില്ല. അതിൽ ഒന്നാമത്തെ നോക്കുക മക്കളെ, ഫസ്റ്റ് വൺ പോയിന്റ് പറയുന്നുണ്ട്, ഒന്ന് സെക്യുലർ നാഷണലിസം ആണ്. ഫസ്റ്റ് വൺ എന്താണ്, സെക്യുലർ നാഷണലിസം ഡെവലപ്ഡ് ത്രൂ ദ മൂവ്മെന്റ് അഗേൻസ്റ്റ് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ ഇൻ 1905. മക്കൾ ശ്രദ്ധിക്കണം, ഈ ബംഗാളിനെ ബ്രിട്ടീഷുകാരുടെ സമയത്ത്, അതായത് 1905 ബംഗാളിനെ ബ്രിട്ടീഷേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ തന്നെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 1905 ബംഗാളിനെ ഇതുപോലെ തന്നെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതുപോലെ തന്നെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് അങ്ങനെ വർഗീയമായി ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ഓൾറെഡി അറിയാം, ഇതുപോലെ തന്നെ ബ്രിട്ടീഷേഴ്സിന്റെ പ്രധാനപ്പെട്ട ഒരു പാർട്ടീഷൻ അല്ലെങ്കിൽ വിഭജനം നന്നായിട്ട് അനുഭവിച്ച ആൾക്കാരാണ് ആര്, ഈസ്റ്റേൺ പാകിസ്ഥാൻ അല്ലെങ്കിൽ കിഴക്കൻ പാകിസ്ഥാനിലുള്ള ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു സെക്യുലർ നാഷണലിസം അന്ന് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഒരുമിച്ച് നിൽക്കണം എന്ന് പറയുന്ന ഒരു ഇത് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഒന്നാമത്തെ സാധനം കേട്ടോ. അപ്പോൾ ഒന്നാമത്തത് സെക്യുലർ നാഷണലിസം. ഫസ്റ്റ് വൺ ഇതേപോലെ തന്നെ മതനിരപേക്ഷതയിലൂന്നിയ ദേശീയത, ഇതാണ് ഒന്നാമത്തത്. ഇനി മക്കൾസെ നോക്കിക്കോളൂ, രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ലിംഗ്വിസ്റ്റിക് യൂണിറ്റിയാണ്. രണ്ടാമത്താണ് ഇത് ലിംഗ്വിസ്റ്റിക് യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഭാഷാപരമായിട്ടുള്ള ഐക്യമാണ് ഇത്
ലിംഗ്വിസ്റ്റിക് യൂണിറ്റി, ഭാഷാപരമായിട്ടുള്ള ഐക്യം. ഭാഷാപരമായ ഐക്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കുക, ഇവിടെ രണ്ട് പിക്ചേഴ്സ് ഉണ്ട്. എ എന്ന് പറയുന്ന ഒരു പിക്ചറുണ്ട്, ബി എന്ന് പറയുന്ന പിക്ചറുണ്ട്. മക്കളെ ഇത് ആക്ച്വലി രണ്ട് രാജ്യത്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിനകത്ത് ഒരു പിക്ചർ ഏത് പിക്ചറാണെന്ന് ഞാൻ പറയുന്നില്ല, ഒരു പിക്ചർ കാണിക്കുന്നത് ഇന്ന് ഇന്ത്യയുടെ കൂടെയുള്ള ബംഗാൾ എന്ന് പറയുന്ന സ്റ്റേറ്റും, മറ്റൊരു പിക്ചർ ഇതുപോലെ തന്നെ കാണിക്കുന്നത് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തുള്ള ആൾക്കാരുമാണ്. നിങ്ങൾ നോക്കി ഈ പിക്ചറിനകത്ത് നമ്മൾ ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ ആളുകളുടെ ഡ്രസ്സ് ആയിക്കോട്ടെ, ആളുകളുടെ ഇതുപോലെ തന്നെ ശരീര പ്രകൃതമായിക്കോട്ടെ, ഇതൊക്കെ നോക്കുന്ന സമയത്ത് എന്തെങ്കിലും വലിയ വ്യത്യാസങ്ങളുണ്ടോ? ഒരു വ്യത്യാസങ്ങളും ഇല്ല. ദാറ്റ് മീൻസ് ഇവരൊക്കെ എന്താണ്, ഒരേ ഭാഷ സംസാരിക്കുന്ന, കാണാനൊക്കെ ഒരേപോലെയുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവരൊക്കെ തമ്മിൽ എന്തുണ്ടായിരുന്നു? ഒരു ലിംഗ്വിസ്റ്റിക് യൂണിറ്റി ഉണ്ടായിരുന്നു. അതായത് ഈ പറയുന്ന ഭാഷാപരമായിട്ടുള്ള ഒരു ഐക്യം ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ ആലോചിച്ചാൽ ഇപ്പം നമ്മൾ കേരളത്തിലുള്ള ആൾക്കാരാണ്, കേരളത്തിനെ രണ്ടായിട്ട് മുറിക്കുകയാണ്. കേരളത്തിൻ്റെ ഒരു ഭാഗം മറ്റൊരു രാജ്യത്തിന് കൊടുക്കുന്നു, പിന്നെ ഇതേപോലെ തന്നെ മറ്റൊരു ഭാഗം ഇതുപോലെ വേറൊരു രാജ്യത്തിന് കൊടുക്കുന്നു. സ്വാഭാവികമായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്, എങ്ങനെ മുറിച്ച് നമ്മളെ കേരളത്തിനെ രണ്ട് ഭാഗമാക്കി കൊടുത്താലും മലയാളം സംസാരിക്കുന്ന ആൾക്കാർ തമ്മിൽ എന്തായാലും ഒരു ഐക്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതേപോലെ ഒരു ഐക്യം ഇതേപോലെ എന്ത് ചെയ്യുന്നു, അവിടെ തമ്മിലും ഉണ്ടായിരുന്നു, ആ ബംഗാളി സംസാരിക്കുന്ന ആൾക്കാർ തമ്മിൽ. ഇനി അത് കൂടാതെ മൂന്നാമത്തത് ബ്രഹ്മപുത്ര റിവർ ആണ്. ഈ പറഞ്ഞ ബ്രഹ്മപുത്ര നദിയും പ്രധാനപ്പെട്ട അതിന്റെ പോഷക നദികളും. സോ ദ ബ്രഹ്മപുത്ര റിവർ ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ് ഹിൻഡഡ് ദ സഡൻ മൈഗ്രേഷൻ ടു ബോത്ത് ദ കൺട്രീസ്. അല്ലെ, ബ്രഹ്മപുത്ര നദിയും അവയുടെ പോഷക നദികളും ഇരു രാജ്യങ്ങളിലേക്കുമുള്ള പെട്ടെന്നുള്ള തുടർ പലായനത്തിന് വിഘാതമായിട്ടുണ്ട്. അപ്പോൾ ഓർത്ത് വെച്ചോളൂ, അത് എന്താണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മക്കളെ ശ്രദ്ധിച്ചോ, നിങ്ങൾ ഈ ഒരു പ്രധാനപ്പെട്ട മാപ്പ് ശ്രദ്ധിച്ചോ. ഈ മാപ്പ് നമ്മുടെ ഇന്നത്തെ ബംഗ്ലാദേശിന്റെ മാപ്പാണ്. പഴയ ഈസ്റ്റേൺ പാകിസ്ഥാൻ കണ്ടോ, നിങ്ങൾ നോക്കി കണ്ടോ, ഇതാണ് പഴയ ഈസ്റ്റേൺ പാകിസ്ഥാൻ അല്ലെങ്കിൽ നമ്മുടെ ബംഗ്ലാദേശ്, ഇന്നത്തെ ബംഗ്ലാദേശ്. ഇതിനകത്ത് നിങ്ങൾ കണ്ടോ, ഇവിടെയാണ് ധാക്ക എന്ന് പറയുന്നത് ഈ ഒരു സ്ഥലത്താണ്. ധാക്കയാണല്ലോ അവരുടെ പ്രധാനപ്പെട്ട ക്യാപിറ്റൽ. അതായത് ഈ ഒരു രാജ്യത്തിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അതായത് അവർ താമസിക്കുന്ന പ്രധാനപ്പെട്ട ഏരിയ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ധാക്ക പ്രദേശത്താണ്. ഇവിടെയാണ് കൂട്ടമായിട്ട് എന്ത് ചെയ്യുന്നത്, ആൾക്കാർ ഇവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണേ, ഇവിടെ കണ്ടോ, ഇതിലെങ്ങനെ ബ്രഹ്മപുത്ര റിവർ ഇങ്ങനെ ഒഴുകുന്നുണ്ട്, ഗംഗ ഇതിലെങ്ങനെ ഒഴുകുന്നുണ്ട്, അതേപോലെ തന്നെ മറ്റുള്ള ചില നദികൾ, ഗംഗയുടെ പോഷക നദികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഈ പറയുന്ന നമ്മുടെ ഇന്ത്യ ഇവിടെയാണ് നമ്മുടെ ഇന്ത്യ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതിലെ ഇങ്ങനെ ഈ പറയുന്ന നദികളൊക്കെ കടന്ന് ഇന്ത്യയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അത് ഒരു റിസ്കി ടാസ്ക് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തില്ല, ആൾക്കാരൊന്നും ഇവിടുന്ന് നേരെ ഇന്ത്യയിലേക്ക് കയറാൻ എന്ത് ചെയ്തിട്ടില്ല, അന്ന് ശ്രമിച്ചിട്ടില്ല. ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇത്തരത്തിലേക്കുള്ള പ്രധാനപ്പെട്ട പ്രദേശങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ കടന്ന് ഇന്ത്യയിലേക്കൊക്കെ എത്തുക എന്ന് പറഞ്ഞാൽ വളരെ റിസ്ക് ആണ്. സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ഒരു റിസ്ക് എന്ത് ചെയ്യുന്നില്ല, ആൾക്കാരെ ഏറ്റെടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, അതാണ് ഈ പറഞ്ഞ ബ്രഹ്മപുത്ര റിവറും ഒരു പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓർത്ത് വെച്ചോ. അപ്പോൾ നമ്മൾ പറഞ്ഞ ഇത്രയാണ്, എന്തുകൊണ്ട് ഈസ്റ്റേൺ പാകിസ്ഥാനിലെ ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട പഞ്ചാബിനകത്ത് അല്ലെ, ഇന്ത്യ വിഭജന സമയത്ത് പഞ്ചാബിൽ സംഭവിച്ചതുപോലെ ഒരു കൂട്ടപലായനം ബംഗാളിൽ എന്തുകൊണ്ട് ഉണ്ടായില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ റീസൺസ് ഒന്ന് സെക്യുലർ നാഷണലിസം ആണ്. സെക്യുലർ നാഷണലിസം അല്ലെങ്കിൽ ഇതുപോലെ തന്നെ മതനിരപേക്ഷതയിലൂന്നിയ ദേശീയത. രണ്ടാമത്തത് ഭാഷാപരമായിട്ടുള്ള ഐക്യം അല്ലെങ്കിൽ ഈ പറഞ്ഞ ലിംഗ്വിസ്റ്റിക് യൂണിറ്റിയാണ്. മൂന്നാമത്തത് ബ്രഹ്മപുത്ര റിവർ ആണ് കേട്ടോ, ഈ ബ്രഹ്മപുത്ര നദിയാണ് ഇത്. ഇങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ആണുള്ളത് എന്ന് മനസ്സിലാക്കി നോക്കാം കേട്ടോ. നമുക്ക് ഓക്കെ, സെറ്റ് അല്ലേ? ഇനി മക്കൾ പേര് പിടിച്ചോ. ഇത് കഴിഞ്ഞാൽ ഇനി അടുത്തത് ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് നോക്കാനുള്ളത് മക്കൾ എല്ലാവരും നോക്കിയോളൂ. വാട്ട് were the problems created by partition of India and Pakistan? അപ്പോൾ മക്കളെ ഓർത്ത് വെച്ചോ, ഇനി നമുക്ക് എക്സാമിന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളിൽ ഒന്നാണ് വാട്ട് ആർ ദ പ്രോബ്ലംസ് ക്രിയേറ്റഡ് ബൈ ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. മക്കളെ, ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം സൃഷ്ടിച്ച പ്രശ്നങ്ങൾ എന്തെല്ലാം, ഇന്ത്യ പാകിസ്ഥാൻ വിഭജിച്ച പ്രശ്നങ്ങൾ എന്തെല്ലാം എന്നുള്ള ചോദ്യം ചിലപ്പോൾ എന്ത് ചെയ്യാൻ വരാം. അപ്പോൾ നിങ്ങൾ നോക്ക്, ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറഞ്ഞ പോയിന്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. നോക്ക്, ഇന്ത്യയും പാകിസ്ഥാനും ഇതേപോലെ തന്നെ വിഭജിച്ച സമയത്ത് ഉണ്ടായ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നോക്ക്, thousands of hundreds of thousand refugees fled from India to Pakistan and Pakistan to India അല്ലേ. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്കും ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ എന്ത് ചെയ്യാണ്, ഉണ്ടാവുകയാണ്. അതാണ് ഒന്ന്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വ്യാപകമായ അക്രമങ്ങൾ ഉണ്ടാകുന്നു, ഒരുപാട് ആൾക്കാർ കൊല്ലപ്പെടുന്നു. അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ വർഗീയ ലഹള, കൊൽക്കത്ത, ഡൽഹി തുടങ്ങിയ സ്ഥലങ്ങളിൽ വർഗീയ ലഹളകൾ ഉണ്ടാകുന്നു. ഒട്ടേറെ സ്ത്രീകൾക്ക് മാനഹാനി സംഭവിക്കുന്നു. നിരവധി സ്ത്രീകളും കുട്ടികളും എന്ത് ചെയ്യുന്നു, ഇതുപോലെ തന്നെ മരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരുപാട് വയലൻസുകൾ ഉണ്ടാകുന്നുണ്ട് അവിടെ. അതേപോലെ തന്നെ മക്കൾ ശ്രദ്ധിക്കുക, കമ്മ്യൂണൽ റൈറ്റ്സുകൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വിമൺ എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ തന്നെ മാനഹാനി സംഭവിക്കുന്നുണ്ട്. ഒരുപാട് വിമൺ ആൻഡ് ചിൽഡ്രൻ എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഇതുപോലെ തന്നെ അബ്ഡക്ഷൻ സംഭവിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് അവിടെ ഇതിൽ എന്ത് ചെയ്യുന്നത്, സംഭവിച്ചത്. അപ്പോൾ മക്കൾ ഓർത്ത് വെച്ചോ, റെഫ്യൂജീസിന്റെ നിങ്ങൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇങ്ങനെ റെഫ്യൂജീസ് ആണ്, കയ്യിൽ കിട്ടുന്നതെടുത്ത് പോവാണ്. പിന്നെ ആൾക്കാർ തമ്മിൽ എന്താണ്, ഇതുപോലെ തന്നെ വർഗീയ കലാപങ്ങൾ എന്ത് ഉണ്ടാവുകയാണ് അല്ലേ, ഒരുപാട് ആൾക്കാർ മരണപ്പെടുകയാണ്, കൊല്ലപ്പെടുകയാണ്. ഇതൊക്കെയാണുള്ളത്. പിന്നീട് നിങ്ങൾക്ക് കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പിന്നീട് ഗാന്ധിജിയെ ഈ പറയുന്ന നാഥുറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന ഒരു ഹിന്ദുത്വ തീവ്രവാദി ഇതാണ് ഇതുപോലെ തന്നെ വെടിവെച്ച് കൊല്ലുകയാണ് എന്ത് ചെയ്യുന്നത് അല്ലേ. അത് എല്ലാവർക്കും അറിയാം. 1948 ശ്രദ്ധിക്കണേ, 1948 ആണ്, January 13th
1930 ഇതുപോലെ തന്നെ സംഭവിക്കുന്നത് അല്ലേ. അത് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ. റെഡി. ബിർള ഹൗസിൽ വെച്ചാണ് അല്ലേ, ന്യൂഡൽഹിയിലെ ബിർള ഹൗസിൽ വെച്ചാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നത്, ഇവർ കൊന്നുകളയുന്നത് അല്ലേ. എല്ലാവർക്കും അറിയാം നമ്മുടെ രാഷ്ട്രപിതാവിനെ. ഇനി മക്കൾസെ അത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് പിന്നീട് വരുന്നത് ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ഇൻഡിപെൻഡന്റ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അതായത് ഇന്ത്യ ഫേസ് ചെയ്തിട്ടുള്ള ചാലഞ്ചസ് ആണ്. അതിൽ റീഹാബിറ്റേഷൻ ഓഫ് റെഫ്യൂജീസ് ഉണ്ട്, അതുപോലെ ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ് ഉണ്ട്, ഇൻകോർപ്പറേഷൻ ഓഫ് പോർച്ചുഗീസ് ഉണ്ട്, റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ് ആൻഡ് ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ് ഉണ്ട്, സ്ട്രെങ്തനിങ് ഓഫ് ഇന്ത്യൻ എക്കോണമി ഉണ്ട്, ഫോർമുലേറ്റിംഗ് ആൻഡ് ഇൻഡിപെൻഡന്റ് ഫോറിൻ പോളിസി ഉണ്ട്. ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നിർബന്ധമായി പഠിച്ചു വെക്കേണ്ട ഒന്നാണ് ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ്. നമ്മൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചു വെച്ചോണം. ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ് എല്ലാവരും നോക്കിക്കോളൂ. അതിന് മുൻപായിട്ട് റീഹാബിറ്റേഷൻ ഓഫ് റെഫ്യൂജീസ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 6 മില്യൺ പീപ്പിൾ എന്ത് ചെയ്യുന്നുണ്ട്, റെഫ്യൂജീസ് ആയിട്ട് മാറുന്നുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇത് ജസ്റ്റ് കുറച്ച് സാധനമാണ്. അടുത്തൊരു സാധനമാണ് ഇതാ, നിങ്ങൾ നോക്കിയോളൂ, ഒരു എക്സാമിന് വരുന്ന ഒരു ചോദ്യമാണ്. നോക്ക്, എക്സ്പ്ലെയിൻ ദ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ഇന്ത്യ ഇൻ ഇൻറ്റഗ്രേറ്റിംഗ് ദ പ്രിൻസിലി സ്റ്റേറ്റ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. മകളെ, സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിക്കുന്നതിൽ ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ വിശദീകരിക്കുക. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്യും, വരും. മകളെ, എക്സ്പ്ലെയിൻ ദ ചാലഞ്ചസ്, എക്സ്പ്ലെയിൻ ദ ചാലഞ്ചസ്, എക്സ്പ്ലെയിൻ ദ ചാലഞ്ചസ്, എക്സ്പ്ലെയിൻ ദ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ഇന്ത്യ ഇൻറ്റഗ്രേറ്റിംഗ് ദ പ്രിൻസിലി സ്റ്റേറ്റ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിക്കുന്നതിൽ ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ വിശദീകരിക്കുക. ഇങ്ങനെയൊരു ചോദ്യം എന്ത് ചെയ്യുന്നുണ്ട്, ഇതേപോലെ തന്നെ വരുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയൊരു ചോദ്യം എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. സോ മകളെ, നിങ്ങൾ നോക്ക്, ഇതുപോലെ തന്നെ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ പ്രധാനമായിട്ട് നേരിട്ടിട്ടുള്ള വെല്ലുവിളികൾ വിശദീകരിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്ക്, പ്രധാനമായിട്ടും ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആയ സമയത്ത് ഒരുപാട് നാട്ടുരാജ്യങ്ങൾ, പ്രിൻസിലി സ്റ്റേറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യക്കകത്ത് ഉണ്ടായിരുന്നത് അല്ലേ. ഒരുപാട് നാട്ടുരാജ്യങ്ങൾ. നിങ്ങൾക്ക് ആ നാട്ടുരാജ്യങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പിക്ചേഴ്സ് ഒക്കെ ഞാൻ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരട്ടെ. എത്രത്തോളം നാട്ടുരാജ്യങ്ങൾ എത്രത്തോളം സ്ട്രോങ് ആയിരുന്നു എന്നുള്ളത് ജസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുക. നിങ്ങൾ നോക്ക്, ഒരുപാട് നാട്ടുരാജ്യങ്ങൾ. ഇതൊക്കെ പ്രധാനപ്പെട്ട നാട്ടുരാജാക്കന്മാരായിട്ടുള്ള ആൾക്കാരാണ്. ഇവരുടെയൊക്കെ കയ്യിൽ സ്വന്തമായിട്ടുള്ള ആർമി ഉണ്ട്, ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ട്, അത്യാവശ്യം നല്ല ക്യാഷ് ഒക്കെ ഉള്ള ആൾക്കാരാണ് ഇവർ കേട്ടോ. അപ്പോൾ ഇങ്ങനെ എത്ര ആൾക്കാരുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ നോക്ക്, നിങ്ങൾക്ക് 565 പ്രിൻസിലി സ്റ്റേറ്റ് എന്ത് ചെയ്തിരുന്നു, അന്ന് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരൊക്കെ തന്നെ 565 നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഒന്നുകിൽ പാകിസ്ഥാനിൽ ചേരാനോ അല്ലെങ്കിൽ ഇന്ത്യയിൽ ചേരാനോ അല്ലെങ്കിൽ സ്വതന്ത്രമായി നിൽക്കാനോ ഒക്കെയാണ് ഇവർക്ക് അന്ന് അധികാരം ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ ഇന്ത്യക്കകത്ത് സ്വതന്ത്രമായി നിൽക്കാൻ കുറേ ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, ആഗ്രഹിച്ചിട്ടുണ്ട്. കുറേ ആൾക്കാർ ഇന്ത്യയുടെ കൂടെ ചേർന്നു, കുറേ ആൾക്കാർ പാകിസ്ഥാൻ്റെ കൂടെ ചേരാൻ ആഗ്രഹം ഉണ്ടായിരുന്നു ഇന്ത്യയിൽ നിന്നുകൊണ്ട് തന്നെ. അപ്പോൾ ഇതൊക്കെ വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു റിസ്ക് ആയിട്ടുള്ള ടാസ്ക് നമുക്ക് ഏറ്റെടുക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും നല്ല ഒരു അയേൺ മാനെ തന്നെ എന്ത് ചെയ്യണം, വേണം. സോ നല്ല ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തിയെ തന്നെയാണ് നമ്മൾ ആ സമയത്ത് ഇന്ത്യൻ ഗവൺമെൻറ് ഏൽപ്പിക്കുന്നത്. സോ അത് മറ്റാരുമല്ല, സർദാർ വല്ലഭായ് പട്ടേൽ. Sardar Vallabhbhai Patel and the Home Minister and VP Menon, the Secretary of State, they invited the princely state to sign the instrument of accession to join Indian Union. മകളെ, ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റിൽ ഈ പറഞ്ഞ രണ്ടാൾക്കാർ, ആരുടെ റോളാണ്, രണ്ട് പ്രധാനപ്പെട്ട ആൾക്കാർ. ഒന്ന് സർദാർ വല്ലഭായ് പട്ടേലും. ആരൊക്കെയാണ് മക്കളെ, സർദാർ വല്ലഭായ് പട്ടേൽ ഒന്നാമത്തെ ആൾ, ഇതേപോലെ തന്നെ സർദാർ വല്ലഭായ് പട്ടേലും പ്ലസ് അതേപോലെ തന്നെ VP മേനോനും. സർദാർ വല്ലഭായ് പട്ടേലും VP മേനോനും കൂടി ചേർന്നുകൊണ്ട് അവർ ഇന്ത്യൻ യൂണിയനിലേക്ക് ഇതുപോലെ തന്നെ ഇവരെ ചേർക്കാൻ വേണ്ടി അവരൊരു പുതിയൊരു പദ്ധതി കൊണ്ടുവന്നു. അതിൻ്റെ പേരാണ് ഇൻസ്ട്രുമെന്റ് ഓഫ് അസെഷൻ. എന്താ പേര്, ഇൻസ്ട്രുമെന്റ് ഓഫ് അസെഷൻ എന്നാണ് പറയുക. ഇൻസ്ട്രുമെന്റ് ഓഫ് അസെഷൻ അല്ലെങ്കിൽ ലയന കരാർ. എന്താ വിളിക്കുന്നത്, ലയന കരാർ എന്നാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഇൻസ്ട്രുമെന്റ് ഓഫ് അസെഷൻ അല്ലെങ്കിൽ ലയന കരാർ കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചോ, VP മേനോൻ ആൻഡ് സർദാർ വല്ലഭായ് പട്ടേൽ they formulated a instrument of accession for integration of princely state. അപ്പോൾ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് വേണ്ടിയിട്ട് VP മേനോനും അതേപോലെ തന്നെ സർദാർ വല്ലഭായ് പട്ടേലും കൂടി കൊണ്ടുവന്നതാണ് ഇൻസ്ട്രുമെന്റ് ഓഫ് അസെഷൻ അല്ലെങ്കിൽ ലയന കരാർ. അപ്പോൾ ഒന്നുമില്ല, ആ ലയന കരാറിൽ അവർ പറഞ്ഞത് ഇത്രയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്ത്യയുടെ കൂടെ ചേരണം. ഇന്ത്യയുടെ കൂടെ നിങ്ങൾ ചേരുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ചെറിയൊരു ക്യാഷ്, ഒരു പ്രിവ്യൂ പേഴ്സ് എന്ന് പറയുന്ന സംഭവം ഞങ്ങൾ തരും, ചെറിയൊരു പെൻഷൻ പോലൊരു സംഭവം തരും. ഇല്ല എങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും, ആക്രമിച്ച് നിങ്ങളെ കീഴടക്കും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, അവർ ഇതുപോലെ തന്നെ കൊണ്ടുപോയിരുന്നത് കേട്ടോ. അപ്പോൾ നോക്ക്, the rulers of princely state of Junagadh, okay, Junagadh and Kashmir and Travancore and Hyderabad refused to join Indian Union. അപ്പോൾ മക്കളെ, ആരൊക്കെയാണ് ഇതിൽ ജോയിൻ ചെയ്യാതിരുന്ന ആൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ജുനഗഡ് ഉണ്ട്, അതേപോലെ തന്നെ മക്കളെ ശ്രദ്ധിക്കുക, അടുത്തത് കാശ്മീർ ഉണ്ട്, അതേപോലെ തന്നെ മക്കളെ ഈ പറയുന്ന ട്രാവൻകൂർ ഉണ്ട്, അതേപോലെ തന്നെ മക്കളെ ഈ പറയുന്ന ഹൈദരാബാദ് ഉണ്ട്. ഇവരൊന്നും തന്നെ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേരാത്ത രാജ്യങ്ങളാണ്, ചേരാത്ത നാട്ടുരാജ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആരൊക്കെയാണ്, ഇതേപോലെ തന്നെ ജുനഗഡ്, കാശ്മീർ,
തിരുവിതാംകൂർ, ഹൈദരാബാദ് ഇവരൊന്നും ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർന്നില്ല. അങ്ങനെ ഇവരെയൊക്കെ തന്നെ ഇതുപോലെ തന്നെ സൈനിക നടപടികളിലൂടെയും അതുപോലെ തന്നെ ചർച്ചകളിലൂടെയൊക്കെ എന്താണ് ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എങ്ങനെയാണ്? ത്രൂ ദ മിലിറ്ററി അറ്റാക്സ് കേട്ടോ, മിലിറ്ററി ആക്ഷനിലൂടെയൊക്കെ എന്താണ് ഇതുപോലെ തന്നെ അവരാണ് ഡിസ്കഷൻസിലൂടെയും മിലിറ്ററി അറ്റാക്സിലൂടെയൊക്കെ ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, സർദാർ വല്ലഭായ് പട്ടേൽ ഇതാണ്. VP മേനോൻ ഓർത്ത് വെച്ചോളൂ, മലയാളിയാണ് കേട്ടോ, മലയാളിയാണ് VP മേനോനെ ഓർത്ത് വെച്ചോട്ടോ, മലയാളിയാണ് ആര്? VP മേനോൻ കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിയോ, അന്നത്തെ ജോയിൻ ചെയ്യാത്ത ആൾക്കാർ കണ്ടില്ലേ, ജോയിൻ ചെയ്യാത്ത ആൾക്കാർ ഇവർ ജോയിൻ ചെയ്യാതിരുന്നാൽ എങ്ങനെയാണ് ഉണ്ടാവുക എന്നറിയോ? ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഉള്ളിൽ തന്നെ വേറൊരു രാജ്യം ഉണ്ടാവും കണ്ടോ, ഈ ഹൈദരാബാദ്. അപ്പോൾ ഹൈദരാബാദ് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും, അതൊരു പ്രശ്നമല്ലേ? അതേപോലെ തന്നെ കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെയാണെങ്കിൽ നമ്മുടെ തെക്കാണെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട തിരുവിതാംകൂർ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും, ഇവിടെ ജുനഗഡ് ഇങ്ങനെ നിൽക്കും, അതേപോലെ തന്നെ ഇവിടെ കാശ്മീർ ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇതൊക്കെ ഒരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവരെയൊക്കെ തന്നെ എന്ത് ചെയ്യുന്നത്, ആക്രമിച്ചിട്ടും അതുപോലെ തന്നെ നല്ല ചർച്ചകളൊക്കെ ചെയ്തിട്ടും എന്ത് ചെയ്യുന്നത്, ഇതുപോലെ തന്നെ നമ്മുടെ കൂടെ കൂട്ടിയത് കേട്ടോ, ഓർത്ത് വെച്ചോളേ. അപ്പോൾ അതിനൊക്കെ മുൻകൈ എടുത്തത് ആരാണ്? ഈ ഒരു സർദാർ വല്ലഭായ് പട്ടേലൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചോ, ആ സമയത്ത് ഇതുപോലെ തന്നെ റൂളേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, നമ്മുടെ കൂടെ ചേരുന്ന ആൾക്കാർക്ക് നമുക്കൊരു പ്രിവ്യൂ പേഴ്സ് എന്താണ് കൊടുക്കുകയാണ് കേട്ടോ, പ്രിവ്യൂ പേഴ്സ്. സോ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട ഭരണാധികാരികൾക്കാണ് നമ്മൾ പ്രിവ്യൂ പേഴ്സ് എന്ത് ചെയ്യുന്നത്, അനുവദിക്കുന്നത്. ചെറിയൊരു പൈസ അവർക്ക് എന്താണ് മാസം അവർക്ക് കൊടുക്കുകയാണ്, ഗവൺമെന്റ് കൊടുക്കുകയാണ്. കാരണം അവരെ നാട്ടുരാജ്യങ്ങളൊക്കെ എഴുതി തന്നെയാണല്ലോ അങ്ങോട്ട് പോയിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചോ, മെയിനായിട്ടും ഈ പറഞ്ഞ സർദാർ വല്ലഭായ് പട്ടേൽ അവർ മെയിനായിട്ട് ഇതുപോലെ തന്നെ കൊണ്ടുവന്ന ഒരു സംഭവത്തിന്റെ പേരാണ് പ്രിവ്യൂ പേഴ്സ് കേട്ടോ. ഓർത്ത് വെച്ചോളെ, എന്താണ് പ്രിവ്യൂ പേഴ്സ് കേട്ടോ, പ്രിവ്യൂ പേഴ്സ് ഓർത്ത് വെച്ചോളാം, പ്രിവ്യൂ പേഴ്സ് കേട്ടോ, ഓർത്ത് വെച്ചോളെ. സോ ഇത്രയുമാണ് പ്രധാനമായിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഈ ഒരു പോർഷൻസിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അറിഞ്ഞിരിക്കേണ്ടത് കേട്ടോ. മെയിനായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു പോർഷൻ എന്താണ്, ഇത്രയുമാണ് കേട്ടോ, ഇത്രയുമാണ്. ഓർത്ത് വെച്ചോ, ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അറിഞ്ഞിരിക്കേണ്ടത്. റെഡി? അപ്പോൾ ഓർത്ത് വെച്ചോ, വന്ന സമയത്തും ജേസി, ഇപ്പോഴും ജേസി. പ്രിയപ്പെട്ട മക്കളെ, സോ ടൈം ഓവർ 12 മണിക്കൂറൊക്കെ കഴിയാനായിട്ടുണ്ട്. മക്കളെ പേടിക്കേണ്ട, ഈ ഭാഗം നിങ്ങൾക്ക് ലൈവ് കട്ടാവും, യാതൊരു സംശയവും വേണ്ട. 12 മണിക്കൂർ കഴിഞ്ഞാൽ ലൈവ് കട്ടാവും. പക്ഷേ ആ ലൈവ് കട്ടായ ലൈവ് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്തിട്ട് നാളെയൊക്കെ എന്ത് ചെയ്യും, അപ്ലോഡ് ചെയ്യും. അപ്പൊ ഇപ്പൊ ലൈവ് കാണുന്ന കുട്ടിക്ക് ഈ ക്ലാസ് കാണാൻ പറ്റുള്ളൂ, ലൈവ് കഴിഞ്ഞിട്ട് വരുന്ന കുട്ടിക്ക് ഈ ക്ലാസ് കിട്ടൂല. അവർക്ക് എന്ത് ചെയ്യണം, അവർക്ക് റെക്കോർഡഡ് വീഡിയോന്റെ ഭാഗത്ത് പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കാണുന്ന ലൈവ് എന്ത് ചെയ്യാം, കാണാം. നാളെ നിങ്ങൾക്ക് ആണെങ്കിൽ കാണാം കേട്ടോ. അപ്പോൾ കണ്ണിനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, ഫസ്റ്റ് മുതലേ കാണുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ റെസ്റ്റ് എടുക്കാൻ നാളെ വന്ന് കണ്ടാൽ മതി. അല്ലാത്ത കുട്ടികളുടെ ക്ലാസ്സുകളൊക്കെ കാണുക. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും അല്ലാത്ത ക്വസ്റ്റ്യൻസും ഒക്കെ ഇവിടെ പറഞ്ഞു തരും. കാരണം പരീക്ഷ എളുപ്പമാണോ ടഫ് ആണോ എന്ന് പറയാൻ പറ്റില്ല. +2 കുട്ടികൾക്ക് ആകെ ടഫായ സബ്ജക്ട് മാത്സ് ആണ്. 10ാം ക്ലാസ്സിലെ കുട്ടിക്ക് ഇതുവരെ പ്രത്യേകിച്ച് വലിയ ടഫ് എന്ന് പറയാനുള്ള ടോപ്പിക്കുകളൊന്നും വന്നിട്ടില്ല. എന്നാലും ഇവിടെ പറയും ഫിസിക്സ് പൊട്ട് എന്നുള്ള പറയും. ഇതിന്റെ ഇടയിലെ ചില ആൾക്കാർക്ക് ടഫായിരിക്കും. അങ്ങനത്തെ കുട്ടികളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഇത് ടഫ് ആവുന്ന കുട്ടികൾ, കുറച്ചൊക്കെ പഠിക്കുന്ന കുട്ടികളും, എളുപ്പമാകുന്ന കുട്ടികൾ ക്ലാസ് മുഴുവനും ഇരുന്ന് കണ്ട് പഠിച്ച് പോകുന്ന കുട്ടികളും ആയിരിക്കും. പക്ഷെ എന്നാലും ട്വിസ്റ്റ് എന്താ വെച്ചാൽ, ഇതൊക്കെ പഠിച്ചു പോകാൻ ചിലപ്പോൾ അവിടെ എത്തുമ്പോൾ ഒരു ടെൻഷനോടൊക്കെ മറന്നു. നിങ്ങൾ പേടിക്കേണ്ട. നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് വരും. അത് ഇപ്പോഴെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്താലും മതി. സോ നമ്മുടെ +1 അഡ്മിഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. താല്പര്യമുള്ള ആൾക്കൊക്കെ ജോയിൻ ചെയ്യാം. April 2-ാം തീയതി നമ്മുടെ നെക്സ്റ്റ് എക്സാമിന്റെ പോസ്റ്റ് റിലേറ്റ് ഉണ്ട്. ഓക്കെ, അതൊന്ന് കാണിച്ചു കൊടുക്കാം മക്കളെ. QR കോഡ് സ്കാൻ ചെയ്ത് വെച്ചാൽ പിന്നെ ഓർമ്മിക്കാൻ കഴിയില്ല. പിന്നെ അസ്ത്ര ബാച്ചിലെ കുട്ടികളോട് പറയാനുള്ളത്, അവർക്ക് ഈ വരുന്ന 25-ാം തീയതി നമ്മളൊരു ഫെയർവെൽ പാർട്ടി സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ആപ്പിൽ തന്നെ. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അവിടെ കാണാം കേട്ടോ. അതിലെവിടെയെങ്കിലും ഉണ്ടെങ്കിലും തപ്പി കാണിച്ചു കൊടുക്കാൻ. സ്കാനർ ഒന്ന് വെച്ച് കൊടുക്കണമെങ്കിൽ ഒന്ന് ഇതിൽ കിട്ടാൻ മതി. സോ അപ്പോൾ കാണാം. ബൈ ബൈ, ടാറ്റ. ഓക്കെ, അപ്പോൾ മക്കളെ, ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റിൽ അധികം ഒന്നും പോയിന്റ് ഇല്ല, സിമ്പിൾ പോയിന്റേ ഉള്ളൂ കേട്ടോ, സിമ്പിൾ പോയിന്റേ ഉള്ളൂ. നോക്കിയോളൂ, എത്രയാണ് നാട്ടുരാജ്യങ്ങൾ ജോയിൻ ചെയ്യാത്ത നാട്ടുരാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ 565ഓളം പ്രിൻസിലി സ്റ്റേറ്റ് ഉണ്ട്. ഓർത്ത് വെച്ചോളേ, നിങ്ങൾ നോക്കിയോ, ഇത്രയും സാധനങ്ങൾ കേട്ടോ, ഇത്രയും സാധനങ്ങളെ നമുക്ക് പറയാനുള്ളത്. നോക്കിയോളാം, ഏകദേശം നിങ്ങൾ നോക്കി 565ഓളം പ്രിൻസിലി സ്റ്റേറ്റ്. പട്ടേൽ അതുപോലെ തന്നെ VP മേനോനാണ് ഇതിന്റെ ചാർജ് ഉണ്ടായിരുന്നത്. അവർ കൊണ്ടുവന്നതാണ് ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ, ലയനക്കരാറാണ്. അതുപോലെ തന്നെ അവർ ഇതുപോലെ തന്നെ രാജാക്കന്മാർക്ക് നൽകിയത് പ്രിവ്യൂ പേഴ്സ്. അത്ര പോയിന്റ്സേ ഉള്ളൂ, അത്ര പോയിന്റ്സേ ഉള്ളൂ. വേറെ ഒരു സംഭവം ചെയ്യുന്നില്ല, ഇതിൽ പറയുന്നില്ലേ, സിമ്പിൾ സാധനമാണ്. റെഡി? അപ്പോൾ ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, എൻ്റെ മക്കൾ പഠിച്ചു പോകണം കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. റെഡി? ഇനി അടുത്തത് ഞാൻ പറഞ്ഞല്ലോ 1-3 മാർക്കിനാണ് ചോദ്യം വരുന്നത്. അടുത്തൊരു ചോദ്യം നിങ്ങൾ നോക്കിയോ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ വരാം. നോക്ക്, അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. താഴെ പറയുന്നവ കാലക്രമത്തിൽ ക്രമീകരിക്കുക. അതായത് ഇവിടെ ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസ് കമ്മീഷൻ, ഭാഷാ പ്രവിശ്യ കമ്മീഷൻ, പോറ്റി ശ്രീരാമലു ഫാസ്റ്റിംഗ്, പോറ്റി ശ്രീരാമലുവിന്റെ നിരാര സമരം, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ബിൽ, സംസ്ഥാന പുനഃസംഘടനാ ബില്ല്. ഇങ്ങനെ
പ്രധാനപ്പെട്ടിട്ടുള്ള മക്കളെ നിങ്ങൾ ഇത് ഇൻസിഡൻറ്റുകൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. എന്നിട്ട് അത് കാലഗണന പ്രകാരം നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനാണ് ചോദിച്ചത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഏതാണ്, സെക്കൻഡ് ഏതാണ്, തേർഡ് ഏതാണെന്നൊക്കെ നിങ്ങൾ ഇങ്ങനെ കണ്ടെത്തണം. അതാണ് ചോദിച്ചത്. മക്കളെ ആർക്കെങ്കിലും ഇത് പറയാൻ പറ്റുമോ, ഇത് ഗസ് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക, ഇതുപോലെ തന്നെ വൺ വേർഡ് ക്വസ്റ്റ്യൻ വരും കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചോ, ചിലപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വരാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. ഈ പറയുന്ന ഈ ഒരു ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ എന്ത് ചെയ്യാൻ വരാം. അപ്പോൾ ഇത് ഓർത്ത് വെച്ചോട്ടോ, നിങ്ങൾക്ക് ഇങ്ങനെ ചിലപ്പോൾ വരാം. സോ മകളെ ഇതിനകത്ത് ഏതാണ്, 1 ആണോ 2 ആണോ 3 ആണോ, ഏതാണ് റൈറ്റ് ആൻസർ? മകളെ നിങ്ങൾ നോക്കിയോളൂ, നമുക്ക് നോക്കാം. നോക്കിയോ, ഒന്ന് ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസ് കമ്മീഷൻ, ഭാഷാ പ്രവിശ്യ കമ്മീഷൻ ഇതുപോലെ തന്നെ വന്ന വർഷം 1948 ആണ് കേട്ടോ. 1948 കേട്ടോ, ഓർത്ത് വെച്ചോണം. ഏതാണ് വർഷം? 1948 അത് സംഭവിച്ചത്. പോറ്റി ശ്രീരാമന് മരിക്കുന്നതും ഇതുപോലെ തന്നെ 1948 ഒരു 8ന്റെ പണി കിട്ടുകയാണെന്ന് ഓർത്ത് വെച്ചോളാം. 48 തന്നെയാണ് പോറ്റി ശ്രീരാമന് എന്ത് ചെയ്യുന്നത്, സോറി 52 മരിക്കുന്നത് കേട്ടോ. 52 അത് 52 എന്ത് ചെയ്യുന്നത്, മരിക്കുന്നത്. ഓക്കെ, അദ്ദേഹം എനിക്ക് തോന്നുന്നുണ്ട് 48 ദിവസം അങ്ങനെയാണ് നിരാര കടക്കുന്നത്. അത് പഠിച്ച് ഈ അടുത്ത് നോക്ക്, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ വരുന്ന വർഷം 1953 ആണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ബില്ല് വരുന്നത് 1956 6 റെഡി. ഇത്രയാണ് നമുക്കുള്ളത് കേട്ടോ. അപ്പോൾ ഇതിന്റെ ഓർഡർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഓർഡർ തന്നെ ഈ പറഞ്ഞ 1 2 3 4 അങ്ങനെ ഓർഡറിൽ തന്നെയാണ് എന്ത് ചെയ്യുക വരിക, 1 2 3 4. അപ്പോൾ ഓപ്ഷൻ ഏതാ വരിക? എ ആണ് വരിക. 1 2 3 4 ഓപ്ഷൻ എ ആണ് വരിക കേട്ടോ. ഓപ്ഷൻ എ ആണ് വരിക. ഈ രീതിയിലേക്കാണ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക വരിക കേട്ടോ. അത്രയും ഭാഗത്തുനിന്ന് ഇങ്ങനെയാണ് എന്ത് ചെയ്യുക വരിക കേട്ടോ. ഓർത്ത് വെച്ചോണേ. ഓക്കെ, റെഡി അല്ലേ? സോ അപ്പോൾ നിങ്ങൾ നോക്കുക, ഇതുപോലെ തന്നെ നോക്കിയോട്ടോ. മേജർ സ്റ്റെപ്സ് റിലേറ്റഡ് ടു റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ് ഓൺ ലിംഗ്വിസ്റ്റിക് ബേസിക്സ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. ഓക്കെ, സ്വാതന്ത്ര്യം സംസ്ഥാനങ്ങളെ ഭാഷാടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട പ്രധാന ഘട്ടങ്ങളാണ് എന്ത് ചെയ്യുന്നത് ചോദിച്ചത്. അപ്പോൾ ഈ ഘട്ടങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ഇത് മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് കാണാം കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, കാണുക. റെഡി. എല്ലാവരും ഒന്ന് നോക്കിക്കോളൂ. നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. പോറ്റി ശ്രീരാമലൊക്കെ നിരാരം കടന്ന് മരിക്കുകയാണ്. ഞങ്ങൾക്ക് അറിയാലോ, എല്ലാവർക്കും അറിയാം. റെഡി, സെറ്റ്. ഇനി അടുത്തത് നിങ്ങൾ നോക്ക്. ഇതുപോലെ തന്നെ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ ഇതുപോലെ തന്നെ സ്വീകരിച്ച കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, എക്കോണമിയിൽ സ്വീകരിച്ച കാര്യങ്ങളാണ്. അതിനകത്ത് കുഞ്ഞുങ്ങൾ പഠിക്കേണ്ട ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ മക്കളെ നോക്കിക്കോ മക്കളെ, ഇവിടെ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, ചിലപ്പോൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടത് ഇവിടെ കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസുകൾ എന്ത് ചെയ്യാൻ വരാം. നിങ്ങൾ നോക്ക്, അന്നത്തെ കാലത്ത് ഇന്ത്യ കൊണ്ടുവന്ന അയേൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് ആണ് ചില രാജ്യങ്ങളുടെയൊക്കെ സഹായത്തിൽ. അതിൽ റൂർക്കേല, ഓർത്ത് വെച്ചോളാം, റൂർക്കേല ആരുടെ സഹായത്തിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജർമ്മനിയുടെ സഹായത്തിലാണ്. അതുപോലെ തന്നെ ബിലായി, അതുപോലെ തന്നെ ബൊക്കാറോ, അത് സോവിയറ്റ് യൂണിയന്റെ സഹായത്തിലാണ്. ദുർഗാപൂർ ഇതുപോലെ തന്നെ UK അല്ലെങ്കിൽ ഇംഗ്ലണ്ടിന്റെ സഹായത്തിലാണ്. അപ്പോൾ ഓർത്ത് വെച്ചോ, ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. BBSS എന്ന് ഓർത്ത് വെച്ചില്ല. BBSS എന്താ? BBSS എന്ന് പറഞ്ഞാൽ ബിലായി ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ. ഓക്കെ, സോവിയറ്റ് യൂണിയൻ. അപ്പൊ ഇത് രണ്ടും റെഡി. ബിലായി ബൊക്കാറോ, BBSS അല്ലെ, BBSS, ബിലായി ബൊക്കാറോ, BBSS എന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചില്ല, ബിലായി ബൊക്കാറോ കേട്ടോ. അങ്ങനെ ബിലായി ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ ആണ്. പിന്നെ ദുർഗാപൂർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഈ പറയുന്ന അത്യാവശ്യം ദേഷ്യം പിടിക്കുന്ന ഒരു ദൈവത്തിന്റെ പേരാണല്ലോ ദുർഗ അല്ലെ. ഹിന്ദുസിന്റെ ഒക്കെ ഇടയിൽ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു കോപത്താൽ നിൽക്കുന്ന ഒരു ദേവിയായിരിക്കും ദുർഗ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഈ ബ്രിട്ടീഷേഴ്സ് ഇതുപോലെ തന്നെ ബ്രിട്ടീഷേഴ്സിനോട് നമ്മൾ എന്താണ് ഭയങ്കര അവിടെ ഇതേപോലെ ഭയങ്കര കോപമൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ബ്രിട്ടീഷേഴ്സ് എന്നുള്ളതൊക്കെ ഓർത്ത് വെച്ചോളൂ. അങ്ങനെയൊക്കെ ഇംഗ്ലണ്ട് എങ്കിലും എന്ത് ചെയ്യണം, ഓർക്കണം വരും കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇത് ഓർത്ത് വെച്ച് കേട്ടോ. അപ്പോൾ ഇതെന്ത് ചെയ്യുക, ഒന്ന് ഓർമ്മയിൽ വെച്ചോളൂ കേട്ടോ, ഓർത്ത് വെച്ചോളെ. റെഡി. ഇനി അത് കഴിഞ്ഞാൽ മക്കളേതാ ഈ പറയുന്ന ഫസ്റ്റ് 5 ഇയർ പ്ലാന്റെ ഇയർ ഒന്ന് ഓർത്ത് വെച്ചോളാം. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ വന്നത് ഏതാണ്? 1951 to 1956 ആണ് ഫസ്റ്റ് 5 ഇയർ പ്ലാൻ വന്നത് കേട്ടോ. അപ്പോൾ ഇന്ത്യയിലെ ഇതുപോലെ തന്നെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അതിന് ആദ്യം ഇമ്പോർട്ടൻസ് കൊടുത്തത് അഗ്രികൾച്ചർ അല്ലെങ്കിൽ കൃഷിക്കാണ് ഇമ്പോർട്ടൻസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൊടുത്തത്. സെക്കൻഡ് വൺ 56 to 61 ആണ്, അത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിനാണ് കൊടുത്തത് കേട്ടോ. വ്യാവസായിക വികസനത്തിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തത് കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചോളണേ. റെഡി. ഇനി നമ്മൾ അവിടെ മക്കളെ നോക്കിക്കോളൂ, ഒരു ചോദ്യം, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ മക്കളെ. നമ്മുടെ ഗവൺമെന്റ് തന്ന സമ്മേറ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ആർ ദ ഇനീഷ്യേറ്റീവ് ഇംപ്ലിമെന്റഡ് ടു അറ്റൈൻ ഫുഡ് സഫിഷ്യൻസി ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ? വൈ ആർ ദേ കോൾഡ് റവല്യൂഷൻ? മക്കളെ നിങ്ങൾ നോക്കിക്കോ. ഈ ഒരു ചോദ്യം പ്രത്യേകം നിങ്ങൾ നോക്കിക്കോ കേട്ടോ. എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ചോദ്യം എന്താണ്? സ്വതന്ത്ര ഇന്ത്യയിൽ ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കാൻ നടപ്പാക്കിയ പദ്ധതികൾ ഏതെല്ലാം? ഇവയെ വിപ്ലവങ്ങൾ എന്ന് വിളിക്കാൻ കാരണമെന്ത് എന്ന് പറഞ്ഞിട്ടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പൊ മക്കളെ, നമ്മുടെ ഭക്ഷ്യ സ്വയം പര്യാപ്തത അല്ലെങ്കിൽ സെൽഫ് സഫിഷ്യൻസി നേടാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്ന 3 എണ്ണം ഉണ്ട്. അതിൽ ഒന്നാണ് വൈറ്റ് റവല്യൂഷൻ എന്ന് പറയുമ്പോൾ മിൽക്കുമായി ബന്ധപ്പെട്ട്, പാലുമായി ബന്ധപ്പെട്ടാണ്.
ഗ്രീൻ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് അഗ്രികൾച്ചർ അല്ലെങ്കിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നതാണ്. അഗ്രികൾച്ചർ അല്ലെങ്കിൽ കൃഷിയുമായി ബന്ധപ്പെട്ടാണ്. ബ്ലൂ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ അത് എന്തുമായി ബന്ധപ്പെട്ടാണ്? ഫിഷുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നതാണ്. ഇതാണ് മെയിൻ ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ദാ ഗ്രീൻ റവല്യൂഷൻ അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ഹരിത വിപ്ലവം, അതേപോലെ തന്നെ വൈറ്റ് റവല്യൂഷൻ, ലാസ്റ്റ് വൺ ഏതാണ്? ഈ ബ്ലൂ റവല്യൂഷൻ കേട്ടോ. അതിനെക്കുറിച്ച് 3 കുറിച്ചാണ്. ഞാൻ ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. റെഡി. ഇനി മക്കൾസെ ഇതാ നിങ്ങൾ നോക്കിക്കോളൂ. മെയിനായിട്ട് വരുന്നതാണ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആട്ടോ. 1 വേർഡ് ഇതുപോലെ തന്നെ 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് എന്ത് ചെയ്യാം, ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ഇതിൽ നിർബന്ധമായിട്ട് നമ്മൾ ചില കമ്മീഷൻസുകളും അതേപോലെ തന്നെ അവരുടെ ഏരിയാസും എന്ത് ചെയ്യണം, ഒന്ന് പഠിക്കണം. നിങ്ങൾ നോക്കൂ, ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ആണ്. ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണ്. കോത്താരി കമ്മീഷൻ നാഷണൽ പാറ്റേൺ ഓഫ് എഡ്യൂക്കേഷൻ ആണ്. ഈ 3 പ്രധാനപ്പെട്ടിട്ടുള്ള ചില ഫോക്കസ് ഏരിയ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഏതെന്നാണ് പറഞ്ഞത് നോക്കിയോ. രാധാകൃഷ്ണൻ കമ്മീഷൻ നമുക്ക് എങ്ങനെ പഠിക്കാം? രാധാകൃഷ്ണൻ കമ്മീഷൻ സർവകലാശാല വിദ്യാഭ്യാസം, ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ സെക്കൻഡറി വിദ്യാഭ്യാസം, ഡോക്ടർ DS കോത്താരി വിദ്യാഭ്യാസത്തിന്റെ ദേശീയ ഘടന. ഇങ്ങനെ 3. അപ്പോൾ നമുക്കിത് എങ്ങനെ പഠിക്കാം? മക്കൾസേ എല്ലാ ആൾക്കാരും നോക്കിയോ, എല്ലാവരും നോക്കിയോ. 1 ഡോക്ടർ രാധാകൃഷ്ണൻ ഡോക്ടർ രാധാകൃഷ്ണൻ നോക്കിയോ. രാധ എന്നുള്ളത് നോക്ക്, രാധ വെച്ചോ. രാധ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ് പഠിച്ചത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ് ഞാൻ പഠിച്ചത്. ഞാൻ പഠിക്കുമ്പം PGക്ക് ഞങ്ങൾ 25 ആൾക്കാരുണ്ടെങ്കിൽ അതിൽ 4 ആൾക്കാർ മാത്രമേ ഞങ്ങൾ ബോയ്സ് ഉള്ളൂ. ബാക്കി എല്ലാവരും മെജോറിറ്റി എന്താണ്, ഗേൾസ് ആണ്. യൂണിവേഴ്സിറ്റികളിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്, കൂടുതലും മെജോറിറ്റി ആരായിരിക്കും, ഗേൾസ് ആയിരിക്കും. കാരണം ഹയർ എഡ്യൂക്കേഷൻ നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാർ ഞാൻ മനസ്സിലാക്കുന്നത് ബോയ്സിനേക്കാൾ കേരളത്തിനകത്ത് ആരാണ്, ഗേൾസ് ആണ്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ യൂണിവേഴ്സിറ്റിയിൽ കൂടുതലും ആരായിരിക്കും ഉണ്ടാവുക, ഈ പറഞ്ഞ രാധമാരായിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ പെൺകുട്ടികളായിരിക്കും കൂടുതലുണ്ടാവുക. അപ്പോൾ ഞാൻ അങ്ങനെയാണ് അത് കണക്ട് ചെയ്തത്. ഇനി അടുത്ത് നോക്കിയോ, ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. മുതലിയാർ ഇപ്പൊ മലയാളത്തിലാണെങ്കിൽ നോക്കിയോളൂ, മുതലിയാർ കണ്ടോ, മുതലിയാർ. അപ്പൊ ശരിക്കും ഈ മുതൽ എന്നുള്ളത് കിട്ടൂലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, സെക്കൻഡറി വിദ്യാഭ്യാസം വരെ അല്ലെ, പ്രൈമറി അല്ല സെക്കൻഡറി ക്ലാസ് മുതലേ, അല്ലെങ്കിൽ നമ്മുടെ 10ാം ക്ലാസ് ഒക്കെ സെക്കൻഡറിയിലല്ലേ വരിക. ഒരു സെക്കൻഡറി മുതലാണ് നമ്മളൊക്കെ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക അല്ലെ. ഒരു സെക്കൻഡറി വിദ്യാഭ്യാസം മുതലാണ് നമ്മളൊക്കെ എന്ത് ചെയ്യുക, പഠിച്ച് പഠനത്തിന്റെ ഒരു ഇതിലേക്ക് എന്ത് ചെയ്യുക, വരിക അല്ലെ. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ചെറിയ UP സ്കൂളൊക്കെ ഉള്ള ആൾക്കാരുണ്ട്, പ്രൈമറി സ്കൂളുകളിലൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. അവരൊക്കെ പഠിച്ചു തുടങ്ങുന്നുണ്ടോ? അവരൊക്കെ നിങ്ങൾ ആലോചിച്ചാൽ മതി, ഈ ചെറിയ ക്ലാസ്സുകളിലുള്ള ആൾക്കാരൊന്നും അവർ ഒരു പഠനത്തിന്റെ ഒരു ഇതിലേക്ക് എത്തൂല. അപ്പൊ നമ്മളൊക്കെ പഠിച്ചു തുടങ്ങുന്നത് എപ്പോഴായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്കൻഡറി വിദ്യാഭ്യാസം മുതലാണെന്ന് ഓർത്ത് വെക്കുക. സെക്കൻഡറി വിദ്യാഭ്യാസം മുതലാണ്. അപ്പൊ നോക്ക്, സെക്കൻഡറി വിദ്യാഭ്യാസം മുതലാണ്. മുതലിയാറാണ് ഉദ്ദേശിച്ചത്, മുതലിയാർ കേട്ടോ, മുതലിയാർ. അങ്ങനെ അത് കണക്ട് ചെയ്യാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറക്കരുത് മുതലിയാർ കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് നോക്കിയോ, ഡോക്ടർ DS കോത്താരി വിദ്യാഭ്യാസത്തിന്റെ ദേശീയ ഘടനയെ കുറിച്ചാണ് കോത്താരി പറഞ്ഞത് കേട്ടോ. DS കോത്താരി പറഞ്ഞത് നാഷണൽ പാറ്റേൺ ഓഫ് എഡ്യൂക്കേഷൻ ആണ്. കോത്താരി പറഞ്ഞു കേട്ടോ, കോത്താരി. ഓക്കെ, റെഡി, സെറ്റ് അല്ലേ? സോ ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, എങ്ങനെയെങ്കിലുമൊക്കെ ഒരു കോഡൊക്കെ ആക്കിയിട്ട് നമ്മൾ മനസ്സിലേക്ക് വെക്കാൻ പറ്റുന്നത് ഈ രീതിയിലേക്കൊക്കെയാണ് കേട്ടോ. ഓർത്ത് വെച്ചോണേ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. റെഡി. ഇനി അത് കഴിഞ്ഞാൽ ദേ പിടിച്ച മക്കളെ, നമുക്ക് ഇനി നോക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഏതാണ്? ദേ പിടിച്ചോ. നമുക്ക് സ്പേസ് റിസർച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമുക്ക് നോക്കണം. മക്കളെ നോക്കിക്കോ, പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് സ്പേസ് റിസർച്ച് അല്ലെങ്കിൽ ബഹിരാകാശ ഗവേഷണം. ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ നന്നായിട്ട് പഠിക്കേണ്ട ഒരു ഏരിയയാണ് ബഹിരാകാശ ഗവേഷണം. മക്കളെ, ബഹിരാകാശ ഗവേഷണവുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ കാണാം. നിങ്ങൾ നോക്കി, ചോദ്യം ഇതാണ്: ഡിസ്ക്രൈബ് ദ പ്രോഗ്രസ് ദാറ്റ് പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ അച്ചീവ്ഡ് ഇൻ സ്പേസ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ബഹിരാകാശത്ത് നേടിയ പുരോഗതി വിവരിക്കുക. ആ രീതിയിലേക്കുള്ള ഒരു ചോദ്യം എന്ത് ചെയ്യാം, എക്സാമിന് വരാം. നിങ്ങൾ നോക്കിക്കോ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ വരാം. ആ സമയത്ത് നമുക്ക് കുറച്ച് സ്പേസ് റിസർച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യണം, പറയണം. അത് കൂടാതെ നോക്കി, എക്സാം ഇതാ ഇങ്ങനെ ഒരു ചോദ്യം വരും: what are the important achievements of space exploration missions? മക്കളെ, what are the important achievements in space exploration missions? നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാം, ബഹിരാകാശ പര്യവേഷണ നേട്ടങ്ങൾ എന്തെല്ലാം എന്ത് ചെയ്യാം, ചോദിക്കാം. ഇങ്ങനൊരു ചോദ്യം എന്ത് ചെയ്യാം, ചോദിക്കാം. അപ്പോൾ നമുക്ക് നോക്കണം, what are the achievements in space exploration missions അല്ലേ, ബഹിരാകാശ പര്യവേഷണ നേട്ടങ്ങൾ എന്തെല്ലാം എന്ന് ചോദിക്കാം. മക്കളെ, ഇത് ഇങ്ങനെ വരുന്ന സമയത്ത് ആരും ബൈഹാർട്ട് ചെയ്യേണ്ട 3 പ്രധാനപ്പെട്ട ഒരു 4 സാധനങ്ങൾ എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി. ഇപ്പം ഞാൻ പറയുന്നത് നോക്കിയോ മകളെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു ഇത് ശ്രദ്ധിക്കണേ, ഇതെല്ലാവരും ശ്രദ്ധിച്ചോട്ടോ. നോക്കിയോ, ഒരു ആര്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആര്യയുടെ അച്ഛൻ്റെ പേര് ഇതുപോലെ തന്നെ മംഗൾ എന്നാണ് ആര്യയുടെ അച്ഛൻ്റെ പേര്. ആര്യയുടെ അച്ഛൻ്റെ പേര് മംഗളല്ല, ചന്ദ്രൻ. ആര്യയുടെ അച്ഛൻ്റെ പേര് ചന്ദ്രൻ അല്ലേ, ചന്ദ്രൻ എന്നും. അമ്മയുടെ പേര് മംഗള എന്നാണ് അമ്മയുടെ പേര്.
ഇനി ആര്യയ്ക്ക് ഇതേപോലെ ഒരു അനിയത്തി ഉണ്ടായിരുന്നു. അനിയത്തിയുടെ പേര് ആദിത്യ എന്നാണ് അനിയത്തിയുടെ പേര്. ഓക്കെ, ഇതൊന്നും നിങ്ങളെ മനസ്സിലേക്ക് വരണം കേട്ടോ. എന്താ ഉള്ളത്? ആര്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, അവളുടെ അച്ഛന്റെ പേര് ചന്ദ്രൻ, അമ്മ മംഗള. അപ്പൊ ചന്ദ്രന്റെയും മംഗളയുടെയും 2 മക്കള്, മൂത്ത ആള് ആര്യ, ഇളയാളാരാണ്? ആദിത്യ. ഇത് നിങ്ങളെ ഓർത്തുവെച്ചോളാം, ഇങ്ങനെ ഓർത്തുവെച്ചോളാം മക്കളെ. ഞാൻ ഈ പറയുന്ന സാധനങ്ങൾ ഇതുപോലെ തന്നെ ചെറിയ ചെറിയ സംഭവങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതിനകത്തുണ്ട്. ജസ്റ്റ് ഞാനൊന്ന് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ദേ പിടിച്ചോ എന്തൊക്കെയാണ് ഇതാ. ആര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയോതാ, ദേ പിടിച്ചോ. ഇന്ത്യ ആദ്യമായിട്ട് വിക്ഷേപിച്ചിട്ടുള്ള സാറ്റലൈറ്റ് മക്കളെ, ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്, ഇന്ത്യയുടെ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്, ഇന്ത്യസ് ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്. എന്താണ് അതിന്റെ പേര്? ആര്യഭട്ട. സോ ആര്യഭട്ട ഈസ് ദ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഓഫ് ഇന്ത്യ. അപ്പൊ നമുക്ക് അത് ലോഞ്ച് ചെയ്ത സ്ഥലം ഇയർ 1975 കേട്ടോ. 1975ലാണ് എന്ത് ചെയ്തത്? ആദ്യമായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്തത് കേട്ടോ, 1975. സെക്കൻഡ് വൺ നിങ്ങൾ നോക്ക്, നമ്മുടെ ലൂണാർ മിഷനാണ് ചന്ദ്രയാൻ. ചന്ദ്രയാൻ 1 ഉണ്ട്, ചന്ദ്രയാൻ 2 ഉണ്ട്, ചന്ദ്രയാൻ 3 ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ മംഗൾയാൻ 2013ലാണ് വന്നത്. ലാസ്റ്റ് വൺ ആദിത്യ L1 കേട്ടോ, ആദിത്യ L1. അപ്പോൾ ഓർത്തു വെച്ചോ പ്രധാനപ്പെട്ട 1975ലാണെങ്കിൽ ആര്യഭട്ട, അതേപോലെ തന്നെ ആര്യഭട്ടയാണ് ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം. അതുപോലെ തന്നെ പിന്നെ ചന്ദ്രയാന്, പിന്നെ മംഗൾയാന്, പിന്നെ ആദിത്യ L1. ഓക്കെ, L1. അപ്പോൾ ഓർത്ത് വെച്ചോ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1975 വരുന്നത് ആര്യഭട്ട എന്ത് ചെയ്യുന്നു? വരുന്നു. റെഡി, സെറ്റ്. അത് കഴിഞ്ഞ് ചന്ദ്രയാൻ നിങ്ങൾ നോക്കി, പിന്നീട് വരുന്നത് ചന്ദ്രയാനാണ്. ചന്ദ്രയാൻ 1, 2, 3 അല്ലേ? ചന്ദ്രയാൻ 1 ഉണ്ട്, 2 ഉണ്ട്, അതുപോലെ തന്നെ 3 ഉണ്ട്. പിന്നെ വരുന്നത് മംഗൾയാൻ. ഏതാ വരുന്നത്? മംഗൾയാൻ എന്ത് ചെയ്യുന്നത്? വരുന്നത് മംഗൾയാൻ 2013ലാണ് മംഗൾയാൻ വരുന്നത്. ലാസ്റ്റ് വരുന്നത് ഇതേപോലെ തന്നെ ഏതാണ്? ആദിത്യ L1. ഏതായിരുന്നത്? ആദിത്യ L1 കേട്ടോ, ഓർത്തു വെച്ചോ. സോ ഇങ്ങനെ എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഇതൊന്ന് ഓർത്ത് വെച്ചോളൂ. ഇത് ഓർത്ത് വെച്ചാൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ തന്നെ എളുപ്പത്തിൽ ഇത് ഓരോന്നും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ബഹിരാകാശ പര്യവേഷണ നേട്ടങ്ങളായിട്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് പറയാനുള്ളത്. അച്ചീവ്മെന്റ്സ് ഓഫ് ഇൻ സ്പേസ് മിഷൻസുകൾ കേട്ടോ. അപ്പോൾ അത് ഓർത്ത് വെച്ചോളെ. റെഡി. ഇനി കുഞ്ഞുങ്ങളെ, അടുത്തത് നമുക്ക് ഇവിടെ പറയാനുള്ള സാധനമാണ് ഇന്ത്യാസ് ഫോറിൻ പോളിസി. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട വിദേശ നയത്തിനെ കുറിച്ച് പറയണം. ഇന്ത്യയുടെ വിദേശ നയം മക്കളെ ഓർത്ത് വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് ഇത്. ഇന്ത്യൻ ഫോറിൻ പോളിസി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് കേട്ടോ. ഓക്കെ, നോക്കണേ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് ഇന്ത്യൻ ഫോറിൻ പോളിസി. ഓർത്ത് വെച്ചോ, ഇന്ത്യൻ ഫോറിൻ പോളിസി എക്സാമിന് ചോദിക്കും. ഇന്ത്യൻ ഫോറിൻ പോളിസി ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ ഫോറിൻ പോളിസി നോക്കി, പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് ആണ്, സമാധാനപരമായിട്ടുള്ള സഹവർത്തിത്വം ഇതുപോലെ തന്നെ വേണമെന്ന് പറയുന്നു. അതേപോലെ തന്നെ കൊളോണിയലിസത്തിനും വർണ്ണവിവേചനത്തിനും എതിരായി നിലനിൽക്കുക, സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് കോളനൈസേഷൻ ആൻഡ് അപ്പാർത്തൈഡ്, അതുപോലെ പ്രൊട്ടക്ട് നാഷണൽ സെക്യൂരിറ്റി ആൻഡ് സോവറിനിറ്റി, ദേശീയ സുരക്ഷയും പരമാധികാരവും സംരക്ഷിക്കുക, നോൺ അലൈൻ മൂവ്മെന്റ്, ചേരിചേരാ നയം, അതേപോലെ തന്നെ പഞ്ചശീൽ തത്വങ്ങൾ, പഞ്ചശീൽ പ്രിൻസിപ്പിൾസ്. മകളെ, ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പഞ്ചശീല തത്വങ്ങളാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഞാൻ പറയുന്നു പഞ്ചശീൽ തത്വങ്ങളാണ് ഇമ്പോർട്ടൻറ്റ്. ഇതാ ഒരു എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ നോക്കിയോ, പഞ്ചശീൽ പ്രിൻസിപ്പിൾസ്. മക്കളെ എല്ലാ ആൾക്കാരും നോക്കിയോ, പഞ്ചശീലുമായി ബന്ധപ്പെട്ട്, പഞ്ചശീല തത്വങ്ങളുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരും കേട്ടോ. പഞ്ചശീല തത്വങ്ങളുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിരിക്കും, അത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. സോ മകളെ നോക്കിയോ, പഞ്ചശീൽ പ്രിൻസിപ്പിൾസ് റിമെയിൻ റെലവൻറ്റ് ഇൻ ദ കണ്ടംപററി ഗ്ലോബൽ ഓർഡർ. എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് പ്രിൻസിപ്പിൾസ് ഓഫ് പഞ്ചശീൽ പ്രിൻസിപ്പിൾ. പഞ്ചശീല തത്വങ്ങൾ സമകാലിക ആഗോള ക്രമത്തിൽ പ്രസക്തമായി തുടരുന്നു. പഞ്ചശീല തത്വങ്ങളുടെ പ്രധാന തത്വങ്ങൾ വിശദീകരിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു ചോദ്യം എന്ത് ചെയ്യുന്നുണ്ട്? കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ നമ്മൾ ഇത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? പഞ്ചശീൽ പ്രിൻസിപ്പിൾസ് പഠിച്ചു വെച്ചോളാം. സോ പഞ്ചശീൽ പ്രിൻസിപ്പിൾസ് എങ്ങനെയൊക്കെയാണ് മക്കളെ നോക്ക്, ഇത് എന്തൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് സൈൻ ചെയ്തത് 1954ലാണ്, 1954ലാണ്. ഏതൊക്കെ നാഷൻസ് തമ്മിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഭാഗത്ത് ചൈന, മറ്റൊരു ഭാഗത്ത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയും ചൈനയുമാണ് എന്ത് ചെയ്യുന്നത്? ഇതുപോലെ തന്നെ ഒപ്പുവെക്കുന്നത്. ഇന്ത്യയുണ്ട്, അതേപോലെ തന്നെ ചൈനയുമാണ് എന്ത് ചെയ്യുന്നത്? ഒപ്പുവെക്കുന്നത്. മകളെ, ഇത് പഠിക്കാൻ സിമ്പിൾ ആയ ഒരു സാധനം പറയാം. ഇപ്പോൾ നമുക്ക് ഇത് ഇന്ത്യ, അതേപോലെ തന്നെ ചൈന, ഇവരൊരു ഭാര്യയും ഭർത്താവുമാണെന്ന് വിചാരിക്കുക. ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒറ്റ കാര്യം നോക്കിയാൽ ഞാൻ ഇതിന്റെ പോയിന്റ്സുകളൊക്കെ പറയുന്നത്. എന്തൊക്കെയാണ് പഞ്ചശീൽ പ്രിൻസിപ്പിൾസ്? പഞ്ചശീൽ എന്ന് പറഞ്ഞാൽ അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. ഒന്ന് നോക്കിയോ,
ഒന്നാമത് പറയുന്നത് മ്യൂച്വൽ റെസ്പെക്ട് ഫോർ ഈച്ച് അതേഴ്സ് ടെറിറ്റോറിയൽ ഇന്റഗ്രിറ്റി ആൻഡ് സോവറിനിറ്റി ആണ്. മ്യൂച്വൽ റെസ്പെക്ട് ഫോർ ഈച്ച് അതേഴ്സ് ടെറിറ്റോറിയൽ ഇന്റഗ്രിറ്റി ആൻഡ് സോവറിനിറ്റി. സെക്കൻഡ്, അപ്പോൾ അതായത് പറയുന്നത് മക്കളെ ശ്രദ്ധിക്കുക, രാജ്യങ്ങളുടെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക, അതാണ് ഒന്ന്. പരസ്പരം ആക്രമിക്കാതെ ഇരിക്കുക അല്ലേ, മ്യൂച്വൽ നോൺ അഗ്രഷൻ, അതാണ് സെക്കൻഡ് വൺ. തേർഡ് വൺ മ്യൂച്വൽ നോൺ ഇന്റർഫിയറൻസ് ഇൻ ഈച്ച് അതേഴ്സ് ഇന്റേണൽ അഫയേഴ്സ് അല്ലേ, മൂന്നാമത്തത് ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക. ഫോർത്ത് വൺ സമത്വവും പരസ്പര സഹായവും പുലർത്തുക. ഇതുപോലെ തന്നെ ഒബ്സർവ് ഇക്വാലിറ്റി ആൻഡ് മ്യൂച്വൽ അസിസ്റ്റൻസ്. പിന്നെ ലാസ്റ്റ് വൺ മെയിൻറ്റെയിൻ പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് അല്ലേ, സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക. ഇത് പ്രധാനപ്പെട്ട 5 എണ്ണമാണ് നമ്മുടെ പഞ്ചശീൽ പ്രിൻസിപ്പിൾസുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നത് നമുക്ക് ഇതുപോലെ തന്നെ ഉള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കണം പഞ്ചശീൽ തത്വങ്ങൾ ഇതേപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം. മകളെ ഇത് ഞാൻ സിമ്പിളായിട്ട് പഠിച്ചു വരാം. ഞാൻ പറഞ്ഞല്ലോ ഇവർ ഇന്ത്യയും അതേപോലെ തന്നെ ചൈനയും ഒരു ഭാര്യയും ഭർത്താവും എന്നുള്ളത് ഓർത്ത് വെച്ചൂടാ. നിങ്ങൾ നോക്ക്, ഒരു ഭാര്യയും ഭർത്താവും അവരുടെ ജീവിതത്തിനകത്ത് എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഒന്ന് മക്കളെ, പരസ്പരം ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് വേണ്ട, പരസ്പരം ബഹുമാനം വേണം, ഉറപ്പല്ലേ? നിങ്ങൾ നോക്ക്, അതുപോലെ തന്നെ മ്യൂച്വൽ നോൺ അഗ്രഷനും, പരസ്പരം ആക്രമിക്കാൻ പാടില്ല, അവർ പരസ്പരം എന്ത് ചെയ്യരുത്, ആക്രമിക്കരുത്. അതേപോലെ തന്നെ മ്യൂച്വൽ നോൺ ഇന്റർഫിയറൻസ് ആണ് അല്ലേ, അതായത് ഭാര്യ പോയിട്ട് ഭർത്താവിൻ്റെ ഫോൺ എടുക്കുക, ഭർത്താവ് പോയി ഭാര്യയുടെ ഫോൺ എടുക്കുക, എന്നിട്ട് ഇതാരാണ്, ഇതെങ്ങനെയാണ്, നീ ആരൊക്കെ വിളിച്ചു, എങ്ങനെ വിളിച്ചു, ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും നമ്മൾ ചോദിക്കരുത്. അവരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ, അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിലൊന്നും പോയി ഇടപെടരുത്. അതാ പറഞ്ഞത് നോൺ ഇന്റർഫിയറൻസ് ഇൻ ഈച്ച് അതേഴ്സ് ഇന്റേണൽ അഫയേഴ്സ്. മറ്റുള്ളവരുടെ ആഭ്യന്തര കാര്യത്തിൽ പോയി നമ്മൾ തലയിടരുത്, അങ്ങനെ ഇടരുത്. ഭാര്യയും ഭർത്താവും അങ്ങനെ ചെയ്യരുത്. അതൊരിക്കലും വിശ്വാസക്കുറവ് കൊണ്ടോ സ്നേഹമില്ലായ്മ കൊണ്ടോ അല്ല, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതേപോലെ തന്നെ മക്കളെ ശ്രദ്ധിച്ചോ, ഒബ്സർവ് ഇക്വാലിറ്റി ആൻഡ് മ്യൂച്വൽ അസിസ്റ്റൻസ്. അതേപോലെ തന്നെ ഇപ്പോൾ ചില വീട്ടിലൊക്കെ ഉണ്ടാവും, ഭർത്താവ് ഇങ്ങനെ ഓർഡർ ഇടും, അത് വരട്ടെ, ഇത് വരട്ടെ, ചായ വരട്ടെ, ചോറ് വരട്ടെ എന്ന് ഓർഡർ ഇടും. അങ്ങനെയൊന്നും പാടില്ല, കാരണം എല്ലാ ആൾക്കാർക്കും ഈക്വൽ ആയിട്ടുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം, ഭർത്താവാണെങ്കിലും ഭാര്യ ആണെങ്കിലും പരസ്പരം ഒരു സഹായം വേണം, മ്യൂച്വൽ അസിസ്റ്റൻസ് പരസ്പരം എന്ത് ചെയ്യണം, ഉണ്ടായിരിക്കണം. അപ്പോൾ ഓർത്ത് വെച്ച മക്കളെ, ഒരു ഫാമിലി ലൈഫിനകത്ത് നല്ല മ്യൂച്വൽ റെസ്പെക്റ്റ് തമ്മിൽ ഉണ്ടായിരിക്കണം. അവരെ നോൺ അഗ്രഷൻ, പരസ്പരം ആക്രമിക്കാൻ പാടില്ല. അതുപോലെ നോൺ ഇന്റർഫിയറൻസ്, പരസ്പരം മറ്റുള്ളവരെ അവരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല. അതേപോലെ തന്നെ മ്യൂച്വൽ അസിസ്റ്റൻസ്, പരസ്പര സഹായം വേണം. ഇതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈഫിനകത്ത് എന്തുണ്ടാവും, പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് ഉണ്ടാവും, സമാധാനപരമായ സഹവർത്തിത്വം ഉണ്ടാവും. ഓർത്ത് വെച്ചോളി, ഇതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ എന്തുണ്ടാവും, അവരുടെ ജീവിതത്തിനകത്ത് പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് ഉണ്ടാവും, സമാധാനപരമായ സഹവർത്തിത്വം ഉണ്ടാവും. സോ ഇങ്ങനെ നിങ്ങൾക്ക് പഞ്ചശീൽ പ്രിൻസിപ്പിൾസ് എന്ത് ചെയ്യാം, പഠിക്കാം. അപ്പോൾ പഠിച്ചില്ലേ പഞ്ചശീൽ പ്രിൻസിപ്പിൾസ് പഠിച്ചില്ലേ. അപ്പോൾ നോക്കിയോളി, പരസ്പരം ഇതുപോലെ തന്നെ അംഗീകരിക്കണം, അതുപോലെ തന്നെ ആക്രമിക്കാതിരിക്കണം, അതുപോലെ തന്നെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടാതിരിക്കണം, പരസ്പര സഹായം വേണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ സമാധാനപരമായ സഹവർത്തിത്വം ഉണ്ടാവും. റെഡിയല്ലേ സെറ്റല്ലേ മക്കളെ, റെഡിയല്ലേ. ഇത് ബൈഹാർട്ട് ചെയ്യേണ്ട ഇപ്പൊ തന്നെ പഠിച്ചു. എന്തൊക്കെയാണ് മ്യൂച്വൽ റെസ്പെക്ട് ഫോർ ഈച്ച് അതേഴ്സ് ഇന്റേണൽ ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി ആൻഡ് സോവറിനിറ്റി. സെക്കൻഡ് വൺ മ്യൂച്വൽ നോൺ അഗ്രഷൻ അല്ലേ, പരസ്പരം ആക്രമിക്കാൻ പാടില്ല. അതുപോലെ മ്യൂച്വൽ നോൺ ഇന്റർഫിയറൻസ് അല്ലേ, മ്യൂച്വൽ നോൺ ഇന്റർഫിയറൻസ് ഇൻ ഈച്ച് അതേൺ ഇന്റേണൽ അഫയേഴ്സ് അല്ലേ, മറ്റുള്ളവരുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടാൻ പാടില്ല. അതുപോലെ തന്നെ ഒബ്സർവ് ഇക്വാലിറ്റി ആൻഡ് മ്യൂച്വൽ അസിസ്റ്റൻസ് അല്ലേ, പരസ്പരമായിട്ടുള്ള സമത്വവും അതുപോലെ തന്നെ പരസ്പര സഹായം വേണം. ലാസ്റ്റ് വൺ പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്. റെഡി, സെറ്റല്ലേ മക്കളെ, സെറ്റല്ലേ? ഇത് ഉറപ്പാണ്. അപ്പോൾ മക്കളെ റെഡിയാണ്, സെറ്റല്ലേ? പഞ്ചശീൽ പ്രിൻസിപ്പിൾസ് ഉറപ്പല്ലേ, സെറ്റല്ലേ? സോ അതുകൊണ്ട് ഞാൻ പറയുന്നു, പഞ്ചശീൽ പ്രിൻസിപ്പിൾസ് നിർബന്ധമായി നിങ്ങൾ പഠിക്കണം. എക്സാമിന് എന്തായാലും പഞ്ചശീൽ തത്വവുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നിരിക്കും. സോ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, സെറ്റല്ലേ? യെസ്, റെഡി. ഓക്കെ, റെഡി അല്ലേ? സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ മക്കൾ ചെയ്താ ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ള ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ നോക്കിക്കോളൂ, കേരളവുമായി ബന്ധപ്പെട്ട ഒരു പോർഷനാണ് നമ്മൾ ഇനി എന്ത് ചെയ്യുന്നത് നോക്കുന്നത് കേട്ടോ. ഓർത്ത് വെച്ചോളണേ, ഇതുപോലെ തന്നെ നമ്മൾ നോക്കുന്ന ഒരു ഭാഗമാണ് കേരളവുമായി ബന്ധപ്പെട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ തന്നെ ചേരിചേരാ പ്രസ്ഥാനം വരുന്നുണ്ട് കേട്ടോ. അതായത് ഈ പറയുന്ന ക്യാപിറ്റലിസ്റ്റ് ചേരിയിലും സോഷ്യലിസ്റ്റ് ചേരിയിലും ഒന്നും ചേരാത്ത ആൾക്കാരുടെ ചേർന്നുണ്ടാക്കിയതാണ് ചേരിചേരാ പ്രസ്ഥാനം. ഓർത്ത് വെച്ചോളാം. ഇനി നമുക്ക് നോക്കാനുള്ള ഒരു ഏരിയ ഇതേപോലെ തന്നെ നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ട കുറച്ച് സ്ഥാനങ്ങളാണ്. കേരളവുമായി ബന്ധപ്പെട്ട് മക്കളെ, ആ കേരളവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇതുപോലെ തന്നെ പഠിക്കാനുള്ള ഈ ഏരിയാസിനകത്ത് ഇതേ പിടിച്ചോളൂ. നിങ്ങൾ നോക്കിക്കോ, പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ലാൻഡ് റിഫോംസുമായി ബന്ധപ്പെട്ട്, ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ വരാം. അതിനകത്ത് നിങ്ങൾ ചോദിച്ചോ, നിങ്ങൾ നോക്കിയോ, ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നോക്കിയോ, ലാൻഡ് റിഫോംസ് ഇൻ കേരള, കേരളത്തിലെ ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാം, ഒരു ചോദ്യം വരാം. കേരളത്തിലെ ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പഠിച്ചിട്ടേ നിങ്ങൾ എക്സാമിന് പോകാൻ പാടുള്ളൂ മക്കളെ. സോ അതുപോലെ തന്നെ ചോദ്യം ഇതാണ്, നോക്കിയോ. ഈ ചോദ്യം എന്തായാലും വന്നിരിക്കും എക്സാമിന്, എന്തായാലും ഈ ചോദ്യം എന്തായാലും വന്നിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, കേരളവുമായി ബന്ധപ്പെട്ട് എന്തായാലും ചോദ്യം വന്നിരിക്കും. ചോദ്യം ഇതാണ്:
റൈറ്റ് ഇതാ നോക്ക്, ദേ പിടിച്ചോ. ചോദ്യം ഇതാ, റൈറ്റ് എനി 3 ഔട്ട്കംസ് ഓഫ് ലാൻഡ് റിഫോംസ് ലോ ഇൻ കേരള. കേരളത്തിലെ ഭൂപരിഷ്കരണ നിയമങ്ങളുടെ ഏതെങ്കിലും 3 പ്രധാന ഫലങ്ങൾ എഴുതുക. അങ്ങനെ ഒരു ചോദ്യം ചെയ്യാൻ വരാം. അപ്പൊ നമുക്ക് നോക്കാം, വാട്ട് ആർ ദ 3 ഔട്ട്കംസ് ഓഫ് ലാൻഡ് റിഫോംസ് ലോ ഇൻ കേരള. കേരളത്തിലെ ഭൂപരിഷ്കരണ നിയമങ്ങളുടെ ഏതെങ്കിലും 3 ഫലങ്ങൾ എഴുതുക. അങ്ങനെ ഒരു ചോദ്യം എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. മക്കളെ, എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട, അങ്ങനെയൊക്കെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ എഴുതേണ്ടത്? അപ്പോൾ നിങ്ങൾ നോക്ക്, കേരളത്തിനകത്ത് ലാൻഡ് ലോഡിസം ആയിരുന്നു, ജന്മിസമായിരുന്നു. ആ ജന്മിസത്തിനെ ഇതുപോലെ തന്നെ എഗെയിൻസ്റ്റ് ആയിട്ടാണ് എന്ത് വരുന്നത്, ഇതേപോലെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ടിട്ടുള്ള ലാൻഡ് റിഫോം ബിൽ അല്ലെങ്കിൽ ഭൂപരിഷ്കരണ നിയമം വരുന്നത്. അപ്പോൾ ജന്മിമാരിൽ നിന്നും സ്ഥലം പിടിച്ചെടുത്ത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാണ്, കൊടുക്കുകയാണ് അല്ലേ. അപ്പോൾ നോക്കിയോളൂ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. എ ലിമിറ്റ് വാസ് സെറ്റ് ഓൺ ലാൻഡ് ദാറ്റ് കുഡ് ബി ഓൺഡ് അല്ലേ. അത് കൈവശം വയ്ക്കാനുള്ള ഭൂമിയുടെ മേല് ഇതുപോലെ തന്നെ പരിധി വരികയാണ് അല്ലേ. ഭൂമിയുടെ മേല് പരിധി എന്ത് ചെയ്യുന്നു, വരുന്നു. ജന്മിത്ത സമ്പ്രദായം അവസാനിപ്പിക്കുന്നു അല്ലേ. ഇതുപോലെ തന്നെ ലാൻഡ് ലോഡിസം അബോളിഷ് ചെയ്യുന്നു. അതുപോലെ തന്നെ ടെനൻസ് ബിക്കം പെർമനന്റ് ഓണർഷിപ്പ് ഓഫ് ലാൻഡ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഈ പറയുന്ന കൃഷിഭൂമി കുടിയാന്മാർക്ക് സ്ഥിരാവകാശം എന്ത് ചെയ്യുന്നു, ലഭിക്കുന്നു. അതേപോലെ തന്നെ ചൂഷണവും അസമത്വവും ഒരു പരിധി വരെ ഇല്ലാതാക്കാൻ കഴിഞ്ഞു അല്ലേ. ടു റെഡ്യൂസ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ഇനീക്വാലിറ്റി അല്ലേ. അത്രയാണ് എന്ത് ചെയ്യുന്നത് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, റെഡി, ഓക്കെ, സെറ്റ് അല്ലേ. അപ്പോൾ നോക്കിയോളൂ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊന്ന് ജസ്റ്റ് അവിടെ എന്ത് എഴുതി തരാം. ഇപ്പോൾ ആക്കി തരാം കേട്ടോ. ഒന്ന് ലാൻഡ് ലിമിറ്റ്സ് കൊണ്ടുവന്നു. ഫസ്റ്റ് വൺ എന്ത് ചെയ്യുന്നു, ലാൻഡ് ലിമിറ്റ്സ് കൊണ്ടുവന്നു, അത് ഒന്നാമത്തത്. അതുപോലെ തന്നെ അബോളിഷ് ജന്മിസം അല്ലേ. ജന്മി സിസ്റ്റം ഇതേപോലെ തന്നെ എന്താണ്, ഇതുപോലെ തന്നെ അബോളിഷ് ചെയ്തു. ജന്മി സിസ്റ്റം അബോളിഷ്ഡ്. ഓക്കെ, ഓർത്ത് വെച്ചോളാം. പിന്നെ അതേപോലെ തന്നെ പെർമനന്റ് ഓണർഷിപ്പ് അല്ലേ. പെർമനന്റ് ലാൻഡ് ഓണർഷിപ്പ് എന്ത് ചെയ്തു, ഇതുപോലെ തന്നെ ഫാമേഴ്സിന് കിട്ടി. ലാസ്റ്റ് ഫോർത്ത് വൺ എന്താണുള്ളത്, റെഡ്യൂസ് അല്ലേ. റെഡ്യൂസിനെ പറയാൻ പറ്റൂ, കംപ്ലീറ്റ് ആയിട്ടും നിർത്തി എന്ന് പറയാൻ പറ്റില്ല, അളവ് കുറച്ചു. റെഡ്യൂസ് ഇക്വാലിറ്റി ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ കേട്ടോ. റെഡ്യൂസ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ഇനീക്വാലിറ്റി. ഇത്രയാണ് നമുക്ക് പറയാൻ കേട്ടോ. ഇത്രയാണ് പറയാനുള്ളത്. അപ്പോൾ ഓർത്ത് വെച്ചോ എന്തൊക്കെയാണ്. ഇതുപോലെ തന്നെ സ്ഥലത്തിന് പരിധി കേട്ടോ. സ്ഥലത്തിന് മേല് ഭൂമിക്ക് പരിധി എന്തൊക്കെയാണ്, ഭൂമിക്ക് പരിധി കണ്ടോ. ഭൂമിക്ക് പരിധി വന്നു. അതേപോലെ തന്നെ ജന്മി സമ്പ്രദായം അവസാനിപ്പിച്ചു അല്ലേ. ജന്മിത്തം അവസാനിച്ചു. അതേപോലെ തന്നെ ഭൂമിക്ക് അവകാശം ലഭിച്ചു അല്ലേ. ഭൂമിക്ക് അവകാശം ലഭിച്ചു. നാലാമത്തത് ഇതുപോലെ തന്നെ ചൂഷണവും കുറച്ചു. ഓർത്ത് വെച്ചോ, ഇതാണ് നമുക്ക് അവിടെ പഠിക്കാൻ കേട്ടോ. ഓർത്ത് വെച്ചോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കേരളവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഒന്നുകിൽ ലാൻഡ് റിഫോംസ് വരും, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ വരും, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ. ഇതിലുള്ള പ്രധാനപ്പെട്ട നേട്ടങ്ങളാണ് എന്ത് ചെയ്യുക, എക്സാമിന് ചോദിക്കുക. ഇനി മക്കൾ ചെയ്ത ഓർത്തോ എഡ്യൂക്കേഷൻ ആണ്. എഡ്യൂക്കേഷനിൽ നമ്മൾ ഇതുപോലെ തന്നെ പോപ്പുലർ ആൻഡ് യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ ആവാനുള്ള പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് കേട്ടോ. എഡ്യൂക്കേഷൻ വരാം. എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എക്സാമിനകത്ത് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതെന്തൊക്കെയാണെന്നുള്ള ഓർത്ത് വെച്ചോളൂ. അതേപോലെ തന്നെ മക്കളെ ശ്രദ്ധിച്ചോ, എഡ്യൂക്കേഷൻ അച്ചീവ്മെന്റ്സ് ഇൻ കേരളമാണ്. കേരളത്തിലെ എഡ്യൂക്കേഷൻ അച്ചീവ്മെന്റ്സുകളാണ് നമുക്ക് നോക്കാൻ കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചോ, എഡ്യൂക്കേഷൻ അച്ചീവ്മെന്റ്സുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ വിദ്യാഭ്യാസ നേട്ടങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എക്സാമിന് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പഠിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. സോ നമുക്ക് നോക്ക് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് പ്രൈമറി. ഓർത്ത് വെച്ചോ, നോക്ക് മക്കളെ, പ്രൈമറി ആൻഡ് ഫ്രീ ആൻഡ് യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ എന്ത് ചെയ്യാണ്, കിട്ടുകയാണ്. പ്രൈമറി ആൻഡ് ഫ്രീ ആൻഡ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ കിട്ടുകയാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ഫുള്ളി ലിറ്ററേറ്റ് സ്റ്റേറ്റ് ആയിട്ട് കേരളം മാറുകയാണ്. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനമായി മാറുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും സാർവത്രികവുമായിട്ട് മാറി. അതേപോലെ തന്നെ മക്കളെ, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അകത്ത് ഇതുപോലെ തന്നെ എന്താണ്, ഈ എഡ്യൂക്കേഷനിൽ അവർ ഇതുപോലെ തന്നെ ഇടപെടുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ അധികാരങ്ങൾ ലഭ്യമാണ്. നിങ്ങൾക്കറിയാലോ, പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഒക്കെ തന്നെ കുറേ ഫണ്ടുകളൊക്കെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി ചെലവാക്കാൻ എന്ത് ചെയ്യുന്നത്, തുടങ്ങുന്നുണ്ട്. അതൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു ഉയർച്ചയാണ് അവിടെ കണ്ടിട്ടുള്ളത്. റെഡി. ഇനി മക്കൾ നോക്കിയോ,
കേരള ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ. കേരളവും ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരാം. കേരളവും ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്ത് ചെയ്യാം വരാം. പഠിച്ചിട്ടേ നിങ്ങൾ പോകാൻ പാടുള്ളൂ മക്കളെ. സോ അതിൽ വരുന്നൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്ക്, മെയിനായിട്ട് നോക്ക്, ദ പ്രോഗ്രസ് അച്ചീവ്ഡ് ഇൻ പ്രൈമറി എഡ്യൂക്കേഷൻ സെക്ടർ ഗ്രാജുവലി എക്സ്റ്റെൻഡഡ് ടു ഹയർ എഡ്യൂക്കേഷൻ സെക്ടർ ഇൻ കേരള. അപ്പോൾ നോക്ക്, പ്രൈമറി എഡ്യൂക്കേഷൻ, കേരളത്തിനകത്തുള്ള പ്രൈമറി എഡ്യൂക്കേഷൻ പിന്നീട് ഹയർ എഡ്യൂക്കേഷനിലേക്ക് എന്ത് ചെയ്യാണ് പോവാണ്. പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയിൽ നേടിയ പുരോഗതി ക്രമേണ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് എന്താണ് നേടുകയാണ്. ആ സമയത്ത് നമ്മുടെ ലക്ഷ്യം സമൂഹത്തിന്റെ എല്ലാ മേഖലയിലും സമഗ്ര മാറ്റത്തിന് നേതൃത്വം നൽകാൻ ശേഷിയുള്ള ഒരു യുവതലമുറയെ വാർത്തെടുക്കുക. നല്ലൊരു യുവതലമുറയെ അല്ലെങ്കിൽ ഒരു നല്ലൊരു യൂത്തിനെ എന്ത് ചെയ്യണം ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഒരു യങ് ജനറേഷനെ നമ്മൾ എന്ത് ചെയ്യണം ഉണ്ടാക്കിയെടുക്കണം. അതാണ് ഒന്ന്. പിന്നെ അതേപോലെ തന്നെ ഫോസ്റ്ററിംഗ് റിസർച്ച് ആൻഡ് ഇന്നോവേറ്റീവ് ഡിസ്കവറീസ് അല്ലേ. അതുപോലെ തന്നെ നമ്മൾക്ക് മെയിനായിട്ടും ശാസ്ത്ര സാങ്കേതിക മാനവ വിഷയങ്ങളിൽ പ്രാവീണ്യം നേടുന്നതോടൊപ്പം ഗവേഷണവും നൂതനമായ കണ്ടെത്തലും പരിപോഷിപ്പിക്കുക. ഇതൊക്കെ നമ്മുടെ ആ കാലഘട്ടത്തിലുള്ളതാണ്. അപ്പോൾ അന്ന് പ്രധാനപ്പെട്ട സർവകലാശാലയായിട്ട് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി മാത്രമായിരുന്നുള്ളത്. പക്ഷേ പിന്നീട് ഇന്ന് ശാസ്ത്ര സാങ്കേതിക കാർഷിക ആരോഗ്യ മേഖലയിലൊക്കെ ഒരുപാട് സർവകലാശാലകൾ ഇന്ത്യയിലേക്ക് കേരളത്തിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട്. ഒരുപാട് പ്രധാനപ്പെട്ട ഈ യൂണിവേഴ്സിറ്റികളിലെ ഈ പറയുന്ന സയൻസ്, ടെക്നോളജി, അഗ്രികൾച്ചറിലൊക്കെ ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്തുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റീസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ് ഇതുപോലെ തന്നെ വരികയാണ് അല്ലേ. അതുപോലെ തന്നെ പോളിടെക്നിക്സ്, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്, അതേപോലെ തന്നെ മക്കളെ ഈ പറയുന്ന IIT അല്ലേ, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, IIT ഇങ്ങനെയുള്ള സംഭവങ്ങൾ എന്ത് ചെയ്യാണ് വരികയാണ് അല്ലേ. അപ്പോൾ ഈ കേരളത്തിനകത്ത് IIT അതുപോലെ തന്നെ ഈ പറയുന്ന പോളിടെക്നിക്കുകളൊക്കെ എന്ത് ചെയ്യുന്നു വരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കേരളത്തിനകത്ത് ഈ വിദ്യാഭ്യാസം ഇത്രയും പോപ്പുലർ ആവാനുള്ള കാരണം കേട്ടോ. അപ്പോൾ കേരളത്തിനകത്ത് ഈ ഉന്നത വിദ്യാഭ്യാസം ഇത്രയും പോപ്പുലർ ആകാൻ സഹായിച്ചത് ഇവരൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ റെഡി. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ നോക്കി നോക്കണേ, ഹെൽത്ത് സെക്ടർ കൂടി പറഞ്ഞാൽ എന്ത് ചെയ്തു. നമ്മൾ പറഞ്ഞു കേരളത്തിലെ ആരോഗ്യ സംവിധാനത്തിനെ കുറിച്ച്. ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ മോഡൽ എക്സാമിന് ചോദിച്ചത് ആരോഗ്യ മേഖലയെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ഇനി മോഡലിൽ ഇനി അടുത്ത മെയിൻ എക്സാമിന് ചോദിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. ഹെൽത്ത് സെക്ടറിൽ എന്താണ് കേരളത്തിന്റെ കോൺട്രിബ്യൂഷൻ നോക്കി. കേരള ഈസ് എ പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റം ദാറ്റ് വാസ് അറ്റ് ദ ലെവൽ ഓഫ് ഡെവലപ്ഡ് കൺട്രീസ്. മക്കളെ, ഒരു വികസിത രാജ്യങ്ങളുടെ നിലവാരത്തിലുള്ള ഒരു പൊതുജന ആരോഗ്യ സംവിധാനമാണ് കേരളത്തിലുള്ളത്. അതിന്റെ പ്രത്യേകത കുറഞ്ഞ ചെലവിൽ പരിമിതമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ലോക നിലവാരത്തിലുള്ള മികച്ച ആരോഗ്യ പരിപാലനം കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു മെയിൻ സാധനം എന്താണ്, ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഹെൽത്ത് കെയർ കൊടുക്കുകയാണ് അറ്റ് ലോ കോസ്റ്റ് കേട്ടോ. ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഹെൽത്ത് കെയർ അറ്റ് ലോ കോസ്റ്റ് ആൻഡ് ലിമിറ്റഡ് റിസോഴ്സസ് കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചാൽ മതി, ഈ പറഞ്ഞ ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഹെൽത്ത് കെയർ അറ്റ് ലോ കോസ്റ്റ് കേട്ടോ. അപ്പോൾ കുറഞ്ഞ ചെലവിൽ ലോകോത്തര നിലവാരമുള്ള ചികിത്സ നമ്മൾ കൊടുക്കുകയാണ്. ഇനി നോക്ക്, ദ അച്ചീവ്മെന്റ്സ് ഓഫ് കേരള ഇൻ ദ ഹെൽത്ത് സെക്ടർ ആർ ലിസ്റ്റഡ് ബിലോ. മക്കളെ നിങ്ങൾ നോക്ക്, ആരോഗ്യ മേഖലയിൽ കേരളം കൈവരിച്ച ചില നേട്ടങ്ങളുടെ ഫലങ്ങൾ എന്തെല്ലാം. ഒന്ന്, കുറഞ്ഞ ശിശുമരണ നിരക്ക് അല്ലേ, ലോ ഇൻഫന്റ് മോർട്ടാലിറ്റി, അതുപോലെ തന്നെ ലോ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, അതുപോലെ തന്നെ കുറഞ്ഞ മരണനിരക്ക്, അതുപോലെ തന്നെ ഉയർന്ന ആയുർദൈർഘ്യം ഇല്ലേ, ഹൈ ലൈഫ് എക്സ്പെക്റ്റൻസി. പിന്നെ നോക്കി റാപ്പിഡ്ലി ഡിക്ലൈനിങ് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ്, അതേപോലെ തന്നെ അതിവേഗം കുറയുന്ന ജനസംഖ്യ വളർച്ചാ നിരക്ക്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പോൾ ഓർത്ത് വെച്ചോ, ഇതേപോലെ തന്നെ ഈ ഭാഗത്തു നിന്ന് ചിലപ്പോൾ ഒരു ചോദ്യം നിങ്ങൾക്ക് വരും. ഹൗ ഹാസ് ഇൻ കേരള റൈസൺ ടു എ ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഇൻ ദ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഡിസ്പൈറ്റ് ഹാവിംഗ് ലോ പെർ ക്യാപിറ്റ ഇൻകം. മക്കളെ, പ്രതിശീർഷ വരുമാനം കുറവാണെങ്കിലും മാനവ വികസന സൂചികയിൽ കേരളം എങ്ങനെയാണ് ആഗോള നിലവാരത്തിലേക്ക് ഉയർന്നത് എന്നൊരു ചോദ്യം ചിലപ്പോൾ എന്ത് ചെയ്യാം ചോദിക്കാം. ഇങ്ങനൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ മക്കൾ ഓർത്ത് വെച്ചോ, ഇങ്ങനൊരു ചോദ്യം എക്സാമിന് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കേരളത്തിന്റെ പ്രധാനപ്പെട്ട കേരള മോഡലുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം എന്ത് ചെയ്യും ചോദിക്കും. അപ്പം നമുക്ക് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ഉത്തരമാണ് എന്ത് ചെയ്യുന്നത് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം നമുക്ക് കേരളം എങ്ങനെയാണ് ഈ പറയുന്ന ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഇല്ലേ, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിനകത്ത് ഇതുപോലെ തന്നെ നമ്മൾ എങ്ങനെ കേരളം മുന്നിൽ വന്നു അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം കേരളം എങ്ങനെ ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ നമ്മൾ മുന്നിൽ വന്നു. അതിനുവേണ്ടി നമ്മളെ സഹായിച്ച സാധനങ്ങൾ ഒന്ന്, ഇതുപോലെ തന്നെ എഡ്യൂക്കേഷനും ഹെൽത്തും നമ്മളെ സഹായിച്ചിട്ടുണ്ട്, വിദ്യാഭ്യാസവും ആരോഗ്യവും നമ്മളെ നേരിട്ടുണ്ട് സഹായിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മക്കളെ ശ്രദ്ധിക്കുക, ഇതേപോലെ തന്നെ എന്താണ് ഈ 1965 സാർവത്രിക പൊതുവിതരണ സമ്പ്രദായവും ദാരിദ്ര്യം കുറയ്ക്കാൻ നമുക്ക് കഴിഞ്ഞു അല്ലേ. ഇതേപോലെ തന്നെ എന്താണ് യൂണിവേഴ്സൽ പബ്ലിക് പോവർട്ടി സിസ്റ്റം നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ കുടുംബശ്രീകൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. കുടുംബശ്രീ എന്ത് ചെയ്തു, സ്ത്രീ ശാക്തീകരണം അല്ലെങ്കിൽ വിമൻ എംപവർമെന്റ് നടപ്പിലാക്കി. അതുപോലെ തന്നെ മക്കളെ ശ്രദ്ധിക്കുക, ഈ പറയുന്ന ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്, ഈ പറയുന്ന വികേന്ദ്രീകൃത ആസൂത്രണം പ്രാദേശിക തലത്തിൽ എന്ത് ചെയ്തു നടപ്പിലാക്കി. ലാസ്റ്റ് ആൻഡ് ഫൈനൽ മക്കളെ, ഈ പറയുന്ന KSLMA അതായത് കേരള സ്റ്റേറ്റ് ലിറ്ററസി വിഷൻ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങളും എന്ത് ചെയ്തു നമ്മളെ സഹായിച്ചു കേട്ടോ. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങളും സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് വരിക. അപ്പോൾ ഇത് ചിലപ്പോൾ എന്ത് ചെയ്യാം എക്സാമിന് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പഠിച്ചു വെച്ചോളൂ കേട്ടോ, പഠിച്ചു വെച്ചോണം.
സോ അത്രയാണ് മക്കളെ ഇന്നത്തെ ഈ ഒരു ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് പറയാനുള്ളത്. ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞിട്ടുണ്ട്. യെസ്, ഫൈസൽ സാർ ഇതുപോലെ തന്നെ വെയിറ്റ് ചെയ്യാണ്. ഫൈസൽ സാർ ഈസ് വെയിറ്റിംഗ്, ഫൈസൽ സാർ ഈസ് വെയിറ്റിംഗ് ഫോർ യു. യെസ്, അപ്പൊ നമുക്ക് ഇതേപോലെ തന്നെ ഏറ്റവും അവസാനത്തെ ചാപ്റ്ററുമായിട്ട് നമ്മൾ വരികയാണ്. നമ്മുടെ 17ാമത്തെ ചാപ്റ്റർ. 17 ചാപ്റ്റേഴ്സുകളാണ് ആക്ച്വലി നമുക്ക് പഠിക്കാനുള്ളത്. അതിലെ 17ാമത്തെ ചാപ്റ്ററുമായിട്ടാണ് ഞാൻ ആക്ച്വലി വരുന്നത്. ഇതോടുകൂടെ നമ്മുടെ എന്ത് ചെയ്യും, ഈ നമ്മുടെ ലേൺ വിത്ത് മാസ്റ്റേഴ്സ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റും. എന്നെ കാണുന്നൊന്നുമില്ല, എന്നാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റും. ഒറ്റ സാധനം കൂടി ഞാൻ പറയുന്നത്. അപ്പോ മക്കളെ അല്ല ഹെൽത്ത് സെക്ടർ കേട്ടോ, ആരോഗ്യ മേഖല. ഓക്കെ, അപ്പൊ ഓർത്ത് വെച്ചോ, എക്സാമിന് പഠിക്കേണ്ട ഭാഗം ആണല്ലേ. ഇത് എന്തായാലും പഠിക്കണം. ഇന്ത്യയുടെ ഫോറിൻ പോളിസി 2ാമത്തെ പഠിക്കണം. സ്പേസ് റിസർച്ച് 3ാമത്തെ പഠിക്കണം. അത് കഴിഞ്ഞിട്ട് മോളത്ത് 4ാമത്തെ പഠിക്കുക, 5ാമത്തെ അതിന് ശേഷം. ഇത് 3 ഇമ്പോർട്ടന്റ് ആട്ടോ. ഇത് 3 ഇമ്പോർട്ടന്റ് ആണ്. കേരള ലാൻഡ് റിഫോംസ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ. ഞാൻ ഒരു കാര്യം ചോദിക്കാം, ഇതില് വരുന്ന ഉറപ്പുള്ള ഒരു ചോദ്യം പറഞ്ഞു വരുമെന്ന് ഉറപ്പുള്ളത് തന്നെ കേരളവുമായി ബന്ധപ്പെട്ട സാധനം. കേരളത്തിൽ ഒന്നെങ്കിൽ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അതെങ്ങാനും വന്നില്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ജയസ് സാറിന്റെ മീശ പകുതി പഠിച്ചു. ഓക്കെ, ഞാൻ താടി പഠിക്കും കേട്ടോ. താടി എന്തായാലും പഠിക്കട്ടോ മക്കളെ, താടി എന്തായാലും പഠിക്കേ. പേടിക്കണ്ട, താടി എന്തായാലും പഠിക്കട്ടോ. താടി വരുന്നില്ല മൂപ്പർക്ക്, എന്താ ചെയ്യാ? യെസ്, വരില്ലേ അല്ല ഇത് ഒക്കെ പോയല്ലോ. നമ്മൾ ഈ പ്രായം കുറവുള്ളതും കൊണ്ട് അതിന്റെ പ്രശ്നമുണ്ട്. ശരിയല്ലേ, ചെറിയ കൊച്ചുമൊക്കെ വരാറില്ലല്ലോ ശരിക്കും താടി. യെസ്. അപ്പൊ മക്കളെ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഫൈസൽ സാർ ആണ്. ഫൈസൽ സാർ ഇതാ വന്നിരിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും അഭ്യർത്ഥന മാനിച്ച് ഞാനിത് അവിടെ എത്തിയിട്ടുണ്ട്. മക്കളെ, നമുക്കിതാ തുടങ്ങാൻ പോവുകയാണ്. നമ്മുടെ പുതിയ ചാപ്റ്ററിലേക്ക് നമ്മൾ പോവുകയാണ്. അതിന് മുമ്പ് സ്ലൈഡുകളും കാര്യങ്ങളും. എന്താ പ്രശ്നം? മറ്റെടുക്കാം, എന്നിട്ടാക്കാം. ഇത് കഴിഞ്ഞിട്ടല്ലേ? മക്കളെ, മറ്റൊന്നുമല്ല. അപ്പൊ സൈലത്തിന്റെ മക്കളെ ശ്രദ്ധിക്കുക, സൈലത്തിൽ നിങ്ങൾക്ക് ചേർന്ന് പഠിക്കാൻ. 14 അല്ല, ന്യൂ ഉണ്ട്. ഞാൻ സെറ്റാ, ഇവിടെ ഉണ്ട്. അല്ല, അത് 14 മാർച്ച് 14 കഴിഞ്ഞു മിസ്റ്റർ. ഏപ്രിൽ 2 ഇനി അടുത്ത് വരാനുള്ളത്. അല്ല, പറഞ്ഞിട്ട് പോയി നിങ്ങള്. അപ്പൊ മക്കളെ, അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നെക്സ്റ്റ് എക്സാം ഇതേപോലെ തന്നെ ഏപ്രിൽ 2-ാം തീയതി നടക്കാൻ പോവാണ്. ആ ഡേറ്റിൽ ഒന്നുള്ളത് കേട്ടോ. അപ്പോ അതില് 100% കഴിഞ്ഞ ഉടനെ തന്നെ. അപ്പൊ സൈലത്തിന്റെ നിങ്ങൾക്ക് ചേർന്ന് 100% സ്കോളർഷിപ്പ് വേണ്ടി പഠിക്കാൻ വേണ്ടിയുള്ളതാണ്. സോ ആരും മറക്കരുത്, പെട്ടെന്ന് തന്നെ സ്കാൻ ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക കേട്ടോ. ഓക്കെ, അതെന്താ അറിയോ മക്കളെ, കുറെ ക്ലാസ് എടുത്ത് മൂപ്പർക്ക് എന്ത് ചെയ്യാണ്, എന്തോ പ്രശ്നം വന്നതാ. അപ്പൊ മക്കളെ, നമ്മളിതാ തുടങ്ങാൻ പോകുന്നു നമ്മുടെ പുതിയ ചാപ്റ്റർ. നമ്മുടെ ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, നമ്മൾ വളരെ വേഗത്തിൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ കാര്യമില്ല, പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആക്ച്വലി ഡിസ്കസ് ചെയ്യും. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഏകദേശം 13 മണിക്കൂറിലേക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, 12 മണിക്കൂറിന് മുകളിൽ നമ്മുടെ ക്ലാസ് ഉണ്ടായിരിക്കുമെന്നായിരുന്നു പറഞ്ഞത്. 13ാമത്തെ മണിക്കൂറിലേക്ക് നമ്മൾ 12 മണിക്കൂർ 50 മിനിറ്റിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ടുവേർഡ് സസ്റ്റൈനബിലിറ്റി, സുസ്ഥിരതയിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇവിടെ നമ്മൾ ആദ്യം തന്നെ കാണുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു പ്രദേശം ഇന്ന് ആക്ച്വലി ഈ ഒരു രീതിയിലാണ് കാണുന്നത്. അപ്പൊ അത് ആരൽ എന്ന് പറയുന്ന കടലിനെ കുറിച്ചുള്ള ജസ്റ്റ് ഒരു കാര്യം മാത്രമാണ്. അത് നമുക്ക് അവിടെ കിടക്കട്ടെ. നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളിലേക്ക് തന്നെ നമുക്ക് പോകാം. നമ്മൾ പരീക്ഷയ്ക്ക് വരുന്ന ഫസ്റ്റത്തെ ചോദ്യം മേ ബി വാട്ട് ഈസ് റിസോഴ്സ്, എന്താണ് വിഭവം എന്ന് ചോദിക്കാം. റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എനിത്തിങ് ദാറ്റ് സാറ്റിസ്ഫൈ ദ ഹ്യൂമൻ നീഡ്സ്, മനുഷ്യന്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്ന എന്തിനേയും നമുക്ക് എന്ത് വിളിക്കാം, റിസോഴ്സ് ആണ്, വിഭവം എന്ന് വിളിക്കാം. പക്ഷെ അതിനെന്തുണ്ടായിരിക്കാം, ഇറ്റ് ഈസ് ഓക്കെ നാച്ചുറലി, പ്രകൃതിയിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനമായിരിക്കും. ടെക്നോളജിക്കലി ഫീസിബിൾ, നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കാം. അതുപോലെ തന്നെ കൾച്ചറലി അക്സെപ്റ്റബിൾ, സാംസ്കാരികമായിട്ട് സ്വീകരിക്കാൻ പറ്റുന്നതായിരിക്കാം. അവിടെ ഒരാളവിടെ കമന്റ് ചെയ്യുന്നുണ്ട്, സാറേ ഇതിൽ 40 മിനിറ്റ് കട്ടായി പോകില്ല, അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് 12 മണിക്കൂർ വരെ ഇതിൽ ആക്ച്വലി നമ്മൾ എന്തെങ്കിലും ലൈവ് സ്ട്രീം ആയിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവുള്ളൂ. 12 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമുള്ള ഭാഗം കട്ടായിട്ടായിരിക്കും നിങ്ങൾക്ക് കാണുന്നുണ്ടാവുക. പക്ഷെ പേടിക്കേണ്ട, നിങ്ങൾക്ക് റീവാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 12 മണിക്കൂറിന് ശേഷമുള്ള നമ്മുടെ ഭാഗം നമ്മൾ ആക്ച്വലി റെക്കോർഡ് ഇവിടെ ചെയ്യുന്നുണ്ട്. ആ റെക്കോർഡ് ചെയ്തിട്ട് അതൊരു കോണ്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അപ്പ് ചെയ്ത് തരും.
പോരെ. അപ്പോൾ നിങ്ങൾക്ക് 12 മണിക്കൂറിന്റെ വീഡിയോ അവിടെ കാണാം. അതിനുശേഷമുള്ള ഭാഗം എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു കോണ്ടന്റ് ആയിട്ട് ഇന്ന് തന്നെ അല്ലെങ്കിൽ ഇന്നല്ല നാളെ രാവിലത്തോടു കൂടെ ഞാൻ എന്ത് ചെയ്യാം അപ്ലോഡ് ചെയ്ത് തരാൻ പറയാം. നമ്മുടെ ഡിസൈനേഴ്സും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യാം നമുക്ക് ഒരു സിറ്റുവേഷൻ ഇവിടെ അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ രാവിലെ ചെയ്തു തരാൻ വേണ്ടി പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ആ ഒരു ഭാഗം കട്ടായി പോകുമോ എന്ന് പറയുന്ന പേടിയൊന്നും മക്കൾ എന്ത് ചെയ്യേണ്ട, പേടിക്കേണ്ട കാര്യമില്ല. ഇവിടുന്ന് എക്സാമിനേഷൻ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കൺഫേം ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഈ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ റിസോഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ. വിഭവങ്ങൾ നമ്മൾ പല രീതിയിൽ തരംതിരിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും 4 രീതിയിലാണ് തരംതിരിക്കുന്നത്. ഒന്നാമത്തെ ബേസ് ഓഫ് ദ ഒറിജിൻ, അതിന്റെ ഉത്ഭവത്തിന്റെ ബേസ് ചെയ്തിട്ട് എന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് പറയാം അന്ന് ബയോട്ടിക്കും രണ്ടാമത്തെ അബിയോട്ടിക്കും എന്ന് പറയുന്ന. ബയോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ജൈവ വിഭവങ്ങൾ. അതായത് ജീവനുള്ള എല്ലാ വസ്തുക്കളെയും നമ്മൾ എന്താ വിളിക്കുക, ബയോട്ടിക് റിസോഴ്സ് അഥവാ ജൈവ വിഭവം എന്നാ വിളിക്കുക. ജീവനുള്ള എല്ലാം, മനുഷ്യനാവാം, മൃഗങ്ങളാവാം, ആനിമൽസ് ആവാം, അല്ലാന്നുണ്ടെങ്കിൽ മരങ്ങളാവാം, ഇവരെല്ലാത്തിനെയും നമ്മൾ എന്ത് വിളിക്കും, ബയോട്ടിക് ജൈവ വസ്തുക്കൾ എന്നാ വിളിക്കുക. അതേസമയം അബിയോട്ടിക് എന്ന് പറഞ്ഞാൽ അജൈവ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ എന്താണോ, ഇറ്റ്സ് എ നോൺ ലിവിങ് തിങ്സ്, ജീവനില്ലാത്ത വസ്തുക്കളാണ്. എയർ വായു ആവാം, വാട്ടർ വെള്ളമാകാം, സോയിൽ മണ്ണാവാം, ഇവയെല്ലാം തന്നെ നമുക്ക് എന്താ വിളിക്കാൻ പറ്റും, അജൈവ വസ്തുക്കൾ അഥവാ നമ്മൾ എന്താ വിളിക്കാറുള്ളത്, അബിയോട്ടിക് റിസോഴ്സ് എന്നാണ് വിളിക്കാറുള്ളത്. അതിൽ നമ്മൾ അത്രയും പഠിച്ചാൽ മതി. എന്നാൽ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ബേസ്ഡ് ഓൺ ദ റീന്യൂവബിലിറ്റി, അതിന്റെ പുനഃസ്ഥാപന ശേഷിയുടെ ബേസ് ചെയ്ത് നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കാണ്ട്. അത് റീന്യൂവബിൾ റിസോഴ്സും നോൺ റിന്യൂവബിൾ റിസോഴ്സും ആണ്. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങളും പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങളും എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും റീക്രിയേറ്റ് ആയി വീണ്ടും വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതിനാണ് എന്ത് വിളിക്കുക, റീന്യൂവബിൾ റിസോഴ്സ്, പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതെന്ന് വിളിക്കുക. ഉദാഹരണം സൂര്യപ്രകാശം നമ്മൾ ഉപയോഗിച്ചു എന്ന് കരുതിയിട്ട് അത് ഇല്ലാതാവോ, അത് നമുക്ക് വീണ്ടും 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 ഉപയോഗിക്കാൻ പറ്റും. കാറ്റ് നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. വാട്ടർ നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. വേവ്സ് തിരമാല നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതേസമയം ഒരു പ്രാവശ്യം അത് ഉപയോഗിച്ചാൽ ഇഫ് വൺസ് വി ക്യാൻ യൂസ് ഇറ്റ് ഷുഡ് ബി എക്സോസ്റ്റഡ്, അത് ഇല്ലാതാവും, നശിച്ചു പോകും. ഇറ്റ് ഷുഡ് ബി റീക്രിയേറ്റഡ് ടു ടേക്ക് മില്യൺസ് ഓഫ് ഇയേഴ്സ്, അത് വീണ്ടും രണ്ടാമത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ദശലക്ഷക്കണക്കിന് വർഷം എടുക്കുന്നതിന് വിളിക്കുന്ന പേരാണ് നോൺ റിന്യൂവബിൾ റിസോഴ്സ് അഥവാ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ എന്ന് വിളിക്കും. ഉദാഹരണം ഇരുമ്പ് നമ്മൾ ഉപയോഗിച്ചാൽ അത് വീണ്ടും ഉണ്ടാവാറില്ല. സ്വർണം എന്ന് പറയുന്നത്, കൽക്കരി, കോള്, നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളെ അൽഫാമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കൂലേ. സർ ഇത് എത്രാമത്തെ ചാപ്റ്ററാണ് ചോദിക്കുന്നുണ്ട് മക്കളെ, ദിസ് ഇസ് ദ ലാസ്റ്റ് ചാപ്റ്റർ. ഏറ്റവും അവസാനത്തെ ചാപ്റ്ററാണ് ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഏറ്റവും അവസാനത്തെ നമ്മുടെ 17th ചാപ്റ്ററാണ് ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്വർണം, അതുപോലെ തന്നെ കൽക്കരി, കോൾ എന്ന് പറയുന്നത്, പെട്രോളിയം ഒക്കെ ഏതിന് ഉദാഹരണമാണ്, നോൺ റിന്യൂവബിൾ റിസോഴ്സിന് പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതിന് ഉദാഹരണമാണ്. ഇതിന്റെ രണ്ടിന്റെയും ഡീറ്റെയിൽസുകൾ പഠിച്ചു വെക്കണം. ഞാൻ മറ്റേത് ബയോട്ടിക്കിന്റെ അബിയോട്ടിക്കിന്റെ ജൈവ വിഭവങ്ങളും അജൈവ വിഭവങ്ങളും ഡീറ്റെയിൽ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഇതിന്റെ ഡീറ്റെയിൽ പഠിച്ചു വെക്കണം. നാളത്തെയല്ല, നമ്മുടെ 23-ാം തീയതിയിലെ സോഷ്യൽ സയൻസിന്റെ എക്സാമിനേഷന് കാണാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നോക്കാം, റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുമ്പോൾ തീർന്നു പോകാത്തതാണ്. ഇറ്റ് ഡു നോട്ട് ഗെറ്റ് യൂസ്ഡ് അപ്പ് എന്നാ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്ത് ചെയ്യുന്നു, അത് റീക്രിയേറ്റ് ചെയ്യാൻ വീണ്ടും ഉണ്ടാവാൻ ദശലക്ഷക്കണക്കിന് വർഷം എടുക്കുന്നു, മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുക്കും. പ്രകൃതിയിൽ തുടർച്ചയായിട്ടുണ്ടാവും, ഇവിടെ വീണ്ടും ഉണ്ടാവില്ല. ഉദാഹരണവും പഠിച്ചു വെച്ചു. ഇനി ബേസ്ഡ് ഓൺ ദ ഓണർഷിപ്പ്, ഉടമസ്ഥതയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, 4 ആക്കിയിട്ട് തരംതിരിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ വ്യക്തിഗത വിഭവങ്ങൾ, രണ്ടാമത്തെ സാമൂഹിക വിഭവങ്ങൾ, മൂന്നാമത്തെ ദേശീയ വിഭവങ്ങൾ, നാലാമത്തെ അന്തർദേശീയ വിഭവങ്ങൾ. അഥവാ പേഴ്സണൽ റിസോഴ്സ്, കമ്മ്യൂണിറ്റി റിസോഴ്സ്, നാഷണൽ റിസോഴ്സ്, ഇന്റർനാഷണൽ റിസോഴ്സ്. പേഴ്സണൽ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്, എൻ്റെ കാറ്, അത് പേഴ്സണൽ ആയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് ഓൺ ചെയ്യുന്നതിനാണ് പേഴ്സണൽ റിസോഴ്സ് എന്ന് വിളിക്കാറ്. അതേസമയം കമ്മ്യൂണിറ്റി റിസോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാമൂഹിക എന്ന് പറയുന്ന സമയത്ത് എന്താണ്, പബ്ലിക് ഗ്രൗണ്ട് അഥവാ പൊതു ഗ്രൗണ്ട് എന്ന് പറയുന്നത് അത് കമ്മ്യൂണിറ്റിയുടേതാണ്, സൊസൈറ്റിയുടേതാണ്, അതാണ് സാമൂഹിക വിഭവങ്ങൾ എന്ന് വിളിക്കുക. പൊതു കളിസ്ഥലം, ശ്മശാനം തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങൾ. അതേസമയം ദേശീയം എന്ന് പറഞ്ഞ സമയത്ത്, നാഷണൽ എന്ന് പറഞ്ഞ സമയത്ത് അത് രാജ്യത്തിന്റെ ഓണർഷിപ്പിലുള്ള സാധനമായിരിക്കും. അതേസമയം ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ സമയത്ത് അത് ഇന്റർനാഷണൽ ഏജൻസീസ്, അന്താരാഷ്ട്ര സംഘടനകളുടെ ഓണർഷിപ്പിൽ ഉണ്ടാവുന്നതായിരിക്കും. അപ്പൊ എന്ത് ചെയ്യുന്നു, നമ്മൾ അതൊക്കെ നോക്കി ഇവിടെ അതൊന്നും വേണ്ട. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെയൊക്കെ വേറെ കാര്യങ്ങൾ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഡീറ്റെയിൽ ആക്കിയിട്ട് പഠിക്കാനുണ്ട്. സോ അതുകൊണ്ട് ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ റിസോഴ്സിനെ തരംതിരിക്കുന്നത് ഓൺ ദ ബേസിസ് ഓഫ് അവൈലബിലിറ്റിയുടെ ബേസ് ചെയ്തിട്ടാണ്. ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസ് ഓഫ് സ്റ്റേറ്റ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയും. വികസന സാധ്യതയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ 3 ആയിട്ടാണ് തരംതിരിക്കുന്നത്. ഒന്നാമത്തെ പൊട്ടൻഷ്യൽ റിസോഴ്സ്, സാധ്യതയുള്ള വിഭവങ്ങൾ. നമ്മൾ പറയില്ല പൊട്ടൻഷ്യൽ എന്ന്, നമ്മൾ സാധാരണ സ്കൂളിലൊക്കെ നമ്മൾ പറയുന്നതാണ്. നമ്മൾ എന്ത് ചെയ്തു, ഒരു എക്സാം ഒക്കെ എഴുതി, നമ്മുടെ സ്കൂളിലെ ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നു, പരീക്ഷ കഴിഞ്ഞിട്ട് നമുക്ക് കാര്യമായിട്ട് മാർക്കൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ചിലപ്പോൾ ടീച്ചേഴ്സ് പറയും ഇവർ നല്ല പൊട്ടൻഷ്യൽ ഉണ്ട് പക്ഷെ ഉപയോഗിക്കാത്തതാ എന്ന് വെച്ചാൽ ഇവർ നല്ല കഴിവുണ്ട്, അത് ഉപയോഗിക്കുന്നില്ല, അത് ഉപയോഗിക്കാനുള്ള ആ സിറ്റുവേഷനിൽ ഉപയോഗിക്കുന്നില്ല എന്ന് പറയുന്ന. അതുപോലെ തന്നെയാണ് പൊട്ടൻഷ്യൽ റിസോഴ്സ്, സാധ്യതയുള്ള വിഭവങ്ങൾ എന്ന് പറയുന്നത്. ഫൗണ്ട് ഇൻ ദ റീജിയൻ ബട്ട് നോട്ട് ഫുള്ളി യൂസ്ഡ്, നമുക്കറിയാം അത് അവിടെ ഉണ്ടെന്നുള്ളത്, പക്ഷെ നമ്മൾ മുഴുവനായിട്ട് ഉപയോഗിക്കുന്നില്ല. അതിന് ടെക്നോളജി നമുക്ക് അവൈലബിൾ ആയിട്ടില്ല. അപ്പോൾ പുതിയ ടെക്നോളജികൾ വരുന്നതിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതിന് വിളിക്കുന്ന പേരാണ് പൊട്ടൻഷ്യൽ റിസോഴ്സ്, സാധ്യതയുള്ള വിഭവങ്ങൾ എന്ന് വിളിക്കുന്നു.
അതേസമയം ഡെവലപ്ഡ് റിസോഴ്സ് എന്ന് പറയുന്നത് എന്താണോ, വികസിത വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണ് അതിന്റെ അവൈലബിലിറ്റി എന്ന് പറയാൻ നമ്മൾ അതിൽ നിന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഡെവലപ്ഡ് റിസോഴ്സ് നമ്മൾ വികസിത വിഭവങ്ങൾ എന്ന് വിളിക്കുക. സ്റ്റോക്സ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ, മെറ്റീരിയൽ ദാറ്റ് ക്യാൻ മീറ്റ് ഹ്യൂമൻ നീഡ്സ് ബട്ട് ലാക്ക് ഓഫ് സ്യൂട്ടബിൾ ടെക്നോളജി. നമ്മൾ എന്താണ്, ഇപ്പൊ ഭൂമിയുടെ മാൻഡിലിന് താഴെ ഒരു റിസോഴ്സ് ഉണ്ട് വിചാരിക്കാം, മാൻഡിലിന് താഴെ ഒരു വിഭവമുണ്ട്, ആ വിഭവം നമുക്ക് അവിടെ ഉണ്ടെന്നറിയാം, പക്ഷെ നമുക്ക് ഒട്ടും ഉപയോഗിക്കാൻ പറ്റില്ല. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോക്കായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറയില്ലേ, അതുപോലത്തെ സാധനത്തെയാണ് എന്ത് വിളിക്കുക, സ്റ്റോക്കുകൾ എന്ന് എന്ത് ചെയ്യാറുള്ളത് വിളിക്കാറില്ല. അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്യുക, പേരുകൾ ഡീറ്റെയിലുകൾ ഒന്നും എന്ത് ചെയ്താൽ മതി, മക്കൾ പഠിച്ചു വെച്ചാൽ മാത്രം മതി, മക്കൾ ആ ഒരു പേരുകൾ പഠിച്ചു വെക്കാം. ഇനിയാണ് നമ്മൾ അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയിലേക്ക് പോകുന്നത്. മക്കളെ, നാച്ചുറൽ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ ഉണ്ടാവുന്ന പ്രകൃതി വിഭവങ്ങൾ എന്ന് പറയുന്നത് അതാണ് ദ റിസോഴ്സസ് ദാറ്റ് ഒബ്റ്റെയിൻ ഫ്രം ദ നാച്ചുറൽ. നമുക്ക് പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന വിഭവങ്ങളെയാണ് നാച്ചുറൽ റിസോഴ്സ് എന്ന് വിളിക്കാറുള്ളത്. ദേ ആർ യൂസ്ഫുൾ ഫോർ ദ ഹ്യൂമൻ, മനുഷ്യന് ആവശ്യമുള്ള കാര്യങ്ങളെയാണ്. അതിലെന്ത് ചെയ്യുന്നു, നമ്മുടെ ഓരോ നാച്ചുറൽ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെയിലി ലൈഫ്, നമ്മുടെ നിത്യജീവിതത്തിന് ആവശ്യമുള്ള, കാരണം നമ്മുടെ വായു ആലോചിച്ച് നോക്കുക, വായു നമുക്ക് ആവശ്യമുള്ളതാണ്, എയർ നമുക്ക് ആവശ്യമുള്ളതാണ്, സോയിൽ മണ്ണ് നമുക്ക് ആവശ്യമുള്ളതാണ്, ട്രീസ് മരങ്ങൾ ആവശ്യമുള്ളതാണ്, ജീവികൾ നമുക്ക് ആവശ്യമുള്ളതാണ്. അത് നമ്മുടെ വീട്ടിൻ്റെ ആവശ്യത്തിനാവാം, ഡൊമസ്റ്റിക് യൂസിനാവാം, അല്ലെങ്കിൽ അഗ്രികൾച്ചർ കൃഷിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഉപയോഗിക്കുന്നതായിരിക്കാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിസോഴ്സ് ആണ് ആക്ച്വലി മിനറൽസ് എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ അടിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് അത് മിനറൽസിന്റെ ഭാഗത്തുനിന്ന്, ധാതുക്കളുടെ ഭാഗത്തുനിന്ന് വരാനാണ് സാധ്യത. ധാതു എന്ന് പറയുന്ന ഒരു മിനറൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എ നാച്ചുറൽ റിസോഴ്സ്, അതൊരു പ്രകൃതി വിഭവമാണ്. ഫസ്റ്റ് പോയിന്റ് അടിച്ചേക്കാം, അതൊരു പ്രകൃതി വിഭവമാണ്. അത് പ്രകൃതിയിൽ രൂപം കൊണ്ടാണ്. അതിന് കുറേ പ്രത്യേകതകൾ ഉണ്ടായിരിക്കാം, അതിൽ ഓരോ മിനറൽ, ഓരോ ധാതുവിനെ നമ്മൾ ജസ്റ്റ് നോക്കണം, അതിന്റെ ഉപയോഗം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇരുമ്പ് ആലോചിച്ചൊക്കെ, ഇരുമ്പ് എന്ന് പറഞ്ഞാൽ ഒരു റിസോഴ്സ് ആണ്, ഒരു മിനറൽ ആണ്, ഒരു ധാതുവാണ്. ഇരുമ്പ് നമുക്ക് പാത്രങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാം, യുറ്റൻസിൽസ്, ടൂളുകൾ, ഉപകരണങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം, മെഷീനുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാം, കൺസ്ട്രക്ഷൻ, വീടുകളൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഏത് ഉപയോഗിക്കാം, ഇരുമ്പിന് ഉപയോഗിക്കാം. അതേസമയം ടൈറ്റാനിയം എന്ന് പറയുന്നത് നമ്മളെ വിമാനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന, ജെറ്റ് വിമാനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് ടൈറ്റാനിയം എന്ന് പറയുന്നത്. അതേസമയം ഗോൾഡ്, സ്വർണ്ണം എന്തിനു ഉപയോഗിക്കാം, നമ്മുടെ ജ്വല്ലറി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാവാം, ഇലക്ട്രോണിക് ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്പേസ് ടെക്നോളജിയിലും സ്വർണ്ണം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അലുമിനിയം ആണെങ്കിലോ നമ്മുടെ പാത്രങ്ങളിൽ ഉപയോഗിക്കും, അതുപോലെ യുറ്റൻസിൽസിന് ഉപയോഗിക്കാം, ട്രാൻസ്പോർട്ടേഷൻ, ഗതാഗതത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അലുമിനിയത്തെ യൂസ് ചെയ്യാറുണ്ട്. കോപ്പർ, ചെമ്പ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഓർമ്മ ഉണ്ടാവും, വയറിന്റെ ഉള്ളിൽ ഉപയോഗിക്കുന്നു, ഇലക്ട്രിക്കൽ ആവശ്യങ്ങൾക്കാണ് എന്ത് ചെയ്യാറുണ്ട്, കോപ്പർ ഉപയോഗിക്കാറുണ്ട്. യുറ്റൻസിൽസ്, പാത്രങ്ങളും, ചെമ്പിന്റെ പാത്രങ്ങളൊക്കെ നമ്മുടെ വീടുകളിൽ എന്ത് ചെയ്യാറുണ്ട്, ഉണ്ടാവാറുണ്ട്. സോ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിനെ എല്ലാത്തിനെയും നമ്മൾ കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നതാണെന്ന് കൃത്യമായിട്ട് മക്കളെ മനസ്സിലാക്കിയിട്ട് വെക്കുക. ഇനി ഇതിൽ ചോദിക്കാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളിലേക്കാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇനി പറയാൻ പോകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിനറലാണ് ഇരുമ്പെന്ന് പറയുന്നത്. ഇരുമ്പെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിനറലാണ്, ഒരു ധാതുവാണ്. അതുകൊണ്ട് പഠിച്ചു വെച്ചോ, പരീക്ഷയ്ക്ക് ചോദിക്കാം. നമ്മുടെ ഈ ചാപ്റ്റർ തന്നെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇരുമ്പിനെ ശ്രദ്ധിക്കണം, കൽക്കരിയെ ശ്രദ്ധിക്കണം, പെട്രോളിനെ ശ്രദ്ധിക്കണം. ഇതിന് മൂന്നിനെയാണ് ഏറ്റവും കൂടുതലായിട്ട് മക്കൾ ശ്രദ്ധിക്കേണ്ടത്. മക്കളെ, അതിൽ ഇരുമ്പെന്ന് പറയുന്ന, ഇരുമ്പ് ലോകത്തെ ഏറ്റവും കൂടുതൽ മൈൻ ചെയ്യുന്ന സ്ഥലം കജ്രാസ് മൈൻ ആണ്, ബ്രസീലിലാണ് നിൽക്കുന്നത്. അയൺ എന്ന് പറയുന്നത്, ഇരുമ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെയിലി ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് നിർബന്ധമായിട്ടുള്ളതാണ്. ഇരുമ്പിന്റെ ആവശ്യങ്ങൾ നമുക്കറിയാലോ, ആർക്കും സംശയമില്ലല്ലോ. മേക്കിംഗ് ദ ടൂൾസ്, നമ്മൾ ടൂളുകൾ ഉണ്ടാക്കാൻ വേണ്ടി, കൺസ്ട്രക്ഷൻ വർക്കിന്, ട്രാൻസ്പോർട്ടേഷൻ വർക്കിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇരുമ്പിനെ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതിൽ നമ്മൾ സ്റ്റീൽ പ്രൊഡക്ഷനാണ് ഇരുമ്പിനെ പ്രധാനമായിട്ട് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഇരുമ്പ് കഴിഞ്ഞാൽ രണ്ടാമത്താണ് ചെമ്പ് എന്ന് പറയുന്ന കോപ്പർ. നമ്മൾ ജസ്റ്റ് പഠിച്ചിട്ടുണ്ട്, കോപ്പർ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെറ്റീരിയൽ. എല്ലാത്തിനും നമ്മൾ ആ ഒരു രീതി തന്നെ എന്ത് ചെയ്യുക, ആദ്യം തന്നെ പഠിച്ചൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടാണ്, ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. കോപ്പർ, ചെമ്പ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്തിനാന്ന് പറയുക മക്കളെ, അത് നമ്മുടെ ഇലക്ട്രിക്കൽ ഐറ്റംസ് എന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ നമ്മൾ എന്താണ്, വയറുകളിലും മറ്റുമാണ് ചെമ്പിനെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യത്തിലേക്ക് ഞാൻ പോകുന്നു, ഒരു മിനിറ്റ്. ഊർജ വിഭവങ്ങൾ എന്ന് പറയുന്ന ഒരു കൺസിഡറേഷൻ ഉണ്ട് മക്കളെ. നമ്മളിതാ ആക്ച്വലി 13 മണിക്കൂറുകൾ ആക്ച്വലി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. രാവിലെ 9 മണിക്ക് തുടങ്ങിയ ലൈവാണ്. നമ്മൾ വിചാരിച്ചിരുന്ന ആക്ച്വലി ഉച്ചയ്ക്ക് 2 മണിക്ക് തുടങ്ങണം എന്നുള്ള. ഉച്ചയ്ക്ക് 2 മണിക്ക് തുടങ്ങിയ ആക്ച്വലി രാത്രി 3 മണിയിലേക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടായിരിക്കും. നമ്മൾ 13 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മക്കളെല്ലാവരും ഒരു കാര്യം ചെയ്തോ, നമ്മൾ ഞാൻ അങ്ങനെ നിൽക്കാം, 13 hours കംപ്ലീറ്റ്, അല്ലെങ്കിൽ 13+ hours കംപ്ലീറ്റഡ് എന്ന് പറയുന്ന ഒരു സ്റ്റോറി എല്ലാവരും ഇട്ട്, 13 hours കംപ്ലീറ്റഡ് എന്ന് പറയുന്ന ഒരു സന്തോഷത്തിന്റെ സ്റ്റോറി, 13 മണിക്കൂറുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നിട്ട് പഠിച്ചു എന്ന് പറയുന്നതിന്റെ ആ ഒരു സ്റ്റോറി എല്ലാ
എല്ലാവരും ഇടാം. എല്ലാവരും എന്നിട്ട് എന്നെ ഒന്ന് മെൻഷൻ ചെയ്തു. ഞാൻ ആക്ച്വലി റീമെൻഷൻ ഒക്കെ ചെയ്യാം, ഒരു വീഡിയോയോ സ്റ്റോറിയോ ഒക്കെ ആയിട്ട് എന്ത് ചെയ്യാം. ഇവിടെ 13 മണിക്കൂറുകളാണ് നമ്മൾ ആക്ച്വലി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അടിപൊളിയായിട്ട് എൻ്റെ മക്കൾ പൊളിയാ മാസാണ്. കാരണം 13 മണിക്കൂറുകളൊക്കെ സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ പണ്ടൊക്കെ പറഞ്ഞിരുന്ന പേരെന്താണെന്നോ, ഉറക്കം വരുന്ന സബ്ജക്റ്റ് എന്നായിരുന്നു വിളിച്ചിരുന്നത്, താല്പര്യമില്ലാത്ത സബ്ജക്റ്റ് എന്നായിരുന്നു വിളിച്ചിരുന്നത്, നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത സബ്ജക്റ്റ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. ആ സബ്ജക്റ്റിനെയാണ് നമ്മൾ 13 മണിക്കൂറുകൾ തുടർച്ചയായിട്ട് നമ്മൾ പഠിപ്പിച്ചതും നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഇരുന്നതും. നിങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അല്ല, എനിക്ക് ഉറപ്പായിട്ടും എനിക്ക് പറയാൻ പറ്റും, സൈലത്തിൻ്റെ സോഷ്യൽ സയൻസിൽ, സൈലത്തിൻ്റെ ഇത്രയും കാലത്തെ ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ സോഷ്യൽ സയൻസിൽ ലൈവ് പോയ ഒരു ബാച്ച് എന്ന് പറയുന്നത് അത് 2025-26 ബാച്ചിലെ SLC മക്കൾക്കായിരിക്കും. ദാറ്റ്സ് ഡാം ഷുവർ. ഐ എം ഡാം ഷുവർ. കാരണം കഴിഞ്ഞ വർഷം നമ്മൾ 12 മണിക്കൂർ എടുത്തിട്ടുള്ളൂ. ഇത് 13 മണിക്കൂറുകളും കംപ്ലീറ്റ് ചെയ്ത് പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എനർജി റിസോഴ്സ്, നമുക്ക് എന്ത് ചെയ്തു, എനർജി തരുന്ന, ഊർജ്ജം തരുന്ന വിഭവങ്ങളെയാണ് ആക്ച്വലി എനർജി റിസോഴ്സ് എന്ന് ചെയ്യാറുള്ളത്, നമ്മൾ വിളിക്കാറുള്ളത്. എനർജി റിസോഴ്സ് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് നിർബന്ധമായിട്ട് വേണ്ട. കാരണം എനർജി നമുക്ക് ആവശ്യമുണ്ട്, ഊർജ്ജം ആവശ്യമില്ല. TV വേണമെങ്കിൽ, ഫാൻ വേണമെങ്കിൽ, വണ്ടി ഓടിക്കണമെങ്കിൽ, എന്ത് ചെയ്യുന്നു, മോട്ടോർ വർക്ക് ചെയ്യണമെങ്കിൽ, എല്ലാത്തിനും നമുക്ക് എന്ത് ചെയ്യാണ്, എനർജി, ഊർജ്ജം ആക്ച്വലി ആവശ്യമുള്ളതാണ്. അതായത് ഈ എനർജി തരുന്ന സാധനങ്ങളെ, രാസമാറ്റത്തിലൂടെ ഊർജ്ജം പുറത്തുവിടുന്ന ഏതൊരു വസ്തുവിനെയും നമ്മൾ വിളിക്കുന്നത് ഒരു ഫ്യൂവൽ എന്നാണ്. ദ സബ്സ്റ്റൻസ് ദാറ്റ് റിലീസ് ദ എനർജി ത്രൂ ദ കെമിക്കൽ പ്രോസസ്. രാസമാറ്റത്തിലൂടെ നമുക്ക് ഊർജ്ജം തരുന്ന എന്തിനേയും നമ്മൾ എന്ത് വിളിക്കുന്നു, ഫ്യൂവൽ എന്ന് വിളിക്കുന്നു. ഇതിന് പരീക്ഷയ്ക്ക് പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഡിഫറെന്റ്. നമ്മൾ എന്ത് ചെയ്തു, ഈ ഫ്യൂവലിനെ 2 തരത്തിൽ, അല്ലെങ്കിൽ എനർജി റിസോഴ്സിനെ നമ്മൾ 2 തരത്തിൽ തരംതിരിക്കാണ്ട്, നോൺ റിന്യൂവബിൾ എനർജി റിസോഴ്സും റിന്യൂവബിൾ എനർജി റിസോഴ്സും. അഥവാ നോൺ റിന്യൂവബിൾ എന്ന് പറഞ്ഞാൽ കൺവെൻഷണൽ, പരമ്പരാഗത, പഴയ കാലഘട്ടത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഉദാഹരണം നമ്മൾ പറഞ്ഞ ആദ്യം തന്നെ മനസ്സിലാവും. ഇപ്പൊ പെട്രോൾ, കൽക്കരി പോലത്തേക്കാണ് നോൺ റിന്യൂവബിൾ എനർജി റിസോഴ്സ് എന്ന് പറയാം, പരമ്പരാഗതമായിട്ടുള്ളത്. അതേസമയം നമ്മൾ റിന്യൂവബിൾ എനർജി റിസോഴ്സ് എന്ന് പറഞ്ഞാൽ നോൺ കൺവെൻഷണൽ റിസോഴ്സ്, അഥവാ നമ്മൾ എന്ത് ചെയ്യുന്നു, പുനഃസ്ഥാപന ശേഷിയുള്ള അല്ലെങ്കിൽ പാരമ്പര്യ റിസോഴ്സ് എന്ന് പറയുന്ന സമയത്ത് അതിന് ഉദാഹരണം ഏതാരോ, അത് നമ്മളെ സോളാർ എനർജി ഒക്കെ ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പൊ സോളാർ എനർജി ചെയ്യുമ്പോൾ നമ്മളുടെ മാറ്റം എന്താണ്, നമ്മൾ എന്ത് പെട്രോൾ ഒക്കെ ആവുന്ന സമയത്ത് എന്ത് ചെയ്തു, ഡിപ്ലീറ്റഡ് ഓർ എക്സോസ്റ്റഡ് വിത്ത് യൂസ്, നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് അത് ഇല്ലാതാവും, നശിച്ചു പോകും. പക്ഷെ ഇവിടെ എന്തല്ല, സൂര്യപ്രകാശം എന്ന് പറഞ്ഞാൽ അതല്ല, അവൈലബിൾ പ്ലെൻലി, ധാരാളമായിട്ട് നമുക്ക് അവൈലബിൾ ആവുന്നതാണ്. അതുപോലെ തന്നെ ഇറ്റ് കോസസ് പൊല്യൂഷൻ. നമ്മൾ എന്ത് ചെയ്യുന്നു, പെട്രോൾ കത്തുന്ന സമയത്ത്, കൽക്കരി കത്തുന്ന സമയത്ത് അത് പൊല്യൂഷൻ, മലിനീകരണം ഉണ്ടായിരിക്കും. എന്നാൽ സൂര്യപ്രകാശം എക്കോ ഫ്രണ്ട്ലി ആണ്, മലിനീകരണം ഉണ്ടാവില്ല. വെരി എക്സ്പെൻസീവ് ടു മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ചിലവാണ്. ഇതെന്തല്ല, അങ്ങനെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊന്നുമില്ല. ലിമിറ്റഡ് അവൈലബിലിറ്റി, ഇതിന്റെ അവൈലബിലിറ്റി കുറവാണ്. പക്ഷേ ഇതെന്താണ്, എക്സോസ്റ്റഡ് ആയിട്ട് മാറില്ല എന്ന് പറയുന്നതാണ്. സോ ഇത് കൃത്യമായിട്ട് മക്കൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഇവ തമ്മിലുള്ള കമ്പാരിസൺ, ഇവ തമ്മിലുള്ള ഡിഫറൻസുകൾ എന്താണെന്ന് മക്കൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇനി നമ്മൾ ഫോസിൽ ഫ്യൂവലിലേക്ക് പോകാണ്, ഫോസിൽ ഇന്ധനങ്ങളിലേക്ക് പോകണം. ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറയുന്നത് നോൺ റിന്യൂവബിൾ റിസോഴ്സ് ആണ്, എന്ന് വെച്ചാൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതാണ്. ആ ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഇല്ലാതാവും. പ്രധാനമായിട്ടുള്ള ഫോസിൽ ഫ്യൂവലുകൾ എന്ന് പറയുന്നത് 2 എണ്ണമാണ്, കോളും പെട്രോളിയം. മക്കൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. കോൾ എന്ന് പറഞ്ഞാൽ കൽക്കരി എന്ന് പറയുന്നത് നമുക്കറിയാലോ, കൽക്കരി എന്ന് പറയുന്ന ഒരു ഫോസിൽ ഫ്യൂവൽ ആണ്. അത് പ്ലാന്റ്സ് റിമൈൻസ്, മരങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന്, സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഏതുണ്ടാക്കിയിട്ടുള്ളത്, കൽക്കരി ഉണ്ടായിട്ടുള്ളത്. അതിന് ഹൈ കാർബൺ കണ്ടന്റ്, ധാരാളമായിട്ട് കാർബണിന്റെ അംശം ഉണ്ടായിരിക്കും. കറുപ്പ് അല്ലെങ്കിൽ തവിട്ട് നിറമാണ് ഉണ്ടാവാറുള്ളത്. ബ്ലാക്ക് ഓർ ബ്രൗൺ കളറാണ് ഏതുണ്ടാവുക, കോളിന്, കൽക്കരിക്ക് ആക്ച്വലി ഉണ്ടാവാറുള്ളത്. അതേസമയം ഈ കോളിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാ, യൂസ് ഓഫ് ദ മെറ്റലറി, ലോഹ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇരുമ്പൊക്കെ ഉരുക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്, കോൾ ഉപയോഗിക്കാറുണ്ട്. കെമിക്കലിന് റോ മെറ്റീരിയൽസുകളായിട്ട് ഉപയോഗിക്കാറുണ്ട്. രാസവസ്തുക്കളുടെ മൂല്യ സാധനങ്ങളായിട്ട് ഉപയോഗിക്കാറുണ്ട്. മെഡിസിൻസ്, മരുന്നുകളിൽ ഡൈ ചെയ്യാൻ വേണ്ടി നമ്മൾ നിറം കൊടുക്കൂലേ, നമ്മൾ മുടിയൊക്കെ നരക്കുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യൂലേ. അതുപോലെ തന്നെ പെസ്റ്റിസൈഡ്സുകളിൽ, വാക്സുകളിൽ, ഓയിൽമെന്റുകളിലെല്ലാം നമ്മൾ എന്ത് ചെയ്യാണ്, കൽക്കരി ഉപയോഗിക്കും. അതുപോലെ കോൾ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് തെർമൽ പവർ ജനറേഷൻ, അഥവാ താപവൈദ്യുത നിലയങ്ങൾ. നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കോളിനെ, കൽക്കരിയെ നന്നായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ രണ്ടാമത്തെ സാധനമാണ് മക്കളെ ഫോസിൽ ഫ്യൂവൽ ആയിട്ടുള്ള രണ്ടാമത്താണ് പെട്രോളിയം എന്ന് പറയുന്നത്. പെട്രോളിയം ഒരു ഫോസിൽ ഫ്യൂവൽ ആണ്. അത് ഹ്യൂമൻ നമ്മൾ പണ്ട് കാലഘട്ടം മുതലേ മനുഷ്യനെ ഉപയോഗിച്ചിട്ടുണ്ട്. പണ്ട് കാലത്ത് മനുഷ്യൻ വിശ്വസിച്ചിരുന്നത് എന്തായിരുന്നു, ഈ പെട്രോളിയം എന്ന് പറയുന്ന ഒരു പുണ്യമാക്കപ്പെട്ടതാണ്. കാരണം ഭൂമിയിൽ നിന്ന് കിട്ടുന്ന വെള്ളം കത്തുക എന്ന് പറയുന്ന ഒരു ചിന്തയ്ക്കായിരുന്നു ജനങ്ങളുടെ മുമ്പിൽ എന്ത് ചെയ്യുന്നത് അന്ന് ഉണ്ടായിരുന്നത്. ഈ പെട്രോളിനെ നമ്മൾ 2 പേരുകളിൽ വിളിക്കാറുണ്ട്. അതിനെ റോക്ക് ഓയിൽ എന്ന് വിളിക്കും, ബ്ലാക്ക് ഗോൾഡ് എന്ന് വിളിക്കും. റോക്ക് ഓയിൽ അഥവാ ശിലാതൈലം എന്നും കറുത്ത സ്വർണ്ണം എന്നും എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ഏതിനെ വിളിക്കാറുണ്ട്, പെട്രോളിയത്തെ വിളിക്കാറുണ്ട്.
മക്കൾ കണ്ണ് വേദനിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. മക്കൾ ഇത് അപ്പം കഴിയും. ഞാൻ ബ്ലാക്ക് ഫ്രെയിമിലേക്ക് ഇട്ടിട്ടുള്ളതാണ്. ഇപ്പം കഴിയും കേട്ടോ. ജസ്റ്റ് ഒന്ന് മക്കൾ വെയിറ്റ് ചെയ്യണം. ജസ്റ്റ് ഇതാ ഒരു മാക്സിമം ഒരു 5 മിനിറ്റ്സ്, 5 അല്ല ഒരു 10 മിനിറ്റ്സ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് പറയാനുണ്ട്. അതുകൊണ്ടാണ് മാക്സിമം ഒരു 10 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്തിട്ട് തരാം. അപ്പോൾ പെട്രോളിയം ഇന്ന് ആക്ച്വലി ഭൂമിയിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. എനർജി ക്രൈസിസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. നമുക്ക് തന്നെ പറയാം നമ്മൾ എന്ത് ചെയ്യാണ്, പെട്രോളിയത്തിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ, റൈസ് ഇൻ ദ എനർജി ഡിമാൻഡ്, ഊർജ്ജത്തിൻ്റെ പ്രതിസന്ധി കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഊർജ്ജത്തിൻ്റെ ആവശ്യം, എനർജിയുടെ ആവശ്യം നമുക്ക് എല്ലാ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഫോസിൽ ഇന്ധനങ്ങൾ ഇല്ലാതിരിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം നമ്മൾ ഇതിനെ മാക്സിമം ഒഴിവാക്കിയിട്ട് ഈ എനർജി ക്രൈസിസ് ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞു ഫോസിൽ ഫ്യൂൽസുകൾ ഇല്ലാതാവാൻ, ഡെവലപ്മെന്റുകളൊക്കെ ഇല്ലാതായിട്ട് മാറുന്നത് കൊണ്ട് തന്നെ മാക്സിമം നമ്മൾ ഏതിലേക്ക് മാറണം, നോൺ റിന്യൂവബിൾ എനർജി, പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങളിലേക്ക് മാറണം. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങളിലേക്കാണ് നമ്മൾ മാറേണ്ടത്. അല്ലാതെ എന്തല്ല, ഈ ഫോസിൽ ഫ്യൂലുകളെ മാക്സിമം ഒഴിവാക്കാം. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സോളാർ എനർജി, സൗരോർജ്ജം. അറിയാലോ, സൂര്യപ്രകാശത്തിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ എനർജി നമ്മൾ ഉണ്ടാക്കുന്നത്. അതിൽ 2 ടെക്നിക്കുകൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. 2 ടെക്നിക്കുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അത് ഫോട്ടോ വോൾക്കാനിക് മെത്തേഡും സോളാർ തെർമൽ മെത്തേഡും ഉണ്ട്. ഫോട്ടോ വോൾക്കാനിക് രീതി, സോളാർ തെർമൽ ക്യാപ്ചർ രീതി. ഈ 2 രീതികളിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, സൂര്യപ്രകാശത്തിൽ നിന്ന് ഊർജ്ജം ഉണ്ടാക്കാറുണ്ട്. എന്നാൽ വിൻഡ് മില്ല് അഥവാ നമ്മളെ കാറ്റാടികൾ കറക്കിയിട്ട്, കാറ്റാടിയുടെ കൈനറ്റിക് എനർജി ഉണ്ടല്ലോ, ഗതികോർജ്ജം ഉണ്ടല്ലോ, അവയെ നമ്മൾ വൈദ്യുതിയാക്കി മാറ്റുന്നതാണ് വിൻഡ് എനർജി എന്ന് പറയുന്നത്. കൈനറ്റിക് എനർജിയെ വിൻഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, എനർജി ആക്കിയിട്ട് മാറ്റുന്നതാണ് വിൻഡ് എനർജി എന്ന് പറയുന്നത്. ജിയോ തെർമൽ എനർജി എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അടി ഭയങ്കര ചൂടാണ്. നമ്മളെന്ത് മാഗ്മയൊക്കെ ഉണ്ടല്ലോ, മാറ്റിലേക്കുള്ള മാഗ്മയൊക്കെ ഉണ്ട്. ഈ മാഗ്മ ഒക്കെ പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. അപ്പൊ ഈ ഭൂമിയുടെ അടിയിൽ നിന്ന് വരുന്ന ചൂടിനെ എന്താക്കിയിട്ട് മാറ്റുന്നു, എനർജി ആക്കിയിട്ട് മാറ്റുന്നു. അതാണ് മാഗ്മ റിലീസ് ചെയ്യുന്ന ഹീറ്റിനെ എനർജി ആക്കിയിട്ട് മാറ്റുന്നതിനെ വിളിക്കുന്ന പേരാണ് ജിയോ തെർമൽ എനർജി എന്ന് പറയുന്നത്. അതേസമയം ടൈഡൽ എനർജി ഉണ്ട്. വേലിയേറ്റവും വേലിയിറക്കും ഉണ്ടല്ലോ, ഹൈറ്റൈഡും ലോ ടൈഡും. ഈ ഹൈറ്റൈഡും ലോ ടൈഡും ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, അവിടുന്ന് ഒരു ടർബൈൻ, ഈ ഒരു ടർബൈൻ ഇവിടെ ഉണ്ടായിരിക്കും. ഈ ടർബൈന് കറക്കിയിട്ട് എന്ത് ചെയ്യാണ്, എനർജി ഉണ്ടാക്കുന്നതാണ് ടൈഡൽ എനർജി എന്ന് പറയുന്നത്. ബയോ എനർജി എന്ന് പറഞ്ഞാൽ ബയോ വേസ്റ്റ് എന്നാണ്. ഇത് പ്രധാനമായിട്ടും നമ്മളെ റൂറൽ ഏരിയ, ഗ്രാമപ്രദേശത്താണ് ഉണ്ടാവാറുള്ളത്. ബയോളജിക്കൽ വേസ്റ്റ് എന്ന് ബയോ വേസ്റ്റ് എന്നാണ്. അത് അർബൻ ഏരിയയിൽ ഇന്ന് മാറിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളതാണ് ഹൈഡ്രജൻ എനർജി എന്ന് പറഞ്ഞാൽ. ഇതൊരു ഫ്യൂച്ചർ എനർജി ആയിട്ട് കൺസിഡർ ചെയ്യുന്ന, ഭാവിയിൽ വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എനർജി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ് ഹൈഡ്രജൻ എനർജി എന്ന് പറയുന്നത്. ഹൈഡ്രജൻ എനർജി നിർബന്ധമായിട്ട് മക്കൾ പഠിച്ചേക്കാം. ഹൈഡ്രജൻ ഈസ് യൂസ് ടു പ്രൊഡ്യൂസ് ദ എനർജി. ഹൈഡ്രജൻ എന്ത് ചെയ്യാം, എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് ഹൈഡ്രജൻ എനർജി എന്ന് പറയുന്നത്. ഇതൊരു ക്ലീൻ ഫ്യൂവൽ, അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതൊരു ക്ലീൻ ഫ്യൂവലാണ്, ശുദ്ധമായ ഇന്ധനമാണ്. ഇതിന്ന് എന്ത് ചെയ്യുന്നു, ഒരിക്കലും ഇത് ഉപയോഗിക്കുന്ന സമയത്ത് അതിന് വേസ്റ്റുകളൊന്നും ഉണ്ടാവില്ല. ഇന്ന് ആകെ ഉണ്ടാകുന്ന വേസ്റ്റ് എന്ന് പറയുന്നത് വാട്ടർ വെപ്പേഴ്സാണ്, ജലാംശമാണ് ഇതിന്ന് ഉണ്ടാകുന്ന വേസ്റ്റ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ജലാംശം ആയതുകൊണ്ട് ഇത് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇത് ഭയങ്കര ഫ്യൂച്ചർ ആയിട്ട്, ഫ്യൂച്ചർ എനർജി നീഡ്സ്, ഭാവിയിലെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഹൈഡ്രജൻ എനർജി എന്ന് പറയുന്നത്. 1 മാർക്കിന് ചോദ്യം ഉണ്ടായേക്കാം. ലോക ഊർജ്ജ സംരക്ഷണ ദിനം എന്നാണ്? അത് ഡിസംബർ 14 എന്ത് ചെയ്യുന്നത്, നമ്മൾ പറയുന്നത്. ഡിസംബർ 14 ലോക ഊർജ്ജ സംരക്ഷണ ദിനം വരുന്നത്. ഏറ്റവും അവസാനത്തെ ടോപ്പിക്കുകളിലേക്ക് ഇതാ നമ്മൾ പോകാൻ പോകുന്നു. എനർജി കൺസർവേഷൻ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എനർജി എന്ത് ചെയ്യുന്നു, കൺസർവേഷൻ ആണ്. എനർജി കൺസർവേഷൻ എന്ന് പറയുന്നത് എനർജി നമ്മൾ സംരക്ഷിക്കണം. എനർജി കൺസർവേഷൻ എന്ത് ചെയ്യുന്നു, ഡേ ആയിട്ട് 14 നമ്മൾ ബാക്കിയുള്ള എനർജിയെ പ്രൊട്ടക്ട് ചെയ്യുക, സംരക്ഷിക്കൽ നിർബന്ധമായിട്ടുള്ളതാണ്. വൈ എനർജി കൺസർവേഷൻ നീഡഡ്, പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളതാണ്. വൈ എനർജി കൺസർവേഷൻ നീഡഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നാച്ചുറൽ റിസോഴ്സസ് ആർ ഗ്രാജുവലി ഡ്വെല്ലിംഗ്. പ്രകൃതി വിഭവങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്, പ്രകൃതി സോഴ്സുകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഫ്യൂച്ചർ ജനറേഷൻ മേ ബി സ്കേഴ്സിറ്റി. അതുകൊണ്ട് തന്നെ ഭാവി തലമുറ പ്രശ്നം നേരിടാം. കാരണം എനർജി ഇല്ലാതായതുകൊണ്ട് ഇതിന് ഭാവി തലമുറ അതിന് പ്രശ്നം നേരിടാനുള്ള ഒരു സാധ്യതയുണ്ട്. ബാലൻസ് നീഡഡ് ബിറ്റ്വീൻ റിസോഴ്സ് യൂസ് ആൻഡ് ഡെവലപ്മെന്റ്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കാം, ഇതിനെ ഒരു ബാലൻസ് ചെയ്തിരിക്കണം. നമ്മൾ റിസോഴ്സുകൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് എന്താണ്, അതിനെ ബാലൻസ് ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കണം. അതുകൊണ്ട് ഏറ്റവും അവസാനമായിട്ട് പറയുന്നതാണ് ഹൗ ടു കൺസേർവ് ദ എനർജി റിസോഴ്സ്. പരീക്ഷയ്ക്ക് വരാൻ സാധ്യത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദ്യമാണത്. എനർജിയെ എങ്ങനെ സംരക്ഷിക്കാം. ഒന്നാമതായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം യൂസ് ദ റിസോഴ്സ് കെയർഫുള്ളി. ഊർജ്ജ സ്രോതസ്സുകൾ ശ്രദ്ധയോടുകൂടെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതെന്ത് ചെയ്യരുത്, അവോയ്ഡ് വേസ്റ്റേജ്. വേസ്റ്റുകൾ ഉണ്ടാക്കാതെ വളരെ ശ്രദ്ധയോടുകൂടെ ഉപയോഗിക്കുക എന്നുള്ളതാണ് എനർജി കൺസേർവ് ചെയ്യാനുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഫസ്റ്റ് അവർ പോയിന്ന് അല്ല, അത് വെറുതെ പറയാം. ഇതിന് ശേഷമല്ലേ പോകുള്ളൂ, ഉറപ്പാണ്. അത് വരെ അങ്ങനെ പറഞ്ഞു, സ്റ്റുഡിയോ ബോയ്സ് അങ്ങനെ പറഞ്ഞു. അതുപോലെ തന്നെ പ്രൊമോട്ട് റീന്യൂവബിൾ എനർജി. പുനഃസ്ഥാപന ശേഷിയുള്ള ഊർജ്ജം മാക്സിമം ഉപയോഗിക്കുക. എന്ന് വെച്ചാൽ ഹൈഡ്രജനെ പോലെയുള്ള, സോളാർ എനർജിയെ പോലെയുള്ള കാര്യങ്ങൾ മാക്സിമം ഉപയോഗിക്കുക. നമ്മൾ സോളാർ, വിൻഡ്, ഹൈഡ്രോ ഇലക്ട്രിക്, ജിയോ തെർമൽ പോലെയുള്ള കാര്യങ്ങൾ മാക്സിമം ഉപയോഗിക്കുക. അങ്ങനെയല്ലല്ലോ വരിക. ഷാഹിദ് സാറിനോട് ചോദിച്ചു, ഷാഹിദിന് അറിയാം ഇതിന്റെ കാര്യം.
പ്രൊട്ടക്ട് ദ ഫോസിൽ ഫ്യൂൽ യൂസേജ്. നമ്മൾ എന്ത് ചെയ്യുക, റെഡ്യൂസ് ദ ഫോസിൽ ഫ്യൂൽസ് യൂസേജ്. ഫോസിൽ ഇന്ധനങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, കുറയ്ക്കുക. അതുപോലെ തന്നെ പ്രൊട്ടക്ട് ദ എക്കോസിസ്റ്റം ആൻഡ് ഗ്ലോബൽ ക്ലൈമറ്റ്, പരിസ്ഥിതിയും ലോക കാലാവസ്ഥയും സംരക്ഷിക്കാം. ഇങ്ങനെയെല്ലാമാണ് നമുക്ക് എനർജി കൺസേർവ് ചെയ്യാൻ പറ്റുക. അതിന് വേണ്ടിയിട്ടാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ സുസ്ഥിര വികസനം എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് ഞാൻ പറയുന്നില്ല, കാരണം സുസ്ഥിര വികസനത്തെ കുറിച്ച് നമ്മൾ എന്താണ് ഓൾറെഡി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. അത് നമ്മൾ എന്താണ് ഫ്യൂച്ചർ ജനറേഷനും കൂടെ ബാക്കിയാക്കുന്ന രീതിയിൽ ഉപയോഗിക്കുകയാണ്. ഏറ്റവും അവസാനം ഈ ചാപ്റ്റർ എൻഡ് ചെയ്യുന്ന ഈ ഒരു വേർഡിലൂടെയാണ് ദ വേൾഡ് ഹാവ്സ് ഇനഫ് ഫോർ ദ എവറി വൺ നീഡ്സ് ബട്ട് നോട്ട് ഫോർ എനിബഡീസ് ഗ്രീഡ് എന്ന് പറയുന്ന വാക്കുണ്ട്. എല്ലാ മനുഷ്യനും ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഈ ഭൂമിയിൽ അവൈലബിൾ ആണ്, പക്ഷെ ഒരാളുടെ പോലും അത്യാർത്ഥിക്ക് അവൈലബിൾ അല്ല എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വി ഷുഡ് കെയർ വെൻ വി ആർ യൂസിങ് ദ റിസോഴ്സ് എന്നാണ്. സോ ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ പരീക്ഷകൾ നന്നായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. നന്നായിട്ട് മക്കൾ പഠിച്ചു വെക്കാം. ഇതോടുകൂടെ മക്കളെ നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സുകളും 17 ചാപ്റ്റേഴ്സുകളും നമ്മൾ വൈൻഡ് അപ്പ് ചെയ്തിരിക്കുന്നു. ഇതൊക്കെ ഏതൊക്കെയായിരുന്നു സാറേ? നമ്മൾ ആദ്യം തുടങ്ങിയ സ്ലൈഡ് പോലും ഏതാണെന്നുള്ള നമുക്ക് എന്താ കൺഫ്യൂഷൻ ആയിട്ട് കിട്ടുന്ന സിറ്റുവേഷനാണ് മക്കളെ. നമ്മൾ ഇതോടുകൂടെ നമ്മുടെ 17 ചാപ്റ്റേഴ്സുകളും ആക്ച്വലി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പോകാൻ പോകുന്നു നമ്മുടെ വൈൻഡ് അപ്പ് സെഷനിലേക്കാണ്. മാക്സിമം ഒരു 5 minutes. എല്ലാ സാർമാരും ഒന്ന് വരൂ സർ. കുറച്ച് കാര്യങ്ങൾ എൻ്റെ മക്കളോട് പറയാനുണ്ട്. ഇനി എക്സാമിന് എന്ത് ചെയ്യണം എന്നുള്ളത് ഇല്ല സാറേ? അത് നമുക്ക് നാളല്ലേ അപ്പൊ പറയാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാധനങ്ങൾ പറഞ്ഞു കൊടുക്കാം. അത് പറഞ്ഞു കൊടുക്കും. ഇനിയിപ്പോൾ നാളെ സാധനം നമുക്കില്ല, എന്നിട്ട് നോക്കാം. ഓക്കെ അമീൻ സർ, യെസ്. 14 മണിക്കൂറിലേക്ക് നമ്മൾ പോവുകയാണല്ലേ. 5,59,000. വരൂ സർ വരും. അപ്പൊ മക്കളെ നമ്മൾ എന്ത് ചെയ്തു, ആക്ച്വലി ലേൺ വിത്ത് മാസ്റ്റേഴ്സ് ആണ്. ജേസസ് സാർ എന്താ അവിടെ ഒരു അന്യമാരമായി. സോ മക്കളെ 13 മണിക്കൂർ എന്ത് ചെയ്തു നമ്മളിവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് അവർ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ലൈവ് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് അവർ കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതല്ലെങ്കിൽ വഴി എന്തെങ്കിലും വഴി ഉണ്ടാവും, അല്ലെങ്കിൽ നാളെ ഞങ്ങൾ എടുത്തു തരും. അത് എന്തെങ്കിലും മാർഗത്തിൽ നമ്മൾ ഇതാണ് ചെയ്തതന്നെ മക്കൾക്ക്. സോ നമ്മളിതാ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം ഒരു കാര്യം എൻ്റെ മക്കളോട് പറയാനുള്ളത്, ആദ്യമായിട്ടായിരിക്കും 12 മണിക്കൂറിന്റെ ക്ലാസ് ഇവർ ആദ്യമായിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. വേറൊന്ന് ഇത്രയും സമയം പോകുന്ന സോഷ്യലിന്റെ ഫസ്റ്റ് ലൈവാണ്, സൈലത്തിന്റെ തന്നെ ഫസ്റ്റ് ലൈവാണ് ഇത്രയും സമയം പോകുന്നത്. കാരണം നമ്മളാണ് ഏറ്റവും കൂടുതൽ അന്ന് പോയിരുന്നത് സോഷ്യൽ. അത് 12 മണിക്കൂറായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് 1 മില്യൺ അടിക്കോ? ഇത് 13 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ആക്ച്വലി ഉണ്ട് 13 മണിക്കൂർ കഴിയാനുള്ള റീസൺ മറ്റൊന്നുമല്ല, പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണ്, പുതിയ സിലബസ് ആണ്, വൈഡഡ് ആയ സിലബസ് ആണ്, 17 ചാപ്റ്ററുകളാണ്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം തന്നെ വലിയൊരു എഫക്റ്റ് ആയിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞിരുന്ന ലൈവിന്റെ ടൈം എന്ന് പറഞ്ഞാൽ 2 മണി ടു 2 മണി എന്നായിരുന്നു. നമ്മൾ വെച്ചാൽ 2 മണി ടു 2 മണി എന്ന് പറഞ്ഞ സാധനം ഇപ്പൊ 13 മണിക്കൂർ കൂടെ പോകുന്ന സമയത്ത് 2 മണി ടു രാത്രി 3-3:30 ആയിരിക്കും ലൈവ് വൈൻഡ് അപ്പ് ചെയ്യാം. ഇത് എനിക്ക് തോന്നുന്നു ഒന്നും കൂടെ നല്ല സമയമായിട്ട് തോന്നിയത് അല്ലേ? തീർച്ചയായിട്ടും. ഒരുപാട് മക്കൾ മെസ്സേജ് അയക്കുന്നുണ്ട്. അസീൻ പോലെ കുറെ കുട്ടികൾ, അസീനൊക്കെ ഓളും ഏട്ടൻ ബ്രദേഴ്സാ തോന്നുന്നു, അവർ ഒരുമിച്ച് കാണുന്നു പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ കോട്ടയത്ത് നിന്നുള്ള പറയുന്ന നിഹാരുണ്ട്, നമ്മുടെ ഇടുക്കിയിലെ നിഹാരുണ്ട്. അങ്ങനെ ഒരുപാട് മക്കൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. സാറേ ക്ലാസ് അഭിരാമുണ്ട്, ആദർശ് ഒരുപാട് മക്കൾ എന്ന് വെച്ചാൽ 1-2 അല്ല, ഒരുപാട് വലിയൊരു ക്രൗഡ് മക്കളെ നമ്മുടെ മുമ്പിലോട്ട് ഞങ്ങൾ പേര് പറയാൻ നിൽക്കുകയാണെങ്കിൽ വലിയ സമയം നമുക്ക് എടുക്കും. നിങ്ങൾക്കറിയാം പെരുന്നാളാണ്. പെരുന്നാളിന്റെ പിറ്റേ ദിവസം ഞങ്ങളിങ്ങനെ ക്ലാസ് വെക്കുമ്പോൾ ഞങ്ങൾ കുറെ ആൾക്ക് ഞങ്ങൾ വരുമോ കുറെ പല പരിപാടികളുണ്ട്. ആ സമയത്ത് നമ്മൾ ആലോചിച്ചത് നമ്മളെ മക്കളല്ലേ, അവർക്ക് SLC ഒറ്റന്നല്ലേ ഉള്ളൂ, നമുക്ക് ഇനിയും പെരുന്നാൾ ആഘോഷിക്കാം, അടിപൊളിയാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് എൻ്റെ മക്കളെ മുന്നിലേക്ക് വന്നത്. നിങ്ങൾക്ക് തരേണ്ട മാക്സിമം ഞങ്ങൾ തന്നു കഴിഞ്ഞു. ഇനി ഞങ്ങൾ കോണ്ടന്റ് വീഡിയോസ് ആയിട്ടും നാളത്തെ മെഗാ മാരത്തോൺ ആയിട്ട് എൻ്റെ മക്കളെ മുന്നിലേക്ക് വരും. എൻ്റെ മക്കള് ഇനി ഈ ക്ലാസ് എടുത്തിട്ട് എന്തൊക്കെയാണോ ഡൗട്ട്, കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം എൻ്റെ മക്കളോട് പറഞ്ഞത്, ഇത് വെച്ചിട്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക പഠിച്ചുകൊണ്ടിരിക്കുക. ഇതിൽ ചില പോയിന്റ്സ് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് വരാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ആ രീതിയിൽ പഠിച്ചേക്കുക. നാളെ ഞങ്ങൾ പക്ക ക്വസ്റ്റ്യൻസിലേക്ക് മാത്രമാണ്. നിങ്ങൾക്ക് ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ഏറ്റവും പുതിയ പാറ്റേണിലെ ചോദ്യങ്ങൾ വന്നു. കാരണം ആ പാറ്റേണിലെ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൺഫ്യൂഷൻ വരുത്തുന്ന ഒരു ഏരിയ ആണ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, എല്ലാ ചാപ്റ്റേഴ്സിനെയും ക്ലിയർ ആക്കിയിട്ട് തന്നു. ഇനി വേണ്ടത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയില്ല ഓരോ ചാപ്റ്ററിനും ഒരു 3 ക്വസ്റ്റ്യൻസ്, വളരെ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ വെച്ചിട്ട് എന്ത് ചെയ്യും, നാളെ നമ്മുടെ ലൈവ് ഉണ്ട്, നാളെ മെഗാ മാരത്തോൺ. അതും കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു, ഏറ്റവും ഫൈനൽ എൻഡിങ് എന്ന് പറയുന്നത് രാവിലത്തെ മോർണിംഗ് ബൂസ്റ്ററും കൂടെ തന്നിട്ട് നിങ്ങളെ ഞങ്ങൾ എക്സാം ഹാളിലേക്ക് വിടും. ഇനി ഞങ്ങൾക്ക് ഒരു കാര്യം എന്തായാലും 100% ഉറപ്പാണ്, ഈ പ്രാവശ്യത്തെ SLC എക്സാം എഴുതുന്ന സമയത്ത്, സോഷ്യൽ എഴുതുന്ന സമയത്ത് ഈ 3 ആളെ ഈ ലൈവ് കണ്ട ഓരോ കുട്ടിയും ഓർക്കുമെന്നുള്ളത് ഞങ്ങൾക്ക് 100% ഉറപ്പാണ്. അത് മതി ഞങ്ങളുടെ സന്തോഷം എന്ന് പറയുന്നത്. അടുത്തൊരു കുട്ടി ആൽബിൻ ഇപ്പൊ മെസ്സേജ് അയച്ചതാണ്, സാറെ കണ്ട് ഐസ് വയ്യാതായി, ഇടയ്ക്ക് ഒരു അവർ ഞാൻ ഗ്യാപ്പ് എടുത്തു, അത് പ്രോബ്ലം ആണോ? ആൽബിന് ഒരു പ്രോബ്ലം ഇല്ല, വീണ്ടും കണ്ടാൽ മതി. ഇനി കാണാത്തവരല്ലെങ്കിൽ മുന്നത്തെ കാണാത്തവരുണ്ടെങ്കിൽ പിന്നീട് എന്ത് ചെയ്യാൻ എൻ്റെ മക്കളത് എടുത്ത് കണ്ടാൽ മതി. സോ ഒരു കാര്യം എൻ്റെ മക്കൾ മനസ്സിലാക്കി വെക്കാം, നിങ്ങളെല്ലാവരും അടിപൊളിയാണ്.
നിങ്ങൾ അടിപൊളിയായി പഠിക്കുന്ന മക്കളാണ്. സോ ഉഷാറാക്കിയാണ് മക്കള്. ഇപ്പൊ ലാസ്റ്റ് ഒറ്റ കാര്യം മക്കൾ പറയാനുള്ളൂ, ഇത്രയും ലൈവ് എടുക്കുമ്പോൾ 3000-1200 കുട്ടികൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഇവിടെ എന്തായിരുന്നു. ഹെഡ്സ് അപ്പ് ഗൈസ്, നിങ്ങളെ ഞങ്ങൾ സമ്മതിച്ചു. തീർച്ചയായിട്ടും നിങ്ങൾ പോലും മക്കളാണ്, സെറ്റാണ്. ഒരൊറ്റ കാര്യം, ഇന്നത്തെ ക്ലാസ് എന്തായിരുന്നു എന്നുള്ളത്, ഞങ്ങളെ സോഷ്യൽ എങ്ങനെയായിരുന്നു എന്റെ മക്കൾക്ക് മനസ്സിലായെന്നുള്ളത് ഈ ഒരൊറ്റ കമന്റോടെ എല്ലാവരും വിലയിരുത്തണം. ഒരു കൊല്ലമായിട്ട് നിങ്ങൾ നമ്മൾ പഠിപ്പിക്കുക, ഒരു കൊല്ലമല്ല, നമ്മൾ കഴിഞ്ഞ 3 കൊല്ലമായിട്ട് ഇവിടെ തന്നെയാണ്. 8ാം ക്ലാസ് മുതലേ നമ്മുടെ മക്കളായിട്ട് കയറി വന്ന മക്കളാണ് നിങ്ങൾ. ഞങ്ങളും നിങ്ങളുടെ അതേമാതിരി തന്നെ ഒരുമിച്ച് കയറി വന്നവരാണ്. അപ്പോൾ ഈ ഒരു 3 കൊല്ലമായിട്ടുള്ളതിൽ ഇത് ഒരു പക്ഷേ ഇതെന്തായിരിക്കും നിങ്ങളുടെ സോഷ്യൽ സയൻസിന്റെ ഏറ്റവും അവസാനത്തെ മൊമെന്റുകളിലേക്കാണ് പോകുന്നത്. നാളത്തെ മെഗാ മാരത്തോണും പിറ്റത്തെ ദിവസത്തെ മോർണിംഗ് ബൂസ്റ്ററും കൂടെ കഴിയുന്നതോട് കൂടെ ഞങ്ങൾ ഈ 3 പേര് ഏകദേശം നിങ്ങളുടെ ലൈഫിന് ഒരു ചെറിയ രീതിയിലെങ്കിലും എന്ത് ചെയ്യും, ടാറ്റാ ബൈ പറയും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, നിങ്ങൾ +1 പോകും. ഇപ്പൊ ഒരുപാട് ഇതൊക്കെ വരും, സർ ഞങ്ങൾ നിങ്ങളെ മറക്കൂല, ഞങ്ങൾ ഇതൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യാണ്, ഞാൻ ഈ കാഴ്ചകൾ കാണാൻ തുടങ്ങിയിട്ട് ഏകദേശം 10-11-12 വർഷമായി. പക്ഷെ എന്നിരുന്നാലും ഒരുപാട് മക്കളുടെ മനസ്സിൽ ഉണ്ടായിരിക്കും. എന്നിരുന്നാലും നമ്മുടെ മുമ്പിലേക്ക് പുതിയ ടീച്ചേഴ്സുകൾ വരാനുള്ളതാണ്, പുതിയ ക്ലാസ്സുകൾ വരാനുള്ളതാണ്, പുതിയ ഫ്രണ്ട്സുകൾ വരാനുള്ളതാണ്. അവിടുന്ന് ഞങ്ങൾ ചോദിക്കുന്നത്, ഇവിടെ നിങ്ങളുടെ ഒരു അടിപൊളിയായിട്ടുള്ള കമന്റ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ എന്തൊക്കെയാണെങ്കിലും നല്ല മക്കളായിട്ട് മാറാൻ ഞങ്ങളുടെ സോഷ്യലിന്റെ ടീമിന് എല്ലാവർക്കും നിങ്ങളോട് പറയാനുള്ള അൾട്ടിമേറ്റ് കാര്യം ഇതാണ് മക്കളെ. A+കൾ നല്ലതാണ്. A+കളും ജീവിതത്തിൽ എന്താണ് എക്സാമിനുള്ള വിജയങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരിക്കോട്ടെ. അതിന്റെ കൂടെ നല്ല മനുഷ്യന്മാരായിട്ട് മാറാം. ഞങ്ങൾക്ക് ഭാവിയിൽ ഒരിക്കലും കേൾക്കുന്നൊരു ഇടവരരുത് ഞങ്ങളുടെ കുട്ടി ആ ഒരു തെറ്റ് ചെയ്തു എന്നുള്ളത്. പകരം ഞങ്ങളിത് കേൾക്കണം. അവിടെ ഇപ്പോൾ ഭാവിയിൽ ഒരു 10-20-30 വർഷത്തിന് ശേഷം കോഴിക്കോടിന്റെ കളക്ടറായിട്ട് ഇന്ന ആള് വന്നു എന്ന് പറയുന്ന സമയത്ത് അതിന് താഴെ ഞങ്ങൾക്ക് ഒരു കമന്റെങ്കിലും ഇടാൻ പറ്റണം, അത് ഞങ്ങളുടെ മോളാണ്, അത് ഞങ്ങളുടെ മോനാണ്. അതേപോലെ സന്തോഷം ഞാൻ കണ്ടു, വേറൊരു മോളും കൂടെ 2 പാട്ടുകാരാ. അപ്പൊ ഭയങ്കര സന്തോഷമാണല്ലോ അവര് ഇങ്ങനെ ആക്കുമ്പോ. ഇപ്പൊ നെയ്സ എനിക്ക് തോന്നുന്നു 10ാം ക്ലാസ്സിലെ മോളാണ്. അപ്പം എന്റെ കുട്ടികളോട് പറയുന്നത്, നല്ല മക്കളാവാം, നിങ്ങൾ നല്ല കാര്യങ്ങൾ തന്നു. ഇപ്പൊ മാർക്ക് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ നല്ല മക്കളായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും സമൂഹത്തിൽ ഇഷ്ടപ്പെടും. നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇടുക, അത് കിട്ടിയാൽ മതിയടാ, ഉഷാറാവും. സോ എന്റെ മക്കള് ഇന്നത്തെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു, എങ്ങനെയായിരുന്നു ഞങ്ങൾ എടുത്തതൊക്കെ, അതെല്ലാം എന്റെ മക്കള് കമന്റ് ചെയ്യുക. വലിച്ചു വാരി എഴുതിക്കോ എന്റെ മക്കള്, എങ്ങനെയുണ്ട് ഞങ്ങൾ അറിയട്ടെ. അത് ഞങ്ങൾ മാത്രമല്ല ബാക്കിയുള്ളവരൊക്കെ അറിയട്ടെ. ഞങ്ങൾക്ക് അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടാവും. കാരണം ഞങ്ങൾ 12 മണിക്കൂർ ഞങ്ങൾ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പം നമ്മളെ ആൾക്കാർക്ക് നിങ്ങൾ കമന്റ് ക്ലാസ് എടുത്ത കമന്റ് പോലും ഇല്ല. അപ്പം അല്ല, എന്റെ മക്കൾ എന്തായാലും കമന്റ് ഇടും, ആ കമന്റിനെ കാത്തിരിക്കുകയാണ്. സോ ഈ ഒരു ട്രയോ ഇവിടുന്ന് തൽക്കാലത്തേക്ക് ഒന്നുമില്ല. നമ്മള് വന്ന സമയത്തില്ലേ, നമ്മള് വന്നിട്ട് ഇപ്പൊ ഒരു 3 വർഷം ആവാനായി. അപ്പൊ ഇവര് നമ്മൾ 3 ആൾ ഒരുമിച്ച് വന്നതാണ്. ഇവര് വലിയ വലിയ ക്ലാസ്സുകളിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ കൂടെ തന്നെ ഇവരുണ്ട്. അതായത് ഇവര് വളരുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ വളരുന്നതിന്റെ കൂടെ തന്നെ നമ്മുടെ കൂടെ വളർന്ന ആൾക്കാരാണ് നിങ്ങളും. അതെ, എല്ലാ മാറ്റങ്ങളും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരിട്ട് കുറച്ച് ആൾക്കാരൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാം. ഇതിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ശരിക്കും നിങ്ങളെ മിസ് ചെയ്യുന്നുള്ളതാണ്. അതിൽ നല്ലൊരു നല്ല ബാച്ച് എന്നുള്ളതിന് ഏറ്റവും നല്ല തെളിവാണ് സ്നേഹണ്യ എന്നുള്ളതിന് ഏറ്റവും നല്ല തെളിവാണ്. ഇപ്പോഴും 13 മണിക്കൂറും 18 മിനിറ്റും കഴിഞ്ഞ സമയത്ത് 3111 എന്ന് പറഞ്ഞ അക്കൗണ്ട് എന്ന് പറയുന്നത് 56,000-ത്തിലധികം ആളുകളാണ് ഇപ്പൊ ആക്ച്വലി കണ്ടുപോയത്. വലിയ പ്രൗഡാടാ. കേരളത്തിൽ ആകെയുള്ള 4 ലക്ഷം കുട്ടികളെ പരീക്ഷ എത്രയും ആൾക്കാർ ലൈവ് കണ്ടു. മക്കളെ നന്നായിട്ട് പഠിക്കുക, ഉഷാറാക്കുക. നിങ്ങളെ അച്ഛനും നിങ്ങളെ ഉപ്പാക്കും അല്ലെങ്കിൽ നിങ്ങളെ ഉമ്മാക്കും നിങ്ങളെ നാട്ടുകാർക്കൊക്കെ നല്ലൊരു മക്കളായിട്ട് എൻ്റെ മക്കൾ മാറട്ടെ. സോ കമന്റ് ചെയ്യാൻ മക്കൾ ആരും മറക്കണ്ട. സോ താങ്ക് യു സോ മച്ച്, ലവ് യു ഓൾ. ഒന്നും പറയാനില്ല, ഈ ട്രയോ ഇവിടെ നിങ്ങൾ ലാസ്റ്റ് നാളെ ഒരു മെഗാ മാരത്തോൺ ഉണ്ട്. ഇപ്പൊ തൽക്കാലം ടാറ്റ പറയാണ്. നാളത്തെ മെഗാ മാരത്തോൺ കഴിഞ്ഞിട്ട് മോർണിംഗ് ബൂസ്റ്ററിലേക്കും എല്ലാവരും വാ. നമ്മള് ലാസ്റ്റ് അവിടുന്ന് വീഡിയോ പറയൽ, ഡാൻസും വീഡിയോ പറയൽ, ഗാനും ഞങ്ങൾ ഒരിക്കലും കരഞ്ഞിട്ട് പോകണ്ട. നമുക്ക് സന്തോഷം കൊണ്ട് പോലെ മാത്രം അത് നമ്മൾ സെറ്റാക്കി മാറ്റി. അപ്പം സൈനിങ് ഓഫ്. ഈ 13+ hours ആദ്യത്തെ ചരിത്രത്തിൽ ആദ്യത്തെ സോഷ്യൽ സയൻസിന്റെ ക്ലാസ് ആണ് എടുക്കുന്നത്. അപ്പൊ ഞങ്ങൾക്കും അഭിമാനമുണ്ട്, നിങ്ങൾക്കും അഭിമാനം ഉണ്ടാവട്ടെ. അതിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് പറ്റി. ആ ആളുകളിൽ ഒരാൾ നിങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. സോ ബൈ, സീ യു, ലവ് യു. കമന്റ് ചെയ്യാൻ എന്റെ മക്കൾ മറക്കണ്ട. ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കുക. താങ്ക് യു സോ മച്ച്, ലവ് യു ഓൾ. ബൈ ബൈ.